സ്റ്റാർട്ട് ചെയ്യാം. പ്രിയപ്പെട്ട സഹകാരി സുഹൃത്തുക്കളെ, കേരളത്തിലെ എല്ലാ വിഭാഗം സഹകാരികളെയും സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകളെയും ഒത്തൊരുമിപ്പിച്ചു കൊണ്ടുപോകുന്ന ഒരു കൂട്ടായ്മയായി, കേരളത്തിലെ തന്നെ പ്രമുഖ സഹകരണ കൂട്ടായ്മയായി മാറിയിരിക്കുകയാണ് സഹകരണ വീക്ഷണം. നമുക്ക് ഇതിപ്പോ നമ്മൾ നടത്തുന്ന 40ാമത്തെ പ്രോഗ്രാമാണ് സഹകരണ വീക്ഷണം ഏറ്റെടുക്കുന്ന വിവിധ വിഷയങ്ങളിൽ സഹകരണ മേഖലയിലെ മായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നത്. ഇത് കഴിഞ്ഞ ആഴ്ചയിലാണ്, കഴിഞ്ഞ ശനി ഞായറുമായിട്ടാണ് കേരള സഹകരണ വീക്ഷണത്തിന്റെ 1ാമത് വാർഷിക ആഘോഷം നമ്മൾ ആഘോഷിച്ചത്. ഒരു തുടക്കകാലത്തിലൊക്കെ പലരും ചോദിച്ചിരുന്നു, കേരളത്തിലൊരു വാട്സാപ്പ് കൂട്ടായ്മയ്ക്ക് ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ആ ചോദ്യത്തിന് ഏറ്റവും നല്ല മറുപടി നൽകിയത് കേരളത്തിന്റെ സഹകരണ സംഘം രജിസ്ട്രാർ തന്നെയാണ്. കേരളത്തിലെ അദ്ദേഹത്തിനെ പോലൊരു മഹത് വ്യക്തിത്വം നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്ക് വരികയും അവിടെ വന്ന് 2.5 മണിക്കൂറോളം കേരളത്തിലെ സഹകരണ മേഖലയുടെ പരിച്ഛേദമായിട്ടുള്ള ജനവിഭാഗങ്ങളുമായി അവിടെ ചർച്ച നടത്തുകയും അവിടെ ഉരുത്തിരിഞ്ഞ ആശയങ്ങൾ അദ്ദേഹത്തിന് നോട്ട് ചെയ്ത് എടുക്കുകയും, അതൊക്കെ നമുക്ക് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. എന്നിരുന്നാൽ തന്നെ ഈ കേരളത്തിലെ അതിന് അടുത്ത ദിവസം നമ്മുടെ മുൻ സഹകരണ വകുപ്പ് മന്ത്രിയാണ് ജി സുധാകരൻ സാറാണ് നമ്മുടെ സഹകരണ വീക്ഷണത്തിന്റെ വാർഷിക ആഘോഷം ഉദ്ഘാടനം ചെയ്തത്. നമ്മുടെ വിഷയം അവതരിപ്പിക്കുന്ന പിള്ള സാർ, കേരളത്തിലെ എല്ലാവരും പറയും സഹകരണ മേഖലയിലെ എതിർസ്ഥാനീയനായിട്ട് നിൽക്കുന്ന അദ്ദേഹം, പക്ഷെ അദ്ദേഹം പല കമ്മിറ്റികളിലും പല ആളുകളെയും ഒക്കെ നമ്മുടെ തെരഞ്ഞെടുക്കുന്നതിന് നേതൃത്വം നൽകുന്ന അദ്ദേഹത്തിന് നമ്മുടെ അഡ്മിൻ പാനലിൽ ചർച്ച ചെയ്തപ്പോൾ അദ്ദേഹത്തെയാണ് ആദരിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അദ്ദേഹം പല കാര്യങ്ങളും മുന്നിൽ നിന്ന് ചെയ്യുകയും എന്നാൽ അദ്ദേഹത്തിന് അർഹമായ ഒരു പരിഗണന കേരളത്തിലെ സഹകരണ നമ്മൾ നൽകണം എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ സഹകരണ വീക്ഷണം ഏർപ്പെടുത്തിയ സഹകാരി ശ്രേഷ്ഠ അവാർഡ് നൽകി 10,001 രൂപയുടെ അവാർഡും നൽകി അദ്ദേഹത്തെ ആദരിച്ചത്. അത് ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എന്നിരുന്നാൽ തന്നെ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട് വരുന്ന വിവിധ വിഷയങ്ങളിൽ സഹകരണ വീക്ഷണത്തിൻ്റെതായ ഒരു നിലപാടുണ്ട്. നമ്മളെപ്പോഴും നമ്മുടെ കൂട്ടായ്മയിൽ പറയും, നമുക്ക് എല്ലാവർക്കും വ്യക്തമായ രാഷ്ട്രീയമുള്ളവരാണ് സഹകരണ മേഖലയിൽ പണിയെടുക്കുന്ന ഭൂരിപക്ഷം വരും. പക്ഷെ സഹകരണ മേഖലയിൽ ഒരു വിഷയം ഉണ്ടായാൽ കഴിഞ്ഞ 1 വർഷക്കാലമായി നമ്മുടെ ഇടപെടലുകളും അങ്ങനെ തന്നെയാണ്. സഹകരണ വീക്ഷണത്തിന്റെ അഡ്മിൻ പാനലാണെങ്കിലും അതിനകത്തുള്ള എല്ലാ സംഘടനാ നേതാക്കന്മാരാണെങ്കിലും അവരുടെ നിലപാട് ഒന്ന് മാത്രമാണ്. അതാണ് നമുക്ക് ഈ കൂട്ടായ്മയുടെ വിജയം എന്ന് പറയുന്നത്, സഹകരണ മേഖലയുടെ ഉന്നതിക്ക് വേണ്ടി മാത്രം. ഇപ്പൊ ഇന്നത്തെ വിഷയത്തിൽ ഒരു ചർച്ചയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ സംബന്ധിച്ചൊരു കരട് ചട്ടം നമ്മുടെ ഗവൺമെന്റ് പുറത്തിറക്കിയിട്ടുണ്ട്. അന്നേരം ഇതിനകത്തെ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. അപ്പം നമുക്കിവിടെ മുന്നിൽ ചില നമ്മുടെ ടാക്സ് അസോസിയേഷൻ മറ്റുള്ളവരുടെയൊക്കെ ഒരു വിചാരം എന്ന് പറയുന്നത് ഇത് ജീവനക്കാരന്റെ ശമ്പളത്തെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമാണ് എന്നുള്ളത്. ഞാൻ ആമുഖമായി മറ്റു കാര്യങ്ങളിലേക്ക് ഒന്നും കടക്കുന്നില്ല, വളരെ വിശിഷ്ട വ്യക്തിത്വങ്ങളുണ്ട്. പക്ഷെ എനിക്ക് ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ സ്ഥാപനം ഇത്ര നാളമായി ക്ലാസ് 1 ആണ്, സൂപ്പർ ഗ്രേഡ് ആണ്, സ്പെഷ്യൽ ഗ്രേഡ് ആണ്, സൂപ്പർ ഗ്രേഡ് ആണ് എന്നൊക്കെ പറഞ്ഞ് ആ സ്ഥാപനം നേടിയെടുത്ത ഒരു ഗുഡ്വില്ല് കൂടി ഇതിന്റെ കൂടെ ഉണ്ട് എന്നൊരു ചിന്ത നമ്മുടെ എല്ലാ സംഘടനാ പ്രതിനിധികൾക്കും സംഘങ്ങളെ സ്നേഹിക്കുന്ന പാക്സിന്റെ ആളുകൾക്കും ഉണ്ടാകണം. അപ്പം ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഞാൻ നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് കേരളത്തിലെ വിവിധ സഹകരണ മേഖലയിലെ സംഘടനാ പ്രതിനിധികളെയും പിന്നെ നമ്മുടെ പാക്സിന്റെ പ്രതിനിധീകരിച്ച് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് പങ്കെടുക്കാം എന്ന് അറിയിച്ചിട്ടുണ്ട്. എല്ലാവരും ഇലക്ഷന്റെ തിരക്കിലായതുകൊണ്ടാണ്. അപ്പൊ നമ്മുടെ ഇവിടെ വിഷയം അവതരിപ്പിക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ ക്ലാസിഫിക്കേഷൻ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ സംഘടനാ നേതൃത്വങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട BP പിള്ള സാറാണ്. ഒരു മുഖവരയുടെ ആവശ്യം ഇല്ലാത്ത വ്യക്തിത്വമാണ് സഹകരണ മേഖലയിൽ. കേരള ബാങ്കിന്റെ ഡയറക്ടറാണ്. അദ്ദേഹത്തെ ഈ വെബിനാറിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഇതിന്റെ മോഡറേറ്റർ, സഹകരണ വീക്ഷണം കൂട്ടായ്മയുടെ നമ്മുടെ വൈസ് വർക്കിംഗ് ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള തേഞ്ഞിപ്പാലം ബാങ്കിന്റെ സെക്രട്ടറി കൂടിയായിട്ടുള്ള നമ്മുടെ എല്ലാം പ്രിയങ്കരനായിട്ടുള്ള ഫാക്കൽറ്റി ആയിട്ടുള്ള നമ്മുടെ ശ്രീജിത്ത് മുല്ലശ്ശേരിയാണ്. ശ്രീജിത്ത് മുല്ലശ്ശേരി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ടിന്റെ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി, ഇപ്പോൾ സെക്രട്ടറിയുമായി പ്രവർത്തിച്ചു വരുന്ന ED സാബു ആണ്. അദ്ദേഹം ഈ മീറ്റിംഗ് തൊട്ടുമുമ്പ് വരെ ഞാൻ വിളിച്ചിരുന്നത്, ഫോൺ ഇപ്പോൾ എന്തോ സംഗതി കാരണങ്ങളാൽ സ്വിച്ച് ഓഫ് ആണ്. അദ്ദേഹത്തിന് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ
സംസ്ഥാന പ്രസിഡന്റ് ഇപ്പം അവർ ഭരണസമിതി മീറ്റിംഗിലാണ്. ഈ ബിനു കാവുങ്കൽ, അദ്ദേഹം പങ്കെടുക്കാമെന്ന് എന്നെ അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ എംപ്ലോയീസ് യൂണിയനെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്നത് എൻ്റെ നാട്ടുകാരൻ കൂടിയായിട്ടുള്ള എംപ്ലോയീസ് യൂണിയന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം മനു ദിവാകരനാണ്. അദ്ദേഹത്തെ ഈ വെബിനാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എംപ്ലോയീസ് കൗൺസിലിന്റെ AITCയുടെ സ്റ്റേറ്റ് സെക്രട്ടറി വി എൻ സുരേഷ് ബാബു സാറ് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹത്തെയും ഈ വെബിനാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട എംപ്ലോയീസ് കോൺഗ്രസ് INTUCയുടെ വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ സുരേഷ് ആമ്പക്കാട്ട് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കേരള കോപ്പറേറ്റീവ് വർക്കേഴ്സ് ഫെഡറേഷൻ സ്റ്റേറ്റ് ട്രഷറർ രജീഷ് പി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ 7:15 ഈ വെബിനാറിൽ പങ്കെടുക്കാം എന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെയും ഈ വെബിനാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സിഇഒയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പൊൻപാറ കോയക്കുട്ടി സാർ ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. അപ്പം കേരളത്തിലെ സഹകരണ മേഖലയുടെ ഒരു പരിച്ഛേദമായ നേതൃത്വം പങ്കെടുക്കുന്ന ഈ ഒരു പ്രോഗ്രാമാണ് നമ്മൾ ഇന്നിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ആക്ഷേപം കൊടുക്കാൻ ഏകദേശം 5 ദിവസം കൂടിയാണുള്ളത്. എങ്ങനെയൊക്കെ ആയിരിക്കണം ഈ വിഷയത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ട സമീപനം എന്നതിനെ കുറിച്ച് എല്ലാവരെയും ഒരൊറ്റ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവന്ന് നമുക്കൊരു പോസിറ്റീവ് റിസൾട്ട് നമുക്ക് ഗുണമാകുന്നതിനേക്കാൾ ഉപരി സഹകരണ മേഖലയ്ക്ക് ഗുണകരമാകുന്ന രീതിയിൽ ഈ ചർച്ച മാറേണ്ടതായിട്ടുണ്ട്. ഇതിനു വേണ്ടി ഇത് മോഡറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ഈ കൂട്ടായ്മയുടെ സഹകരണ വീക്ഷണം കൂട്ടായ്മയുടെ പ്രിയപ്പെട്ട വർക്കിംഗ് ചെയർമാൻ ശ്രീജിത്ത് മുല്ലശ്ശേരിയെ സ്വാഗതം ചെയ്തു. എല്ലാവർക്കും നമസ്കാരം. സഹകരണ വീക്ഷണം കൂട്ടായ്മയുടെ 40ാമത്തെ പ്രോഗ്രാമാണ് ഇന്നിപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സഹകരണ ജീവനക്കാരെ വളരെയധികം പ്രതികൂലമായി ബാധിക്കുന്ന ഒരു വിഷയമാണ് ക്ലാസിഫിക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. 2024 ഇത് സംബന്ധിച്ച് 2024 മാർച്ച് മാസം, എനിക്ക് തോന്നുന്നു 25, 26, 27 തീയതികളിൽ എല്ലാ സംഘടനകളെയും 2024 മാർച്ച് മാസം 25, 26, 27 തീയതികളിൽ രജിസ്ട്രാർ ഓഫീസിൽ വെച്ച് ഈ ക്ലാസിഫിക്കേഷൻ പരിഷ്കരിക്കുന്നതിനുമായി ബന്ധപ്പെട്ട ഒരു പ്രപ്പോസൽ എല്ലാവരും മുന്നിലും വെച്ചിരുന്നു. വിവിധ സർവീസ് സംഘടനകൾ അതിൽ പങ്കെടുത്തു. സർവീസ് സംഘടനകളുടെയും പാക്സ് അസോസിയേഷൻ മുതലായ ഒരുപാട് ആളുകളെ രജിസ്ട്രാർ വിളിച്ചിരുത്തി നമ്മളൊരു ചർച്ച രജിസ്ട്രാറുമായി നടത്തുകയും അപ്പൊ എല്ലാ സംഘങ്ങൾ പരമാവധി സംഘടനകളൊക്കെ അതിൽ പങ്കെടുക്കുകയും അവരുടെ അഭിപ്രായങ്ങൾ പറയുകയും ചെയ്തിരുന്നു. 2024 മാർച്ചിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. ആ പ്രപ്പോസലിന് ശേഷം അന്നൊരു കരട് പ്രപ്പോസൽ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ആ പ്രപ്പോസൽ 2024 വന്ന ശേഷം 2025 നവംബർ മാസം വന്ന ഡ്രാഫ്റ്റ് റൂള് വന്നു. ഡ്രാഫ്റ്റ് റൂള് വന്നപ്പോൾ 2013 ക്ലാസിഫിക്കേഷൻ നോംസ് ഏറ്റവും അവസാനമായി പരിഷ്കരിച്ചിട്ടുള്ളതെന്ന് നമുക്കൊക്കെ അറിയാം. 2013 ഡ്രാഫ്റ്റ് റൂള് ഉണ്ടാക്കാൻ ഏറ്റവും കൂടുതൽ പ്രയത്നിച്ച ഒരാൾ കൂടിയാണ് നമ്മുടെ BP പിള്ള സാറിന്റെയും കൂടി ഒരു നേതൃത്വത്തിലാണ് 2010 അതിനാവശ്യമായ ചട്ടഭേദഗതികൾ വരുത്തിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് അത് 2013 നമ്മുടെ 32/2013 ക്ലാസിഫിക്കേഷൻ ഓർഡർ ആയിട്ട് വന്നിട്ടുള്ളത്. അവിടുന്ന് ഒരു പ്രപ്പോസൽ അന്ന് ആ ഒരു പ്രപ്പോസൽ പറഞ്ഞത് എല്ലാ 3 വർഷം കൂടുമ്പോഴും ഇത് പരിഷ്കരിക്കണം എന്നെല്ലാം അതിന് സർക്കുലർ ഉണ്ടായെങ്കിലും അത് പരിഷ്കരിക്കേണ്ട ഉത്തരവാദിത്വം ഗവൺമെന്റിനാണ്. നമ്മുടെ നിയമത്തിലും സെക്ഷൻ 185 അത് കൃത്യമായിട്ട് പറയുന്നു. നമ്മുടെ ക്ലാസിഫിക്കേഷൻ സമയാസമയങ്ങളിൽ സർക്കാർ പരിഷ്കരിക്കണം എന്ന് പറഞ്ഞിട്ടും അത് സമയങ്ങളിൽ പരിഷ്കരിക്കാതിരുന്നു എന്നുള്ളത് ഒരു വലിയൊരു തെറ്റ് തന്നെയാണ്. കാലാനുസൃതമായ ഒരു ഉയർച്ച ഈ ഒരു ക്ലാസിഫിക്കേഷൻ നോംസിൽ വേണം എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആർക്കും ആ വിഷയത്തിൽ ഒരു തർക്കമില്ല. പക്ഷെ കോവിഡ് കഴിഞ്ഞ ശേഷം അല്ലെങ്കിൽ പ്രളയത്തിന് ശേഷം കോവിഡിന് ശേഷം സഹകരണ മേഖല അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും എന്നെക്കാളും കൂടുതൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു വർധനവിൽ നമ്മൾ ഒരു ക്രിയേറ്റ് ചെയ്തുകൊണ്ട് എല്ലാ സംഘടനകളുടെയും അഭിപ്രായങ്ങൾ ഈ പ്രത്യേകിച്ചും ചില പ്രത്യേക പോയിന്റുകളൊക്കെ ഉണ്ടാവും. ആ പോയിന്റുകളൊക്കെ നമുക്ക് പ്രത്യേകിച്ചും നോട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഡ്രാഫ്റ്റ് നമ്മുടെ സഹകരണ വീക്ഷണത്തിന്റെ
കൂടി ഒരു ഡ്രാഫ്റ്റ് നമുക്ക് ഒരു പരാതി ഈ ഡ്രാഫ്റ്റ് റൂളിനെതിരെ നൽകണമെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ടാണ് എല്ലാ സർവീസ് സംഘടനകളുടെയും നേതൃത്വത്തെ ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി നമ്മൾ ക്ഷണിച്ചിട്ടുള്ളത്. അപ്പം ഞാനതിൽ വലിച്ചു നീട്ടുന്നില്ല. ഏതായാലും ക്ലാസിഫിക്കേഷൻ സംബന്ധിച്ച കാര്യങ്ങളെ കുറിച്ചിട്ട് ഒരു 5 മിനിറ്റ് നമ്മുടെ BP പിള്ള സാറ് പറയും. സാറ് പറഞ്ഞ ശേഷം ഇടയ്ക്ക് നമുക്ക് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ വീണ്ടും നമുക്ക് പിള്ള സാറിന്റെ അടുത്തേക്ക് തന്നെ വന്ന് നമുക്ക് ഈ ഒരു ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാം. പിള്ള സാർ നമുക്കൊരു ഒരു ഒരു ഔട്ട്ലൈൻ തന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാമായിരുന്നു. സാറിന്റെ മൈക്ക് ഓൺ അല്ല. ഓക്കെ, റെഡി. ഞാന് നമ്മുടെ സംഗമത്തിന് ഈ സുധാകരൻ സാർ വന്നപ്പോൾ സാറിൻ്റെ അടുത്ത് എന്നെ കണ്ടപ്പോഴേ സാറിന് മനസ്സിലായി. സാറാണ് എന്നെ ആ ക്ലാസിഫിക്കേഷൻ നോംസ് തയ്യാറാക്കുന്നതിന് അന്ന് ചുമതലപ്പെടുത്തിയത്. 1993 പ്രാബല്യത്തിൽ വന്ന നമ്മുടെ ക്ലാസിഫിക്കേഷൻ നോംസ് 17 വർഷങ്ങൾക്ക് ശേഷമാണ് 2010 ഒരു ഡ്രാഫ്റ്റ് പരിഷ്കരിച്ച് കൊണ്ടിരുന്നത്. 9/2010 സർക്കുലർ പ്രകാരമാണ് ക്ലാസിഫിക്കേഷൻ നോംസ് അന്ന് സ്പെഷ്യൽ ഗ്രേഡ് മുതൽ ക്ലാസ് 7 വരെയുള്ള വിഭാഗം സംഘങ്ങളുടെ നോംസ് അന്ന് കൊണ്ടിരുന്നത്. 2013 സർക്കുലർ നമ്പർ 40/2013 പ്രകാരം 2013 സൂപ്പർ ഗ്രേഡ് CN ബാലകൃഷ്ണ സഹകരണ വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോഴാണ് സൂപ്പർ ഗ്രേഡ് എന്നൊരു ഗ്രേഡ് വരുന്നത്. അതിലൂടെ നമ്മുടെ കേരള സഹകരണ സംഘ ചട്ടം 182 ഓരോ 3 വർഷം കൂടുമ്പോൾ സർക്കാർ സ്വമേധയാലോ അല്ലെങ്കിൽ രജിസ്ട്രാറുമായി കൺസൾട്ട് ചെയ്തുകൊണ്ടോ 80-ാം വകുപ്പിന്റെ അനുബന്ധം 3 പ്രകാരമുള്ള ക്ലാസിഫിക്കേഷൻ നോംസ് പരിഷ്കരിക്കുമെന്നാണ് പറയുന്നത്. പക്ഷെ ഇപ്പൊ നമുക്കറിയാം 2010 ജനുവരി 1 പ്രാബല്യത്തിൽ വന്ന 9/2010 സർക്കുലർ പ്രാബല്യത്തിൽ വന്ന 4/1/2010 4/1/2010 അതിനുശേഷം ഇപ്പം 15 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഈ 15 വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് രണ്ടാമതൊരു ഡ്രാഫ്റ്റ് ഇറങ്ങിയത്. 2024 മാർച്ച് ഇതുപോലെ ഒരു ഡ്രാഫ്റ്റ് ഇറങ്ങിയിരുന്നു. അതുമായി വലിയ മാറ്റത്തിലാണ് ഇപ്പോഴത്തെ ഡ്രാഫ്റ്റ് ഇറക്കിയിരിക്കുന്നത്. അതിലൂടെ ഈ ക്ലാസിഫിക്കേഷൻ നോംസിൽ നേരത്തെ 7 നോംസേ ഉണ്ടായിരുന്നു. അതിൽ 4 കമ്പൽസറി, 3 ഓപ്ഷണൽ ഏതെങ്കിലും 2 കൂടെ സാക്ഷാത്കരിക്കണം. ക്ലാസ് 1 മുതൽ 4 വരെയുള്ള വിഭാഗം സംഘങ്ങൾക്ക്, ക്ലാസ് 1 സ്പെഷ്യൽ ഗ്രേഡ് മുതൽ 4 വരെയുള്ള വിഭാഗം സംഘങ്ങൾക്ക്, അല്ലെങ്കിൽ 2013 മുതൽ സൂപ്പർ ഗ്രേഡ് മുതൽ ക്ലാസ് 4 വരെയുള്ള സംഘങ്ങൾക്ക് കമ്പൽസറി നോംസ് 4 മന്ത്ലി ആവറേജ് വർക്കിംഗ് ക്യാപിറ്റൽ, മന്ത്ലി ആവറേജ് ഡെപ്പോസിറ്റ്, മന്ത്ലി ആവറേജ് ലോൺ ഔട്ട് സ്റ്റാൻഡിങ്, മുതൽ കുടിശ്ശിക, ഇത് 4 കമ്പൽസറി ആയിരുന്നു. ബാക്കി ഓപ്ഷണൽ 3 ഉണ്ടായിരുന്നു. ലാഭത്തിൽ പ്രവർത്തിക്കേണ്ട വർഷങ്ങൾ, ലാഭവിഹിതം നൽകേണ്ട വർഷങ്ങൾ, ഓഡിറ്റ് ക്ലാസ്, ഇത് 3 ഏതെങ്കിലും 2 സാക്ഷാത്കരിച്ചാൽ മതിയായിരുന്നു. ആ 7 നോംസിന്റെ സ്ഥാനത്ത് ഇപ്പോൾ 9 നോംസ് ആണ് വന്നിരിക്കുന്നത്. പക്ഷേ വികൃതം അല്ലെങ്കിൽ എന്താണ് വിരോധാഭാസം എന്ന് പറയട്ടെ. ഇപ്പൊ ആ ക്ലാസിഫിക്കേഷൻ ഡ്രാഫ്റ്റ് റൂൾസിന്റെ അടിയിൽ കൊടുത്തിരിക്കുന്നത് ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ് മുതൽ ക്ലാസ് 4 വരെയുള്ള വിഭാഗം സംഘങ്ങൾക്ക് 1, 2, 3, 4, 8, 9, 10 എന്നീ നിബന്ധനകൾ നിർബന്ധമായും ശേഷിക്കുന്നതിൽ ഏതെങ്കിലും 2. അവിടെ 10 എന്നൊരു നിബന്ധന ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല, 9 കാണുന്നുള്ളൂ. ഇത് ഡ്രാഫ്റ്റ് ആണ്. അത് കാരണം നമുക്ക് ഈ ന്യൂനതകൾ ചൂണ്ടിക്കാട്ടിയാൽ പരിഹരിക്കാനായിട്ട് സാധിക്കും. ഒരു കാര്യം കൂടെ പറയാം. ഞാനന്ന് വന്നപ്പം പറഞ്ഞിരുന്നു ഈ വിഷയം ഞാൻ മിനിസ്റ്ററുടെ ശ്രദ്ധയിൽപ്പെടുത്താം. ഇന്ന് ഉച്ചകഴിഞ്ഞ് മിനിസ്റ്ററുടെ ഓഫീസിൽ പോയിരുന്നു. നിർഭാഗ്യകരമെന്ന് വരട്ടെ, ഇന്ന് ക്യാബിനറ്റ് മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ തന്നെ വാസം സാറ് കോട്ടയത്ത് പോയി. മിനിസ്റ്ററെ കാണാൻ പറ്റിയില്ല. ഞാൻ പ്രൈവറ്റ് സെക്രട്ടറിയെ കണ്ടു, ദീപു സാർ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയെ കണ്ടു. എന്നെ കണ്ടപ്പോഴേ മനസ്സിലായി ഇതാ വിഷയം. എൻ്റെ അടുത്ത് പറഞ്ഞു, ഇപ്പം നമുക്ക് സമയമുണ്ടല്ലോ, ഇലക്ഷൻ പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ പെരുമാറ്റച്ചട്ടം വന്നിരിക്കുന്ന കാരണം ഈ ക്ലാസിഫിക്കേഷൻ നോംസ് ഇലക്ഷൻ കഴിഞ്ഞിട്ടേ പ്രഖ്യാപിക്കുള്ളൂ, സമയമുണ്ട്. അത് കാരണം ആ ന്യൂനതകൾ എന്തൊക്കെയാണ് എന്ന് സാറിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് ഒരു ചെറിയ കുറിപ്പായി ഇവിടെ കൊണ്ട് തന്നാൽ മതി, നമുക്കത് പരിഹരിക്കാമെന്ന് തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇങ്ങനെയുള്ള ഈ ചർച്ചകൾക്ക് ശേഷം ഒരെണ്ണം തയ്യാറാക്കാം. നമ്മൾ സഹകരണ വീക്ഷണത്തിൻ്റെ നിർദ്ദേശങ്ങൾ, ഭേദഗതി നിർദ്ദേശങ്ങൾ വീക്ഷണം തന്നെ കൊടുക്കുക. ഞാൻ എൻ്റെ കാഴ്ചപ്പാടിൽ ഈ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വരുന്ന അഭിപ്രായങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും അത് കൊടുക്കാൻ പോകും. അതിലിവിടെ
10 നോംസ് വന്നിരിക്കുന്നു. ആ 9 നോംസ് വന്നിരിക്കുന്നു. അതിൽ പുതിയതായി കൂട്ടിച്ചേർക്കപ്പെട്ട 2 നോംസ്, ഒന്ന് ഗവൺമെന്റില് അടയ്ക്കാനുള്ള തുകകളിൽ കുടിശ്ശിയൊന്നും ഉണ്ടാകാൻ പാടില്ല. ഗവൺമെന്റ് കുടിശ്ശികൾ മുഴുവൻ തീർത്തിരിക്കണം. നമുക്ക് ഗവൺമെന്റിൽ കുടിശ്ശിക എന്ന് പറയുന്നത് ഓഡിറ്റ് കോസ്റ്റോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഗതികളിലെ കുടിശ്ശിക വരാൻ സാധ്യതയുള്ളൂ. അതൊക്കെ നമ്മൾ മുൻകൂർ കെട്ടിവെക്കുന്ന, അങ്ങനെ വലിയ കുടിശ്ശിക ഏത് മേഖലയിലാണ് ഉണ്ടാകുന്നത് എനിക്ക് അറിയാല. അതിനുള്ള ഗവൺമെന്റ് അല്ലെങ്കിൽ സഹകരണ വകുപ്പ് സമ്മതിക്കാറുമില്ല. 2, വേറെ ഒരു ന്യൂനത, ഓഡിറ്റ് സമയബന്ധിതമായി പൂർത്തിയാക്കിയിരിക്കണം. ന്യൂനത പരിഹരണ റിപ്പോർട്ട് ഉണ്ടായിരിക്കണം. ഓഡിറ്റ് സമയബന്ധിതമായി പൂർത്തിയാക്കണം. ഞാനിന്ന് അവിടെ സഹകരണ വകുപ്പിൽ നിന്ന് വന്ന ഒരു ഉദ്യോഗസ്ഥൻ മിനിസ്റ്റർ ഓഫീസിലുണ്ട്, അജിത് സാറ്, നമ്മുടെ SPCSന്റെ സെക്രട്ടറി ആയിരുന്നതാണ്. ഞാൻ സാറിനോട് ചോദിച്ചു, സാറേ ഇതെന്താണ് ഇങ്ങനെ ഒരു നിർദ്ദേശം? ഓഡിറ്റ് സമയബന്ധിതമായി പൂർത്തിയാക്കേണ്ടത് സംഘത്തിന്റെ ഉത്തരവാദിത്തമാണ്, ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ, ഓഡിറ്റ് ഡയറക്ടറേറ്റിന്റെ ഉത്തരവാദിത്തമല്ലേ? നമ്മൾ മാർച്ച് സഹകരണ നിയമത്തിൽ വ്യവസ്ഥയുണ്ട്, 64 വകുപ്പില് വ്യവസ്ഥയുണ്ട്. സാമ്പത്തിക വർഷം പൂർത്തിയായി കഴിഞ്ഞാൽ 1 മാസത്തിനകം ആ സംഘത്തിന്റെ വാർഷിക കണക്കുകൾ സെക്രട്ടറി തയ്യാറാക്കിയിരിക്കണമെന്നും മെയ് ആദ്യം തന്നെ സെക്രട്ടറി തയ്യാറാക്കിയ വാർഷിക കണക്കുകൾ ശരിയാണോ എന്ന് പരിശോധിക്കാൻ ഭരണസമിതിക്ക് നൽകണമെന്നും നിബന്ധനയുണ്ട്. അത് പാലിക്കുന്നില്ല. ഏപ്രിൽ 30 വാർഷിക കണക്കുകൾ സെക്രട്ടറി തയ്യാറാക്കിച്ചിട്ടില്ല എങ്കിൽ സഹകരണ നിയമത്തിന്റെ 94 വകുപ്പിന്റെ 4 ഉപവകുപ്പ് അനുസരിച്ച് 10,000 രൂപ വരെ ശിക്ഷിക്കാൻ ബാധ്യസ്ഥനാവും സെക്രട്ടറി. അങ്ങനെ ഒരു നിബന്ധന നമ്മുടെ 64 വകുപ്പിലുണ്ട്. അതിവിടെ ഓഡിറ്റ് സമയബന്ധിതമായി പൂർത്തിയാക്കുക. ഇവിടെ കേരള സഹകരണ സംഘ നിയമത്തിന്റെ 29 വകുപ്പിൽ മാർച്ച് 31 കഴിഞ്ഞാൽ 6 മാസത്തിനകം സെപ്റ്റംബർ 30 വാർഷിക പൊതുയോഗം വിളിച്ചു കൂട്ടണം. ആ വാർഷിക പൊതുയോഗത്തിലെ ഒരു അജണ്ട ഐറ്റമാണ് വിഭജിക്കാനുള്ള ലാഭം നിയമാവലി വ്യവസ്ഥകൾക്ക് വിധേയമായി വിഭജനം നടത്തുക, ഫ്രീ റിസർവുകളിലോട്ടും ഡിവിഡൻഡായിട്ടും. ഇത് സാധ്യമാകണമെങ്കിൽ നമുക്ക് ഓഡിറ്റ് റിപ്പോർട്ട് സെപ്റ്റംബർ 15 മുമ്പ് കിട്ടണം. 15 ദിവസം പത്രവിജ്ഞാപനം നടത്തിയാൽ മാത്രമേ പൊതുയോഗം വിളിച്ചു കൂട്ടാൻ പറ്റുള്ളൂ. അതിനു മുമ്പ് നമുക്ക് ഓഡിറ്റ് റിപ്പോർട്ട് കിട്ടണം. ആ ഓഡിറ്റ് റിപ്പോർട്ട് താമസിപ്പിക്കുന്നതിനുള്ള കാരണം സംഘമല്ല, ഓഡിറ്റ് ഡയറക്ടറേറ്റിൽ നിന്ന് ആൾക്കാരെ കിട്ടാത്തതാണ്. ഈ ഒരു വ്യവസ്ഥയ്ക്ക് എന്ത് പ്രസക്തിയാണ് അതിൻ്റെ അകത്തുള്ളത് എന്ന് ഞാൻ ചോദിച്ചു. അതിങ്ങനെ ഒരു കുറിപ്പായി തന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നമ്മളുടെ 3 ഫ്ലെക്സിബിൾ നോംസ് ഞാൻ കൊടുത്തിരുന്നു. ഞാൻ അവിടെ രണ്ടിടത്തൊക്കെ പറഞ്ഞു. അതായത് പലിശ വരവിൽ പലിശ ചെലവ്, പലിശ വരവിൽ പ്രൊവിഷൻ ചെലവ്, പലിശ വരവും പലവക വരുമാനം കൂടുന്ന മൊത്തം വരുമാനത്തില് ശമ്പള ചെലവും തൻചെലവും കൂടുന്ന ഓപ്പറേഷൻ കോസ്റ്റ്. ഇതെന്തുകൊണ്ട് ഉൾപ്പെടുത്തിയില്ല? ഇത് മിനിസ്റ്റർ നിർദ്ദേശിച്ചപ്പോൾ നല്ല നിർദ്ദേശം, നമുക്ക് ഉൾപ്പെടുത്താമെന്ന് പറഞ്ഞു. 1 മാസം മുമ്പ് എന്നെ കണ്ടപ്പോഴും പറഞ്ഞു ഞാൻ കൊടുത്ത നിർദ്ദേശങ്ങൾ പുതിയ നോംസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറയും. പക്ഷെ നിർഭാഗ്യകരെന്ന് പറയട്ടെ, ഇത് 3 അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. ഇത് 3 സാക്ഷാത്കരിക്കുന്ന ഒരു സ്ഥാപനം ഒരിക്കലും നഷ്ടത്തിൽ വരികയില്ല. പലിശ വരവിന്റെ 70% അധികരിച്ച് പലിശ ചെലവ് ഉണ്ടാകാൻ പാടില്ല. ഞാനിതൊരു ഏകപക്ഷീയമായി ഒരു മാനദണ്ഡം ഇല്ലാതെ പറഞ്ഞതല്ല. ഞാൻ ഒരു 10-700 സർവീസ് ബാങ്കുകളുടെ ബാലൻസ് ഷീറ്റും P&L അക്കൗണ്ടും ഒക്കെ വിശകലനം നടത്തിയിട്ടുണ്ട്. ഈ അടുത്ത നാളിൽ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിന്റെ ചെലവിൽ SC/ST-യിൽ 180 സർവീസ് കോപ്പറേറ്റീവ് ബാങ്കുകൾ നെറ്റ്വർത്ത് നെഗറ്റീവ് ആയിട്ടുള്ള സ്ഥാപനങ്ങളുടെ ബാലൻസ് ഷീറ്റും P&L അക്കൗണ്ടും ഒക്കെ വിശകലനം നടത്തി. ആ വിശകലനത്തിലൂടെ എനിക്ക് കിട്ടിയ അറിവ്, അല്ലാണ്ട് ഒരു പുസ്തകത്തിന് കിട്ടിയ അറിവല്ല ഞാൻ പറയുന്നത്. ഒരു സാധാരണ ഒരു ന്യായമായ ഒരു ഫണ്ട് മാനേജ്മെന്റ് നടത്തുന്ന ഒരു സ്ഥാപനത്തിന് ഒരിക്കലും 70%-ലധികം പലിശ വരവിൽ പലിശ ചെലവ് ഉണ്ടാകാറില്ല. നിങ്ങളിപ്പോ ഈ വെബിനാറിൽ പങ്കെടുക്കുന്ന ആൾക്കാരുടെ തന്നെ കഴിഞ്ഞ കൊല്ലത്തെ 25 മാർച്ച് 31 24 മാർച്ച് 31 അവസാനിച്ച ലാഭനഷ്ട കണക്കൊന്ന് നോക്കുക. 70%-നുള്ളിലായിരിക്കും പലിശ വരവിൽ പലിശ ചെലവ്. അന്നേരം 70% ആണെങ്കിൽ 30% അവിടെ പലിശ മിച്ചം കിട്ടും. കുടിശ്ശിക പലിശയ്ക്കും അതിൽ ഞാൻ ഇന്റർവ്യൂ ചെയ്യാണ്. ഈ പലിശ വരവിന്റെ 70% എന്ന് പറയുന്നത് സാർ ഒരു പ്രപ്പോസൽ പറഞ്ഞു. എന്നാലും ഈ ഡ്രാഫ്റ്റ് റൂളിൽ ഇല്ലാത്തതാണ് എങ്കിൽ പോലും അതൊരു പ്രായോഗികമായിട്ട് സഹകരണ സംഘങ്ങളിൽ സാധിക്കുമോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. കാരണം എന്താ വെച്ചാല് നമ്മള് ഈ പലിശ നിശ്ചയിക്കുന്നത് സംഘങ്ങളല്ലല്ലോ. സംഘങ്ങൾക്ക് പരമാവധിയുള്ള എമൗണ്ട് മാത്രമേ ഫിക്സ് ചെയ്യാനുള്ള അധികാരമുള്ളൂ. അപ്പം പല സമയത്തും ഇപ്പോൾ കഴിഞ്ഞ വർഷം 9.5% ഡെപ്പോസിറ്റ് മൊബിലൈസേഷന്റെ ഉയർത്തി കുറച്ചു കാലം. അതേപോലെ സർക്കാർ തീരുമാനിക്കുമ്പോൾ നമ്മുടെ പലിശ ചെലവ് കൂടുകയാണ്. നമ്മൾ സംഘങ്ങളല്ല അവിടെ തീരുമാനിക്കുന്നത്. അപ്പൊ നമുക്ക് അതിലൊരു ക്ലിയർ കട്ടായിട്ട് നമ്മളല്ല ഫണ്ട് മാനേജർ എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അതേപോലെ നമ്മൾ എക്സ്ട്രാ കേരള ബാങ്കിൽ പണം നിക്ഷേപിക്കുന്നു, കേരള ബാങ്കിന്റെ ഇൻട്രസ്റ്റ് ഇൻകം നമുക്ക് കുറയുന്നു.
അപ്പൊ അവിടെയൊന്നും നമ്മൾക്ക് അതിനനുസരിച്ച് നമുക്ക് വേറെ ഇസാഫ് ബാങ്കിൽ ചിലപ്പോൾ ഇൻട്രസ്റ്റ് കൂടുതലായിട്ട് നമുക്ക് അങ്ങോട്ട് മാറ്റാനുള്ള പ്രൊവിഷൻ ഇല്ല. അപ്പൊ നമ്മൾ 100% നമ്മളല്ല ഫണ്ട് മാനേജർ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം എന്നുള്ളതാണ്. ഓക്കെ, അവിടെ നമ്മൾ കോസ്റ്റിൽ മാത്രമല്ല അതിന്റെ ഈൽഡിലും ഈ പലിശ നിരവിൽ മാറ്റം വരുമ്പോൾ അതിലും വ്യതിയാനം ഉണ്ടാകും. ഞാനിപ്പോൾ ഈ സമീപകാലത്ത് 2025 നടത്തിയ അനാലിസിസ് അല്ല, ഞാൻ 1995 മുതൽ, ഒരുപക്ഷെ ശ്രീയത്തിന് ഓർമ്മ കാണുമായിരിക്കും, ഡെവലപ്മെന്റ് ആക്ഷൻ പ്ലാൻ എന്നൊരു ട്രെയിനിങ് പ്രോഗ്രാം 6 ദിവസ പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഞാൻ അവിടെ ഡയറക്ടർ ആയിരുന്നപ്പോൾ 6 ദിവസ പ്രോഗ്രാമിൽ ഞാൻ തന്നെ ബാങ്കുകളുടെ 4 കൊല്ലത്തെ സ്ഥിര കണക്കുകൾ കൊണ്ടുവന്ന് അതിന്റെ അനാലിസിസ് നടത്തി അതിന്റെ അടിസ്ഥാനത്തിലാണ് ആക്ഷൻ പ്ലാൻ തയ്യാറാക്കിയിരുന്നത്. ആ 94 മുതലുള്ള ഒരു അറിവ് എനിക്കുണ്ട്. അത് വെച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു 70% മുകളിൽ വരികയല്ല. ഇവിടെ പലിശ നിരക്ക് നിശ്ചയിക്കുന്നത് ഗവൺമെന്റ് ആയിക്കോട്ടെ, റെഗുലേറ്ററി അതോറിറ്റി ആയിക്കോട്ടെ, ആര് വേണേലും ആയിക്കോട്ടെ. നമ്മുടെ നിക്ഷേപം എന്ന നമ്മുടെ ബാധ്യതയിൽ 63-ാം ചട്ടപ്രകാരമുള്ള തരളധനം വെച്ച് കഴിഞ്ഞ് ബാക്കി 80% ലെൻഡബിൾ ഫണ്ട് ഉണ്ട്. ആ 80 എന്നുള്ളത് 70-ഓ 60% കൊടുത്താൽ പോലും നമുക്ക് വായ്പയിൽ നിന്ന് കിട്ടുന്ന പലിശ വരവും മിച്ചമുള്ളത് തരളധനവും മിച്ച ഡെപ്പോസിറ്റും കേരള ബാങ്കിലോ മറ്റ് അനുവദനീയ മേഖലകളിലോ ഇൻവെസ്റ്റ് ചെയ്താൽ അതിൽ നിന്ന് കിട്ടുന്ന മൊത്തം പലിശയും, ടോട്ടൽ ഇൻട്രസ്റ്റ് ഇൻകമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇൻട്രസ്റ്റ് ഫ്രം ലോൺസ് പ്ലസ് ഇൻട്രസ്റ്റ് ഫ്രം ഇൻവെസ്റ്റ്മെന്റ്, ആ മൊത്തം പലിശ എന്ന് പറയുന്നത് നമ്മുടെ പലിശ വരവെന്ന് പറയുന്നത് നമ്മുടെ പലിശ ചെലവുമായി കമ്പയർ ചെയ്യുമ്പോൾ പലിശ വരവിൽ പലിശ ചെലവ് എന്ന് പറയുന്നത് എത്ര വികലമായ അനാരോഗ്യകരമായ പലിശ നിരക്കായാൽ പോലും ഒരു 70% മുകളിൽ സാധാരണഗതിയിൽ വരാറില്ല. അത് വരണമെങ്കിൽ അങ്ങനെ സംഭവിക്കുന്നത് എപ്പോഴാണ്? ഭീമമായ തുക അക്യുമുലേറ്റഡ് ലോസ് ഉണ്ട്, ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ വായ്പയിൽ നിന്നുള്ള പലിശ വരവും ഇൻവെസ്റ്റ്മെന്റും കൂടുന്ന തുകയേക്കാൾ വളരെ കൂടുതലായി ഡെപ്പോസിറ്റും ബോറോയിങ്ങും ഉള്ള ഒരു വികൃതമായ ബാലൻസ് ഷീറ്റ്, അനാരോഗ്യകരമായ ബാലൻസ് ഷീറ്റ് ആണെങ്കിൽ ഇത് 80, 85, 90% വരും. അല്ലാത്ത ഗതിയിൽ സാധാരണ വായ്പ CD റേഷ്യോ ഒരു 55, 60% ബാക്കി മുഴുവൻ ഇൻവെസ്റ്റ്മെന്റും ആണെങ്കിൽ പോലും ഒരു 70% മുകളിൽ വരികയല്ല. ഈ പ്രപ്പോസൽ നമുക്ക് കുറച്ചും കൂടി ലാസ്റ്റിലേക്ക് എത്തിക്കാം. ഈ പ്രപ്പോസൽ ഒക്കെ അപ്പൊ നമുക്ക് ഇനിയിപ്പോ ഇവരുടെ ചർച്ച നടക്കുന്ന ഇടയ്ക്ക് സാറിനൊന്ന് അവരുടെ അഭിപ്രായങ്ങളിൽ സാർ ഒരു അഭിപ്രായം പറഞ്ഞിട്ട് നമുക്ക് അവസാനം കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് ഈ സാറിന്റെ 3 പ്രപ്പോസലും കൂടി നമുക്ക് അതിൽ വെക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിലേക്ക് തുടങ്ങാം. നമുക്ക് ED സാബു അവൈലബിൾ ആണോ? അല്ല സാറേ, പാക്സിന്റെ അസോസിയേഷന്റെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് KB അഭിലാഷും ഉണ്ട് കേട്ടോ. അഡ്വക്കേറ്റ് എത്തിയുണ്ടോ? ഉണ്ട്. ശരി, ഞാൻ മനു ദിവാകരൻ ഉണ്ടല്ലോ? ഉണ്ട്. സാറേ, നമുക്ക് ശ്രീ മനു ദിവാകരൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗമാണ് CAT-യുടെ. അദ്ദേഹം ഈ അപ്ലിക്കേഷൻ നോംസ് സംബന്ധിച്ച നിലപാടുകൾ പറയും. അപ്പൊ അത് എല്ലാവർക്കും കേൾക്കാൻ വേണ്ടി സാറിനെ വിളിക്കുന്നു. സഹകരണ വീക്ഷണത്തിന്റെ 1ാം വാർഷികം കഴിഞ്ഞുള്ള ആദ്യത്തെ വെബിനാറാണ്. അതിൽ പറഞ്ഞത് 40ാമത്തെ വെബിനാറാണ് ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇങ്ങനെയൊരു അടിയന്തര പ്രാധാന്യമുള്ള വിഷയത്തിൽ ഇങ്ങനെയൊരു യോഗം നടത്താനും എല്ലാ സർവീസ് സംഘടനകളുടെയും ടാക്സിന്റെയും പ്രതിനിധിയെ പങ്കെടുപ്പിച്ചുകൊണ്ട് ചർച്ച ചെയ്യാൻ തയ്യാറായിട്ട് കേരള കോർപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ CAT-നുള്ള സന്തോഷം പ്രകടിപ്പിക്കുകയാണ്. ഈ ക്ലാസിഫിക്കേഷൻ നോംസ് 32/2013 സർക്കുലർ പ്രകാരം ആണ് ഇതിന് മുമ്പ് അതൊരു ഭേദഗതിയായിട്ട് വന്നിട്ടുള്ളത്. അതിനുശേഷം 12 വർഷത്തിന് ശേഷമാണ് ഇപ്പം ഹലോ, കേൾക്കുന്നില്ലല്ലോ? മനു സാറെ കേൾക്കുന്നില്ലല്ലോ? ശ്രീ മനു ദിവാകരൻ, ഹലോ, സൗണ്ട് ഇല്ല, അദ്ദേഹം ലൈനിൽ പോയി തോന്നുന്നുണ്ട്. നമുക്ക് VN സുരേഷ് ബാബു ലൈനില് ഉണ്ടാവും. VN സുരേഷ് ബാബു സംസ്ഥാന സെക്രട്ടറി ATC. അദ്ദേഹം സ്ഥലത്ത് ഉണ്ടല്ലോ, അവൈലബിൾ അല്ലേ? അതെ, ഉണ്ട്. സുരേഷ് സാർ, ഈ വെബിനാറിന്റെ കോർഡിനേറ്റർ
മോഡറേറ്റർ ശ്രീ ശ്രീജിത്ത് മുല്ലശ്ശേരി, വിഷയം അവതരിപ്പിച്ച ശ്രീ ബി പി പിള്ള സാർ, സഹകരണ വീക്ഷണം കോർഡിനേറ്റർ ശ്രീ അരുൺ ശിവാനന്ദൻ, ചർച്ചയിൽ പങ്കെടുക്കുന്ന ഇ ഡി സാബു, ശ്രീ മനു ദിവാകരൻ, ശ്രീ സുരേഷ് അമ്പക്കാട്, ശ്രീ രജീഷ് പി, ശ്രീ പൊൻപാറ കോയക്കുട്ടി സാർ, പ്രിയ സഹകാരി സുഹൃത്തുക്കളെ, പ്രിയമുള്ളവരെ. അപ്പോൾ നേരത്തെ പിള്ള സാർ ഇവിടെ അവതരിപ്പിച്ചു, ഈ നമ്മുടെ ക്ലാസിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് ദീർഘനാളിന് ശേഷമാണ് ഒരു ഭേദഗതി നിർദ്ദേശം ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നമ്മൾ നിലവിലുണ്ടായിരുന്ന സംവിധാനങ്ങളെല്ലാം വലിയ വർധനമാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം, സാമൂഹ്യ സാഹചര്യം നമുക്കറിയാം. സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്, കോവിഡുമായി ബന്ധപ്പെട്ട്, നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ ചില ഒറ്റപ്പെട്ട സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ സംഘങ്ങളുടെ നിക്ഷേപങ്ങളിലെല്ലാം ഒരു കുറവ് ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പൊ നിലവിലുള്ളത്. അത്തരമൊരു സാഹചര്യത്തിൽ ഇതുപോലുള്ള വർധനവ് അടക്കമുള്ള കാര്യങ്ങൾ, എല്ലാ കാര്യത്തിലും അനിവാര്യമായ വർധനവാണ്, പുതിയ കാലഘട്ടത്തിൽ അത് വരേണ്ടതാണ്. എന്നാൽ അത് പെട്ടെന്ന് ഇത്തരം ഒരു സാഹചര്യത്തിൽ നടക്കുമ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ക്ലാസിഫിക്കേഷനിലെല്ലാം പ്രവർത്തിക്കുന്ന സംഘങ്ങളെല്ലാം പുറകോട്ട് പോകാനുള്ള സാഹചര്യങ്ങൾ വളരെ കൂടുതലാണ്. അത്തരമൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ സഹകരണ സംഘങ്ങൾക്ക്, അതായത് പൊതുസമൂഹത്തിലുള്ള ഒരു അവമതിപ്പ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഒന്നാമതായി നമുക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യങ്ങൾ. അപ്പൊ ഇത് ഉടൻ നടപ്പാക്കുന്നതിനെ സംബന്ധിച്ച് നമുക്ക് ചെറിയ സാവകാശം അടക്കം വേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിനുവേണ്ടിയുള്ള ഒരു സംവിധാനങ്ങൾ ഉണ്ടാകണം. അതുപോലെ തന്നെ പിള്ള സാർ സൂചിപ്പിച്ച പോലെ തന്നെ രണ്ട് സാറ് പറയുന്ന ആ ഭേദഗതികൾ അത് നമുക്ക് അനിവാര്യമായി നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് ഫണ്ടുകളുടെ കുടിശ്ശിക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമല്ല. ഓഡിറ്റ് ഫീസും ഡിവിഡൻഡ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് എല്ലാ സംഘങ്ങളും പാലിക്കുന്നത്. അതുപോലെ തന്നെ ആഡിറ്റ് പൂർണ്ണതയുമായി ബന്ധപ്പെട്ട് ഇന്ന് നമുക്ക് സംഘങ്ങൾക്കെല്ലാം ഒരു പരിധിവരെ, ഇപ്പോൾ നമുക്ക് ഈ വർഷം ആഡിറ്റുമായി ബന്ധപ്പെട്ട് ഒരു മിക്ക സംഘങ്ങൾക്കും ഇപ്പൊ സർട്ടിഫിക്കറ്റുകൾ കിട്ടിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പാക്സുകളുടെ കാര്യത്തിൽ സാർ പറഞ്ഞ കറക്റ്റ് ആയിരിക്കും. പക്ഷെ ഇപ്പോഴും മിസ്ലേനിയസ് സൊസൈറ്റികളുടെ കാര്യത്തിലൊക്കെ ഇപ്പോഴും ഓഡിറ്റ് കഴിയാത്ത നിരവധി സംഘങ്ങൾ കേരളത്തിലുണ്ട്. തിരുവനന്തപുരത്ത് നിരവധി സംഘങ്ങൾക്ക് ഇപ്പോഴും പാക്സിന് കിട്ടിയിട്ടില്ല. അപ്പൊ അത് ജനറലൈസ് ചെയ്ത് പറയുമ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം 1600 പാക്സുകൾ മാത്രമല്ല 14,000-ഓളം സംഘങ്ങൾക്കും കൂടി ബാലൻസ് ഉണ്ട്. ഓക്കെ. അപ്പൊ നമുക്കത് പൊതുവായി ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. അപ്പൊ ആ ഭേദഗതികൾക്ക് കൂടി ഒരു സാവകാശം കണ്ടുകൊണ്ട് നമുക്ക് ഈ മാറിയ കാലഘട്ടത്തിൽ ഇപ്പൊ നമുക്കറിയാം, പുതിയ ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് സ്പെഷ്യൽ സൂപ്പർ ഗ്രേഡ് എന്ന് പറയുന്ന ഒരു പുതിയ അതും, അതുപോലെ തന്നെ 7ാമതൊരു ക്ലാസ് കൂടിയാണ് നമുക്ക് പുതുതായി ഈ കരടിൽ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. അത് ഏതാനും നല്ലൊരു സംവിധാനമാണ്. പക്ഷെ അത് നടപ്പിലാക്കി എടുക്കുന്നതിന് വേണ്ടി ഇത്ര ഭീമമായ വർധനവ് ഒരു സാവകാശം വേണം എന്നുള്ളതാണ്. അതിനുവേണ്ടിയുള്ള ഒരു യോജിച്ച പോരാട്ടം അനിവാര്യമാണ്. സ്പെഷ്യലായി സൂചിപ്പിച്ചതുപോലെ എല്ലാ സംഘടനകൾക്കും സഹകരണ വീക്ഷണത്തിൽ അടക്കമുള്ള ഇത് നമ്മുടെ പ്രപ്പോസലുകൾ നമുക്ക് കൊടുക്കാൻ കഴിയണം. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് കൗൺസിലിന്റെ എല്ലാ പിന്തുണയും ഇതിന് ഉണ്ടാകുമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഞങ്ങളുടെ പ്രപ്പോസലും ഞങ്ങൾ തയ്യാറാക്കി സമയബന്ധിതമായി തന്നെ കൊടുക്കുന്നതിനുള്ള ഒരു സബ് കമ്മിറ്റി രൂപീകരിച്ച് അതിന്റെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് നമുക്ക് യോജിച്ചുള്ള കാര്യങ്ങൾക്കും അത് അനിവാര്യമാണ്. അതുകൊണ്ട് ഈ സഹകരണ വീക്ഷണവുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിപാടിക്ക് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ ചുരുക്കുന്നു. വളരെ സന്തോഷം. സാറേ, ഞാനൊന്ന് പറഞ്ഞോട്ടെ, സ്വാഭാവികമായിട്ട് ഞാൻ പറഞ്ഞു വന്നത് ഏതാണ്ട് 2013 ശേഷം 12 വർഷത്തിന് ശേഷമാണ് നമ്മുടെ ക്ലാസിഫിക്കേഷന്റെ മാനദണ്ഡങ്ങൾ മാറ്റുന്നത്. അതിനകത്ത് ഒരു വർഷത്തിൽ 10% വർധനം ഉണ്ടായാൽ പോലും 120% വർധനമാണ് ആകെ ഉണ്ടാകുന്നത്. നമുക്ക് ഒട്ടേറെ പ്രതിസന്ധികൾ ഉണ്ടായതിന്റെ ഭാഗമായിട്ട് തന്നെ നമുക്കത് 100% നിജപ്പെടുത്തേണ്ട ഒരു സാധ്യത ഉള്ളപ്പോൾ വലിയ വർധനവ് ക്ലാസ് ഫൈവ് സംഘത്തിന്റെ ലോണിൽ 760% വർധന ഉണ്ടാക്കിയിരിക്കുകയാണ്. എല്ലാത്തിലും വർക്കിംഗ് ക്യാപിറ്റൽ കാര്യത്തിൽ ക്ലാസ് 1 സ്പെഷ്യൽ ഗ്രേഡ് ബാങ്കിൽ 450% വർധനവ്, 100% ഒന്നുമില്ല, 450% വർധനവ്. എല്ലാത്തിലും ഡെപ്പോസിറ്റിലാണെങ്കിലും ഏതാണ്ട് 626% വർധനമാണ് ക്ലാസ് ഫൈവ് സംഘത്തിലെ കൊണ്ടത്. അത് ക്ലാസ് ഫൈവ് സംഘങ്ങളെ എങ്ങനെ ക്ലാസ് 7 ആക്കുക എന്നുള്ള വലിയൊരു ഉദ്ദേശം, ഒരു ഗൂഢമായ ലക്ഷ്യം ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. നമ്മൾ പലപ്പോഴും ഉദ്യോഗസ്ഥന്മാർ ഇതിനെ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ അവരാരുമല്ല തയ്യാറാക്കിയെന്നുള്ള അഭിപ്രായമാണ് അവരെത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ആരാണ് തയ്യാറാക്കിയത്? തൊഴിലാളി സംഘടനകളും സഹകാരികളും ഒറ്റക്കെട്ടായി നിന്നില്ല എങ്കിൽ ഇതിൽ വലിയ തകർച്ചയുണ്ടാവും. അത് വലിയ സംഘങ്ങളെ ചെറിയ സംഘങ്ങളെ ഒരുപോലെ ബാധിക്കുന്ന ഒരവസ്ഥാവിശേഷമാണ്. ഇതിനകത്ത് കുറേയേറെ കാര്യങ്ങൾ പറയാറുള്ളത്. അല്ല, മനു സാറ് പറഞ്ഞ
ആരാണ് തയ്യാറാക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അതിനൊരു ഒരു മറുപടി ഞാൻ പറഞ്ഞേക്കാം. ഇപ്പൊ കുറച്ചു കാലങ്ങളായി കാരണം തിരുവനന്തപുരം സഹകരണ ഭവനില് നടക്കുന്ന പല കാര്യങ്ങൾക്കും ഔട്ട്സോഴ്സ്ഡ് ആളുകളാണ് ഈ നിർദ്ദേശങ്ങൾ തയ്യാറാക്കുന്നു എന്നുള്ളതാണ് നമ്മൾ അറിയുന്ന കാര്യങ്ങൾ. കണ്ടിന്യൂ. അതിനകത്ത് ഇപ്പൊ വർക്കിംഗ് ക്യാപിറ്റൽ ഡെപ്പോസിറ്റിൽ നമ്മൾ അന്തരം വെക്കണം. ഇപ്പൊ നമുക്ക് പല സംഘങ്ങളും, വലിയ സംഘങ്ങളൊക്കെ തന്നെ ബോറോയിങ്സിനെ ബാധിക്കാതെ തന്നെ, ബോറോയിങ്സ് എടുക്കാതെ തന്നെ സംഘങ്ങൾ നിലനിന്ന് പോകുന്നുണ്ട്. അവർക്ക് ഈ വർക്കിംഗ് ക്യാപിറ്റൽ ഡെപ്പോസിറ്റ് നമ്മൾ അന്തരം കുറച്ചില്ല എങ്കിൽ വലിയ രീതിയിൽ ആ സംഘങ്ങൾക്ക് പ്രതിസന്ധി ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. മറ്റൊന്ന്, ഇതുമായി ബന്ധപ്പെട്ട നോംസ് അച്ചീവ് ചെയ്യാതെ ഡീഗ്രേഡ് ചെയ്യപ്പെടുന്ന സംഘങ്ങൾ, അവർക്ക് അതും സമയപരിധി എന്ന് പറഞ്ഞാൽ ഒരു 6 മാസം അല്ലെ 12 മാസം. അത് നമുക്ക് പുതുതായി തന്നെ ഒരു 3 വർഷത്തെ കാലാവധിയെങ്കിലും അവർ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നമുക്ക് പുതിയ ഭേദഗതിയുടെ ഭാഗമായിട്ട് കൊണ്ടുവരാൻ വേണ്ടി കൂട്ടായി പരിശ്രമിക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊന്ന് പ്രധാനമായിട്ടും ഈ നെറ്റ് പ്രോഫിറ്റ്. കഴിഞ്ഞ പ്രാവശ്യത്തെ ക്ലാസിഫിക്കേഷൻ നടക്കുന്നത് ഹൈക്കോടതി കയറി ഇറങ്ങിയ ഒരു കാര്യമാണ് നെറ്റ് പ്രോഫിറ്റിനെ സംബന്ധിച്ചുള്ളത്. പല സംഘങ്ങളും പ്രോഫിറ്റ് എന്ന നിലയിലേക്ക് ഹൈക്കോടതി വിധി വാങ്ങിച്ച് ജോയിന്റ് രജിസ്ട്രാർ എടുത്തു കൊടുത്ത് ഭേദഗതി വാങ്ങേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യവും പ്രോഫിറ്റ് എന്നുള്ളതിന്റെ ഒരു കൃത്യമായ ഒരു വാക്കിന്റെ അർത്ഥം അതിനകത്ത് കൊടുത്തുകൊണ്ട് തന്നെ പോകാൻ വേണ്ടി കഴിഞ്ഞില്ല എങ്കിൽ ഹൈക്കോടതിയിലേക്ക് പിന്നെയും പോകേണ്ട അവസ്ഥയിലേക്ക് എത്തപ്പെടുമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. നെറ്റ് പ്രോഫിറ്റ്, ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ, ഡിവിഡന്റ് എന്നീ നിബന്ധനകളൊക്കെ തന്നെ 5, 4, 3 വർഷങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട്. ഇത് 1 വർഷമായിട്ട് ചുരുക്കണം. അതുമാത്രമല്ല, ഇതിനകത്ത് ഓപ്ഷണൽ ക്ലോസ് കൊടുക്കാൻ വേണ്ടി തയ്യാറാകണം. ഓപ്ഷണൽ ക്ലോസ് കൊടുക്കാൻ വേണ്ടി തയ്യാറാകാത്ത അവസ്ഥ വലിയ ബുദ്ധിമുട്ടാണ് സഹകരണ സംഘങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ളത് പറയാതിരിക്കാൻ വേണ്ടി കഴിയത്തില്ല. ഓഡിറ്റ് സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട നിബന്ധനയാണ്. ആരാണ് ഓഡിറ്റ് ചെയ്യുന്നത്? എല്ലാ സംഘങ്ങളും കൃത്യമായി തന്നെ കമ്പ്യൂട്ടറൈസ് ചെയ്തതാണ്. മാർച്ച് മാസം 31 തീയതി കഴിഞ്ഞാൽ ഒരാഴ്ചക്കുള്ളിൽ തന്നെ സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ വേണ്ടി. ഇപ്പൊ എന്താണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ടീം ഓഡിറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ അവിടേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവരുടെ മുന്നിൽ സ്റ്റേറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് 40-50 സംഘങ്ങളുണ്ട്. അവർ സമയബന്ധിതമായി ഓഡിറ്റ് ചെയ്യുന്നില്ല. അതിന്റെ എല്ലാം ഉത്തരവാദി സഹകരണ സംഘമാണ്. അതുകൊണ്ട് തന്നെ ക്ലാസിഫിക്കേഷൻ നടത്താതിരിക്കാനുള്ള പ്രധാനപ്പെട്ട ന്യൂനതകളൊന്നായി അതിനെ കാണുന്നത് അശാസ്ത്രീയമാണെന്നുള്ള അഭിപ്രായം തന്നെയാണ് കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയന് അതുമായി ബന്ധപ്പെട്ടുള്ളത്. മറ്റൊന്ന്, മെമ്പർമാരുടെ മാത്രം വായ്പകൾ പരിഗണിക്കുക എന്നുള്ള ഒരു നിബന്ധന അതിനകത്ത് ഉണ്ടാക്കിയിരിക്കുന്നു. അതിനകത്ത് ഗൂഢലക്ഷ്യമുണ്ടെന്നുള്ള അഭിപ്രായം നിലനിർത്തുന്നത്. നമുക്ക് പ്രധാനപ്പെട്ട വലിയ സംഘങ്ങളൊക്കെ തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൺസോർഷ്യം, KSRTC പെൻഷൻ കൺസോർഷ്യം, ULSC കൺസോർഷ്യം അടക്കമുള്ള കാര്യങ്ങൾക്ക് ഫണ്ട് കൊടുത്തു. ഇതെല്ലാം തന്നെ വായ്പയായി പരിഗണിക്കണം എന്നുള്ള അഭിപ്രായം ഇതുമായി ബന്ധപ്പെട്ട് കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഉണ്ട്. അത് മാത്രമല്ല, ഇപ്പം തന്നെ നമ്മൾ നമ്മുടെ സംഘങ്ങളുടെ കുടിശ്ശിക കുറച്ച് കണ്ട് കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഓഡിറ്റർമാർ എഴുതിക്കൊണ്ടിരിക്കുന്നത് അത് മെമ്പർമാർക്ക് കൊടുത്ത വായ്പ, CSOL വായ്പകൾക്ക് കുടിശ്ശിക കൂടുതലാണ്. നോൺ മെമ്പേഴ്സ് കൊടുത്തിരിക്കുന്ന SHG വായ്പകളും അതുപോലെ തന്നെ സ്വർണ്ണപ്പണയത്തിലുമാണ് നിങ്ങൾക്ക് കുടിശ്ശിക കുറവ് എന്ന നിലയിലേക്ക് അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നാളെ അവർ വ്യാഖ്യാനിക്കും. നമ്മൾ കൊടുത്തിരിക്കുന്ന കുറവ് കുടിശ്ശികയുള്ള SHG കുടുംബശ്രീകളുടെ വായ്പകളും സ്വർണ്ണപ്പണയ വായ്പകളും നോൺ മെമ്പേഴ്സ്, അത് നോമിനൽ മെമ്പേഴ്സ് കൊടുത്തിരിക്കുന്നതാണ് എന്ന് വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ സഹകരണ സംഘങ്ങൾ വലിയ പ്രതിസന്ധിയിലേക്ക് പോകും. അതിന്റെ ആ ഒരു ഭേദഗതി, അതിനകത്ത് ആ നോംസ് എടുത്ത് കളയാനുള്ള ഒരു രീതിയിലേക്കുള്ള ഇടപെടൽ നമുക്ക് കൂട്ടായിട്ട് നടത്താൻ വേണ്ടി കഴിയണം. മറ്റൊന്ന്, നിക്ഷേപവും വായ്പയും തമ്മിലുള്ള അനുപാതം. CD റേഷ്യോ പ്രകാരം നൽകാവുന്ന വായ്പാ തുകയായി പരിഗണിച്ചായിരിക്കും നൽകാൻ വേണ്ടി കഴിയേണ്ടത്. അതിനകത്തൊരു ഇടപെടൽ നമുക്ക് കൂട്ടായിട്ട് നടത്താൻ വേണ്ടി കഴിയേണ്ടതുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം ഉള്ളത്, ഈ ക്ലാസിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് നടത്തുമ്പോൾ പല സംഘങ്ങളും ബിസിനസ് വർദ്ധിപ്പിക്കാറുണ്ട്. ബിസിനസ് വർദ്ധിപ്പിച്ച സഹകരണ സംഘങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ 760% വർധനവ് ക്ലാസ് വൈസ് സംഘത്തിൽ നടത്തുമ്പോൾ ആ ക്ലാസ് വൈസ് സംഘത്തിലെ ജീവനക്കാരുള്ളതിൽ വർധന ഉണ്ടാക്കണ്ടേ? ഇവർ നാമമാത്രം 1, 2 എണ്ണത്തിന്റെ വർധനമാണ് ജീവനക്കാരിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ജീവനക്കാരെ പരമാവധി അതേ നിലവാരത്തിൽ നിർത്താൻ വേണ്ടി എണ്ണമാണ് പുതിയ സ്റ്റാഫ് പാറ്റേണിൽ എത്തിച്ചിട്ടുള്ളത് എന്നുള്ളത് അശാസ്ത്രീയമാണ്. അത് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി യൂണിയൻ അടക്കം തയ്യാറായിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് പ്രൈമറി ബാങ്കുകൾ ഇപ്പം തന്നെ കേന്ദ്ര ഗവൺമെന്റ് പദ്ധതികൾ അടക്കം വെച്ചുകൊണ്ട് വൈവിധ്യവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വൈവിധ്യവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ സംബന്ധിച്ച് ക്ലാസിഫിക്കേഷൻ നോംസിൽ എങ്ങനെ ഉൾപ്പെടുത്താൻ കഴിയുമെന്നുള്ള പഠനം നടത്താനും അതിന്റെ അങ്ങനെയുള്ള സംഘങ്ങൾക്ക് ക്ലാസിഫിക്കേഷനിൽ മുൻഗണന കൊടുക്കാൻ കഴിയുന്ന നിലയിലേക്കുള്ളൊരു പുതിയൊരു രീതി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു നിർദ്ദേശം നമുക്ക് കൂട്ടായിട്ട് നടത്താൻ വേണ്ടി കഴിയേണ്ടതുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ടത്, ഇതുമായി ബന്ധപ്പെട്ട് 15 ദിവസമാണ് നമ്മുടെ ഗസറ്റിന് ഇതിന് ആക്ഷേപം കൊടുക്കാനുള്ള സമയം തന്നിരിക്കുന്നത്. ഇപ്പം നമ്മൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. എല്ലാ സഹകാരികളും സഹകരണ ജീവനക്കാരും എല്ലാവരും തന്നെ, ഇപ്പം ഞാനടക്കം ഒരു കമ്മിറ്റി ഇരുന്നോടാണ് സംസാരിച്ചിരിക്കുന്നത്. അതായത് അവരടക്കം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വിശദമായി പഠിച്ച് ഇതിനൊരു ഭേദഗതി കൊടുക്കുന്ന കാര്യത്തിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. എന്നാൽ തന്നെ അതുമായി ബന്ധപ്പെട്ട സമയത്തിൽ ഒരു ദീർഘിപ്പിക്കണം എന്നുള്ള അഭിപ്രായം നമുക്ക് നടത്താൻ വേണ്ടി കഴിയണം. കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയന്റെ ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ നിർദ്ദേശങ്ങളുണ്ട്. നാളെ കേരള സംസ്ഥാന കമ്മിറ്റിയുടെ ഭാരവാഹി യോഗം തൃശ്ശൂരിൽ വെച്ച് ചേരുകയാണ്. ഈ അജണ്ടയ്ക്ക് വേണ്ടി മാത്രമായിട്ടുള്ളത്. കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം ഡീറ്റെയിൽഡായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള അവർ നിർദ്ദേശം നടത്തിയിട്ടുണ്ട്. മറ്റൊന്ന്, BP പിള്ള സാറിന്റെ ശ്രദ്ധയിലേക്ക് പെടുത്താനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം, നമ്മളുടേതാവുന്ന ഈ റിസർവ് വെക്കുന്ന കാര്യത്തിൽ
നമ്മൾ എന്തുകൊണ്ടാണ് എല്ലാ കാര്യത്തിലും ഓഡിറ്റ് ഡയറക്ടർ അടക്കമുള്ളവർ റിസർവ് ബാങ്കിനെ കൂട്ടുപിടിക്കാറുണ്ട്? റിസർവ് ബാങ്കിന്റെ നോംസ് എങ്ങനെയാണ്, റിസർവ് ബാങ്കിന്റെ നോംസ് ഇങ്ങനെയാണ് പറഞ്ഞത്. IRIC-യുടേതാകുന്ന മാനദണ്ഡങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കണ്ടേ? ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെ സഹകരണ മേഖലയിൽ IRIC-യുടെ മാനദണ്ഡങ്ങൾ നടപ്പിലാക്കുമ്പോൾ നമ്മൾ നടപ്പിലാക്കുന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വസ്തു വെച്ചുള്ള വായ്പയ്ക്ക് 6 വർഷം എന്നുള്ളത് 100% റിസർവ് വരത്തില്ല. 3 വർഷം കുടിശ്ശികയുടെ 50% റിസർവ് വെക്കാൻ പറ്റത്തില്ല. അങ്ങനെ എല്ലാത്തിനും RBI മാനദണ്ഡങ്ങൾ പറഞ്ഞു വരുന്ന ഡിപ്പാർട്ട്മെന്റ് മറ്റ് സംസ്ഥാനങ്ങളെ പോലെ തന്നെ കേരളത്തിലും റിസർവ് വെക്കുന്ന കാര്യത്തിൽ IRIC-യുടെ മാനദണ്ഡങ്ങൾ നടപ്പിലാക്കണമെന്നുള്ള അഭിപ്രായവും യൂണിയനുണ്ട്. എന്തായാലും ഇങ്ങനൊരു ചർച്ച ഓപ്പൺ ചെയ്തതിനകത്ത് നല്ല കാര്യങ്ങളുണ്ട്. ഡേറ്റ് നീട്ടാൻ കഴിയാവുന്നതിനെ കൊണ്ട് പരിശ്രമം നടത്തിക്കൊണ്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു നിർദ്ദേശങ്ങൾ എല്ലാ സംഘടനകളും കൊടുക്കാൻ വേണ്ടി കഴിയണം. അതിന് പരിശ്രമിക്കാൻ വേണ്ടി കഴിയണം. സഹകരണ മേഖലയെ താഴേക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള ഗൂഢമായ ലക്ഷ്യത്തിന്റെ ഭാഗമാണെന്നുള്ള അഭിപ്രായം തന്നെയാണ് കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയനുള്ളത്. അതിനകത്ത് സഹകരണ വീക്ഷണം അടക്കമുള്ള സംഘടനകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നിർദ്ദേശങ്ങൾ, നിങ്ങളുടെ നിലപാടുകൾ എല്ലാത്തിലും കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ CITUവിന്റെ എല്ലാവിധ പിന്തുണയും ഉണ്ടാവുമെന്ന് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. വളരെ വളരെ വസ്തുനിഷ്ഠമായി വളരെ മനോഹരമായി അദ്ദേഹം മനു ദിവാകരൻ CITUവിന് വേണ്ടി അദ്ദേഹത്തിന്റെ നോംസ് അവതരിപ്പിച്ചു. തീർച്ചയായും അദ്ദേഹം പറഞ്ഞത് വളരെ ഒരു പോസിറ്റീവായ ഒരു കാര്യമാണ് IRIC നോംസിന്റെ കാര്യം. IRIC നോംസ് വേണമെന്ന് വളരെയധികം ആവശ്യപ്പെടുന്ന ആളുകൂടിയാണ് BP പിള്ള സാറ്. അതിനു വേണ്ടി കുറെ വർഷങ്ങളായിട്ട് നടക്കുന്ന ആളാണ്. പക്ഷെ അത് പല സമയത്തും നടക്കാറില്ല എന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് അതിൽ കിട്ടിയിട്ടുള്ളത് നമ്മുടെ സഹകരണ സംഘങ്ങളിൽ NPA നോംസ് കൊണ്ടുവരാനും NPA 180 ദിവസമാക്കുന്നതാണ് രജിസ്ട്രാർ കഴിഞ്ഞ ദിവസം സഹകരണത്തിന്റെ മീറ്റിംഗിൽ അറിയിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെ വേറെ നോംസുകൾ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മനു ദിവാകരൻ സാറിന്റെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട മറ്റൊരു കാര്യം എനിക്കുള്ളത്, ഈ ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ സംബന്ധിച്ച് ഓഡിറ്റ് ക്ലാസിഫിക്കേഷനിൽ ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടേണ്ടതുണ്ട്. പല സ്പെഷ്യൽ ഗ്രേഡ് ആയാലും ക്ലാസ് 1 ആയാലും പ്രധാനപ്പെട്ട ഉയർന്ന ക്ലാസിഫിക്കേഷൻ കിട്ടുമ്പോൾ പണ്ട് കാലത്ത് ലാസ്റ്റ് 5 വർഷത്തിൽ ബി വേണമെന്നും തുടർച്ചയായും B സർട്ടിഫിക്കറ്റ് വേണമെന്നും അതിലൊരു വർഷം A സർട്ടിഫിക്കറ്റ് വേണമെന്നൊക്കെ അല്പം നമുക്ക് നേടാവുന്ന ക്ലാസിഫിക്കേഷൻ ഓഡിറ്റ് നോംസുകളായിരുന്നു ഉണ്ടായിരുന്നത്. അതിനു പകരം ഇവിടെ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം, ക്ലാസിഫിക്കേഷൻ നോംസിൽ എല്ലാ ഓഡിറ്റ് സർട്ടിഫിക്കറ്റും തുടർച്ചയായി A കിട്ടണം എന്നുള്ള രീതിയിലാണ് വന്നിട്ടുള്ളത്. അത് സംഘങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ബുദ്ധിമുട്ടുള്ള, നേടിയെടുക്കാൻ പറ്റാത്ത നോംസ് ആണ്. ഇപ്പൊ ഇവിടെ കേരളത്തിലെ ഏകദേശം സ്പെഷ്യൽ സൂപ്പർ ഗ്രേഡ് ബാങ്ക് ആവാൻ സാധ്യതയുള്ളത് എൻ്റെ ഒരു കണക്ക് കൂട്ടലനുസരിച്ച് 3 സംഘങ്ങളാണ്. 3 സംഘങ്ങൾക്ക് മാത്രമാണ് സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക് സ്പെഷ്യൽ സൂപ്പർ ഗ്രേഡ് ബാങ്ക് ആവാൻ സാധ്യതയുള്ളത്. അവർക്ക് പോലും പക്ഷെ തുടർച്ചയായിട്ട് ആ ഒരു നോംസ് അച്ചീവ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ പറ്റാൻ സാധ്യത കുറവാണ്. അപ്പൊ ആ ഒരു ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് തുടർച്ചയായി A കിട്ടുക എന്ന് പറയുന്ന കാര്യത്തിലും ഒരു അങ്ങയുടെ ശ്രദ്ധ വേണം, അങ്ങയുടെ സംഘടനയുടെ ശ്രദ്ധ വേണം. കാരണം 74 നോംസ് പ്രകാരം 1974 നോംസ് പ്രകാരമാണ് ഓഡിറ്റ് മാനുവലിൽ പേജ് നമ്പർ 63, 64 പേജുകളിൽ ഈ പോയിന്റുകൾ, ഒരു സംഘത്തിന് പോയിന്റ് വെച്ചിട്ടാണ് A ആണോ B ആണോ C ആണോ എന്ന് തെളിയിക്കുന്നത്. അപ്പൊ ആ പോയിന്റുകളിൽ പല പോയിന്റുകളും ഇന്ന് കാലഹരണപ്പെട്ട പോയിന്റുകളാണ്. അപ്പൊ ആ പോയിന്റുകൾ വെച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പ്രയാസമാണ്. അതിലും ഒരു മാറ്റം വരണം. ആ മാറ്റം വന്ന ശേഷം മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ് അദ്ദേഹം വളരെ നല്ലൊരു പോയിന്റ് ഉള്ളത്. അതുപോലെ IRIC നോംസിന്റെ കാര്യം പറഞ്ഞു. ന്യായമായ വർധനവാണ് എല്ലാവർക്കും സാധ്യമായ കാര്യം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ ഒരു വളരെ വലിയൊരു പോയിന്റ് ഉള്ളത്, വർഷത്തിൽ 10% ആണെങ്കിൽ പോലും നമുക്ക് 120% വർധനവേ ആവശ്യമുള്ളൂ എന്നുള്ളതാണ്. പക്ഷെ അതും സാറിന്റെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ, കഴിഞ്ഞ ഒരു 2022 ശേഷമുള്ള കോവിഡ് പാൻഡമിക്കിന് ശേഷമുള്ള കാലഘട്ടത്തിലുള്ള കണക്കെടുത്ത് നോക്കുമ്പോൾ വളരെ നല്ല പെർഫോമൻസ് നടത്തുന്ന സംഘങ്ങൾക്ക് പോലും ഡെപ്പോസിറ്റിൽ വർഷത്തെക്കാളും 2%, 3% വർധനവ് മാത്രമേ രേഖപ്പെടുത്താൻ സാധിക്കുന്നുള്ളൂ സംഘങ്ങൾക്ക്. അപ്പം ഈ സംഘങ്ങൾക്ക് അങ്ങനെ സാധിക്കാനുള്ള കാരണം, നമ്മളൊക്കെ 2 ലക്ഷം രൂപയുടെ ക്യാഷ് ലിമിറ്റ് വന്നു. പഴയ പോലെ റിയൽ എസ്റ്റേറ്റ് പണമൊന്നും സഹകരണ മേഖലയിലേക്ക് വരുന്നില്ല, നമ്മളത് പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയൊരു വർധനവ്, ഒരു 10% എന്നൊക്കെ പറയുന്ന വലിയൊരു എമൗണ്ട് ഉണ്ട്. അപ്പൊ അതില് 2%, 3% നമ്മളൊരു 100 സംഘങ്ങളെ എടുത്തു നോക്കിയപ്പോൾ കാണുന്നത് 2%, 3% ഒക്കെ നേടാൻ സാധിക്കുന്നുള്ളൂ. അപ്പൊ ആ സാഹചര്യത്തില് ഈ വർധനവ് എന്ന് പറയുന്നത് വളരെ വളരെ വലുതാണ് എന്നുള്ളത് അദ്ദേഹം ശ്രദ്ധയപ്പെടുത്തിയെന്നാണ്. അപ്പൊ സാറ് അടുത്ത തവണ സാറിന്റെ സംഘടന ഈ ആക്ഷേപങ്ങൾ നൽകുമ്പോൾ ഇതും കൂടി പരിഗണിക്കണമെന്ന് സാറോട് അഭ്യർത്ഥിക്കുകയാണ്. അടുത്തത് സുരേഷ് അമ്പക്കാട്ട് ലൈനിലുണ്ടോ? സുരേഷ് അമ്പക്കാട്ട്.
ഉണ്ട് 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 ഉണ്ട്. INTUC വർക്കിംഗ് പ്രസിഡന്റ് കൂടിയാണ് ശ്രീ സുരേഷ് അമ്പക്കാട്ട്. അദ്ദേഹം വർക്കിംഗ് പ്രസിഡന്റ് അല്ല, ജനറൽ സെക്രട്ടറി ആണ്. പ്രസിഡന്റ് സോറി. കുഴപ്പമില്ല. ഞാന് ആദ്യമായിട്ട് കേരളത്തിലെ മുഴുവൻ സഹകരണ ജീവനക്കാരും മാനേജ്മെന്റും ഒക്കെ വളരെ ആകാംക്ഷയോടെ നോക്കിയിരിക്കുന്ന ഒരു സഹകരണ ക്ലാസിഫിക്കേഷൻ ഭേദഗതി സംബന്ധിച്ച കരട് ബില്ലിനെ സംബന്ധിച്ച് ഒരു ചർച്ച സംഘടിപ്പിക്കുവാനും ഭേദഗതി സംബന്ധിച്ച് അതിലെന്നെ കൂടി ഉൾപ്പെടുത്തിയതിലുള്ള നന്ദി ഈ സഹകരണ വിഷയത്തിനോട് അറിയിക്കുന്നു. രണ്ടാമത്, അതിൻ്റെ 1ാമത് പിറന്നാൾ ആലപ്പുഴ വെച്ച് വളരെ ഭംഗിയായിട്ട് നടത്തിയെന്ന് എനിക്കതിൽ പങ്കെടുക്കാൻ പറ്റിയില്ല, വേറെ ചില കാരണം. എന്നെ ക്ഷണിച്ചിരുന്നു, പക്ഷേ എങ്കിലും അത് ദൂരെ നിന്ന് അത് മുഴുവൻ വീക്ഷിക്കുവാൻ എനിക്ക് പറ്റി. ഏറ്റവും നല്ല രീതിയിൽ കൃത്യമായിട്ടും അത് നടത്തിയതിലുള്ള അവരോടുള്ള അതിൻ്റെ സംഘാടകരോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. പിന്നൊന്ന് പറയുവാനുള്ളത്, BP പിള്ള സാറ് സഹകരണ മേഖലയെ പറ്റി ആകാശത്തിന് കീഴെ എന്ത് വിഷയവും സംസാരിക്കാനും അറിവും കാര്യങ്ങളും ഉള്ള ആളാണ്. അദ്ദേഹത്തിന് ഈ സഹകരണ വീക്ഷണം ഒരു സഹകരണ ശ്രേഷ്ഠ പുരസ്കാരം കൊടുത്ത് ആദരിച്ചു. അത് ആ ചടങ്ങിലെ ഏറ്റവും മഹത്തരമായ കാര്യമായി ഞാൻ കാണുന്നു. അതിന് ആ ചടങ്ങ് അവാർഡ് ഏറ്റുവാങ്ങിയ പിള്ള സാറിന് പ്രത്യേകം അഭിനന്ദനം സംഘടനയുടെയും എൻ്റെയും പേരിൽ അറിയിക്കുന്നു. പിന്നെ ഈ സഹകരണ ക്ലാസിഫിക്കേഷൻ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് CITUവിൻ്റെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ശ്രീ മനു ദിവാകരൻ വളരെ വ്യക്തമായിട്ട് പറയുകയുണ്ടായി. അത് നമ്മളൊരു കാര്യം ആലോചിക്കേണ്ടത്, ഒരുപക്ഷെ ഈ ബില്ലിന്റെ പുറത്തു വന്നപ്പോൾ എൻ്റെ മനസ്സിൽ ഈ BP പിള്ള സാറിനെയൊക്കെ ഞാൻ ഓർത്തു. ഒരുപക്ഷെ സാറും അറിഞ്ഞുകൊണ്ടൊക്കെയാണോ ഇങ്ങനെ വന്നതെന്നൊരു സംശയമുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അത് മാറി. നമ്മള് ഇത്തരത്തിലുള്ള ബില്ലുകൾ ഈ പരിഷ്കരണങ്ങൾ നടപ്പിലാക്കുന്നത് എവിടെ നിന്നാണ് ഇതിന്റെ ഉത്ഭവം എന്ന് നമ്മളൊന്ന് അന്വേഷിക്കണം. ബഹുമാനപ്പെട്ട മന്ത്രി ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ഭേദഗതിയൊന്നും അറിഞ്ഞു കാണുമെന്ന് ഞാൻ കരുതുന്നില്ല. എന്തായാലും ഇത് സ്വാഗത പ്രസംഗത്തിൽ ശ്രീ അരുൺ പറഞ്ഞതുപോലെ സഹകരണ ജീവനക്കാരുടെ ശമ്പളം കുറയുന്നതല്ല പ്രധാന വിഷയം. ഇത് സംഘത്തിന്റെ ക്ലാസിഫിക്കേഷൻ നോക്കി ഡെപ്പോസിറ്റ് ചെയ്യുന്ന നിരവധി ഡെപ്പോസിറ്റേഴ്സ് ഉണ്ട്. ഈ ക്ലാസിഫിക്കേഷൻ താഴോട്ട് പോയാൽ അവർക്കുണ്ടാകുന്ന ആശങ്ക, അതാണ് ഏറ്റവും വലിയ കാര്യമായിട്ട് നമ്മൾ കാണേണ്ടത്. അതിന് പരിഹാരം ഉണ്ടാകണം. ഇപ്പോൾ എന്താണ് ഈ സംഘത്തിന്റെ ലാഭത്തിന്റെ കാര്യത്തിൽ നിർവചനം ഇതുവരെ സഹകരണ മേഖല ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്താണ് ലാഭം? ലാഭം എന്ന് പറയുന്നത്, സംഘം ഒരു ലാഭം പ്രവർത്തിച്ച ഒരു ലാഭം ഉണ്ടാക്കുമ്പോൾ ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനും ഒക്കെ റിസർവ് വെക്കുന്നു. യഥാർത്ഥത്തിൽ ഈ റിസർവിന് ഇന്നേ വരെ ഒരു മാനദണ്ഡം ആഡിറ്റ് ഡയറക്ടറേറ്റോ ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. ഇത് ആഡിറ്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ താല്പര്യപ്രകാരം ഒക്കെ ചെയ്യുന്നതായിട്ടാണ് പല സംഘത്തിലും നമ്മൾ കണ്ടുവരുന്നത്. ഞങ്ങളത് കഴിഞ്ഞ ഒരു DA സംബന്ധിച്ച ഒരു ചർച്ചയുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട രജിസ്ട്രാറോട് ഈ കാര്യം ഞങ്ങൾ സൂചിപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഓഡിറ്റ് സംബന്ധമായ റിസർവ് ഒരു പ്രത്യേക മാനദണ്ഡം നിശ്ചയിച്ചുകൊണ്ട് ഉടൻ ഉത്തരവിറങ്ങുമെന്നാണ്. അങ്ങനെ ഒരു ഉത്തരവിറങ്ങുന്നെങ്കിൽ അതിനകത്ത് വളരെ സന്തോഷമുണ്ട്. അപ്പം ഈ നഷ്ടം വന്നു കഴിയുമ്പോൾ, ഈ ലാഭത്തിലാകുന്ന സംഘങ്ങളാണ് ഈ റിസർവ് വെച്ച് കഴിയുമ്പോൾ ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനും ഒക്കെ റിസർവ് വെച്ച് കഴിയുമ്പോൾ നഷ്ടത്തിലാകുന്നത്. ആ ജീവനക്കാർ DA എടുക്കരുതെന്ന് പറയുന്ന ഉത്തരവായിരുന്നു ആദ്യം ഇറങ്ങിയത്. ഞങ്ങൾ അതിനെതിരെയുള്ള ഒരു സമരമൊക്കെ നടത്തി ചർച്ച ചെയ്യാൻ അദ്ദേഹം വിളിച്ചപ്പോഴാണ് ഞങ്ങൾ പോയി ഈ കാര്യങ്ങൾ ഉന്നയിച്ചത്. ഒരു കാര്യം ഞാൻ കൂടുതലായിട്ടൊന്നും തന്നെ പറയുന്നില്ല, കാരണം ശ്രീ മനു ദിവാകരനും ശ്രീ BP പിള്ള സാറും ശ്രീ അരുണും ശ്രീ സാറും ഒക്കെ ഇതിനെ പറ്റി വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് സഹകരണ മേഖലയുടെ നിലനിൽപ്പ് തന്നെ ദോഷമുണ്ടാക്കുന്ന ഒരു ഭേദഗതിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇത് ഭേദഗതി ചെയ്യണ്ട എന്നൊന്നും ആർക്കും അഭിപ്രായമില്ല. എല്ലാത്തിനും ഓരോ മാനദണ്ഡങ്ങളുണ്ട്. 13 വർഷമായെങ്കിൽ ആ 13 വർഷത്തെ ആ കാലാനുസൃതമായ ഭേദഗതി, കാരണം ഈ നമ്മുടെ രൂപയുടെ മൂല്യം വർദ്ധിക്കുകയും കുറയുകയും ഒക്കെ ചെയ്ത് നമുക്ക് പലിശ കൂടുകയും കുറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ച് ഇതിന്റെ ക്ലാസിഫിക്കേഷൻ എല്ലാം പരിഷ്കരിക്കണമെന്ന് നമുക്ക് അതിന് അഭിപ്രായമുള്ള ആളുകളാണ്. പക്ഷേ അതിന് ഒരു മാനദണ്ഡം വെക്കണം. അല്ലാതെ 800 ഇരട്ടി 700 ഇരട്ടിയൊക്കെ വെച്ച് ഓരോ പാറ്റേണും നിശ്ചയിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഈ മേഖല നിലനിൽക്കും? ഇത് നിലനിർത്തേണ്ടത് യഥാർത്ഥത്തിൽ കേരള ഗവൺമെന്റിന്റെ ഒരു പ്രധാന ആവശ്യമല്ലേ ഈ സഹകരണ മേഖല നിലനിർത്തേണ്ടത്. എന്തായാലും കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് കോൺഗ്രസ് INTUC
ഒരു കോർഡിനേഷൻ കമ്മിറ്റി പോലെ ഒന്ന് രൂപീകരിച്ചിട്ടുണ്ട്. അതിന് നേതൃത്വം കൊടുക്കുന്നത് കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ടാണ്. അതിനകത്ത് മറ്റ് ചില സംഘടനകളുമുണ്ട്. ശക്തമായ പ്രക്ഷോഭം, സംഘങ്ങൾ അടച്ചിട്ടുള്ള പ്രക്ഷോഭം ഉൾപ്പെടെയായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇതിൽ യാതൊരു മാറ്റവും ഉണ്ടായി. കാരണം പ്രക്ഷോഭം നടത്തിയാലേ ഇനിയും കാര്യമുള്ളൂ എന്ന് നമുക്ക് പല കാര്യങ്ങൾ കൊണ്ടും മനസ്സിലായി. അതുകൊണ്ട് ശക്തമായ പ്രക്ഷോഭവുമായിട്ട് ഇനിയുള്ള കാലങ്ങളിൽ ഈ ഭേദഗതിക്കെതിരെ മുന്നോട്ട് പോകും. അതിന് സംഘടനയുടെ എല്ലാ മുന്നിട്ട് ഈ കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് കോൺഗ്രസ് കാണും. അതോടൊപ്പം ഈ സഹകരണ വീക്ഷണത്തിന്റെ നിർദ്ദേശങ്ങളും ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന സംഘടനയുടെ നിർദ്ദേശങ്ങളും ഈ പറഞ്ഞ തീയതിക്കുള്ളിൽ തന്നെ കൊടുക്കും. ഈ സഹകരണ വീക്ഷണത്തിന്റെ അതുകൂടി നമ്മൾ നോക്കിയതിന് ശേഷം എല്ലാം കൊണ്ടും ഉചിതമായ ഒരു നിർദ്ദേശങ്ങളായിരിക്കും കൊടുക്കുന്നത്. ഇതിന് മുൻകൈയെടുത്ത സഹകരണ വീക്ഷണത്തിന് പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഞാനൊരു യാത്രക്കിടയിലായതുകൊണ്ടാണ് ക്യാമറ ഓൺ ചെയ്യാത്തത്. നന്ദി. അദ്ദേഹം സുരേഷ് അമ്പക്കാട് പറഞ്ഞ പ്രധാനമായിട്ടും ഒരു പോയിന്റ്, ഓഡിറ്ററുടെ മനോധർമ്മം അനുസരിച്ചിട്ടാണ് ഓരോ സംഘങ്ങളുടെയും ഓഡിറ്റ് റിസൾട്ട് എന്നുള്ളതാണ്. അതൊരു വളരെ സത്യം കാലങ്ങളായി പറയുന്ന ഒരു കാര്യം കൂടിയാണ്. തെറ്റാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിന് പറയുന്നത്. തെറ്റാണോ എന്നുള്ളത് നമുക്ക് അതിനെ കുറിച്ച് ചർച്ച ചെയ്യാം, അതല്ല വിഷയം. തീർച്ചയായിട്ടും നമുക്ക് പാർട്ടിസിപ്പൻസിന്റെ ചർച്ചകൾ വരുന്ന സമയത്ത് സാറിന്റെ സംശയം കൂടി അതിലേക്ക് വരാവുന്നതേ ഉള്ളൂ. അപ്പോൾ രജീഷ് പി ആണ് അടുത്തത്, സംസ്ഥാന ട്രഷറർ കോപ്പറേറ്റീവ് വർക്കേഴ്സ് ഫെഡറേഷനെ പ്രതിനിധീകരിച്ചിട്ടാണ്. ശ്രീ രജീഷ് ലൈനിലുണ്ടോ? ഇന്നത്തെ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ നമ്മുടെ സംഘടനയെ ക്ഷണിച്ചതിന് സഹകരണ വീക്ഷണം സാരഥികൾക്ക് ആദ്യം തന്നെ സംഘടനയുടെ പേരിൽ നന്ദി പറയുകയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് BP പിള്ള സാർ ഉൾപ്പെടെ എല്ലാവരും ഒട്ടുമിക്ക കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. എന്നാലും മറ്റുള്ളവർ പറഞ്ഞത് ഉൾപ്പെടെയുള്ള ചില കാര്യങ്ങൾ സൂചിപ്പിക്കാം. ഈ ക്ലാസിഫിക്കേഷൻ പുതുക്കുന്നത് അനിവാര്യം തന്നെയാണ്, അതിൽ യാതൊരു തർക്കവുമില്ല. പക്ഷെ ഇന്ന് സംഘങ്ങൾ ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. പ്രത്യേകിച്ച് കോവിഡും പ്രളയവും നോട്ട് നിരോധനവും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഡെപ്പോസിറ്റ് കുറഞ്ഞു വരികയും അതുപോലെ തന്നെ കുടിശ്ശിക കൂടി വരികയും ചെയ്യുന്ന ഒരു സാഹചര്യം പല സംഘങ്ങളിലും പല ജില്ലകളിലും നമുക്ക് വ്യക്തമായി കാണാൻ പറ്റുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഇപ്പം ക്ലാസിഫിക്കേഷൻ നടത്തിയാൽ ഒട്ടുമിക്ക സംഘങ്ങൾക്കും അത് വലിയൊരു തിരിച്ചടിയായി മാറും. സംഘങ്ങൾക്ക് തിരിച്ചടിയായി മാറുമ്പോൾ തന്നെ അത് ജീവനക്കാരെയും ബാധിക്കും, സംഘങ്ങളുടെ പ്രവർത്തനത്തെയും ബാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ സംഘങ്ങൾ കുറച്ച് നല്ല നിലയിലേക്ക് മാറുന്ന സമയത്ത് കുറച്ച് സമയം കൂടി എടുത്തതിന് ശേഷം ഈ ക്ലാസിഫിക്കേഷൻ പുതുക്കാം എന്നുള്ളതാണ് നമ്മുടെ സംഘടനയുടെ അഭിപ്രായം. ക്ലാസിഫിക്കേഷൻ പുതുക്കുന്നതിൽ നമുക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. ഞാനിപ്പോൾ ഒരു യാത്രയിലാണ്, മഴയായിട്ട് ഒരു സ്ഥലത്ത് കയറി നിൽക്കുന്നത് ക്ലിയർ ഇല്ല, അതുകൊണ്ട് കൂടുതലായി ഞാനൊന്നും സംസാരിക്കുന്നില്ല. നമ്മുടെ സംഘടനയെ ഇതിൽ പങ്കെടുപ്പിച്ചതിന് കേരള കോപ്പറേറ്റീവ് വർക്കേഴ്സ് ഫെഡറേഷന്റെ പേരിൽ സഹകരണ വീക്ഷണം സാരഥികൾക്ക് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. രജീഷ് സാർ യാത്രയിലായതുകൊണ്ട് അദ്ദേഹത്തിന് കൂടുതൽ കാര്യങ്ങളെ കുറിച്ച് എനിക്ക് പറയാൻ പറ്റിയില്ല. പ്രത്യേകിച്ച് മഴയായതുകൊണ്ട് ടെക്നിക്കൽ ഇഷ്യൂസ് കൂടി ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇനി CEO സംസ്ഥാന ജനറൽ സെക്രട്ടറി കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഓർഗനൈസേഷന്റെ പ്രതിനിധി ശ്രീ പൊൻപാറ കോയക്കുട്ടി സാർ ലൈനിലുണ്ട്. അദ്ദേഹം നമ്മളോട് സംസാരിക്കുന്നതാണ്. കോയക്കുട്ടി സാർ. ലൈനിലില്ലേ? ഓക്കെ സാർ നമസ്കാരം. ബഹുമാനപ്പെട്ട മോഡറേറ്റർ ശ്രീജിത്ത്, ബഹുമാനപ്പെട്ട വിഷയം അവതരിപ്പിച്ച ബഹുമാനപ്പെട്ട പിള്ള സാറ്, സ്വാഗതം ആശംസിക്കുക. നമ്മുടെ അരുണ് ഇതിൽ പങ്കെടുക്കുന്ന സംഘടനാ പ്രതിനിധികൾ, അതോടൊപ്പം ഇതിൽ ചേരുന്ന നമ്മുടെ സഹകാരികൾ എല്ലാവർക്കും കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഓർഗനൈസേഷന്റെ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. ഒപ്പം നമ്മുടെ സഹകരണ വീക്ഷണത്തിന് ഇത്തരത്തിലൊരു ചർച്ച സംഘടിപ്പിക്കുന്നതിൽ ഞങ്ങളുടെ സംഘടനയെ പങ്കെടുപ്പിച്ചതിന്
പ്രതിനിധാനം ചെയ്തതിനോട് നന്ദിയും കടപ്പാട് അറിയിക്കാം. ഏതായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിന്റെ ഗൗരവം എല്ലാവർക്കും അറിയാവുന്നതാണ്. ബഹുമാനപ്പെട്ട സഹകരണ സംഘം രജിസ്ട്രാർ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് 2024 നമ്മുടെയൊക്കെ ശ്രദ്ധ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്കൊരു കരട് നമ്മുടെ മുമ്പാകെ വെച്ചിട്ടുണ്ടായിരുന്നു. അന്ന് തന്നെ ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഓർഗനൈസേഷൻ അടക്കമുള്ള നമ്മുടെ സംഘടനകൾ വ്യക്തമായ നിർദ്ദേശങ്ങൾ നമ്മൾ വെച്ചിട്ടുള്ളതാണ്. ഇതില് അന്ന് തന്നെ സൂചിപ്പിച്ചത് വളരെ ഇവിടെ പറഞ്ഞതുപോലെ പരിഷ്കരിക്കേണ്ട സമയം അധികരിച്ചു കഴിഞ്ഞു. ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ചായിരിക്കാം ഗവൺമെന്റ് ഇങ്ങനെ ഒരു നിർദ്ദേശം വെച്ചിട്ടുള്ളത്. പക്ഷെ അവിടെ വർധനവ് നമുക്ക് മാറി വന്ന സാഹചര്യത്തിന് അനുസരിച്ചല്ല എന്നുള്ളതാണ് ഒരു പ്രധാനമായ കാര്യം എല്ലാവരും സൂചിപ്പിച്ചത്. അത് നമ്മുടെ ആശങ്ക അതിനകത്താണ് നേരിട്ടും അതുപോലെ തന്നെ നമ്മുടെ എഴുതി കൊടുത്ത കാര്യങ്ങളിൽ വളരെ കൃത്യമായി സംഘടന അവതരിപ്പിച്ചു. ഏതായാലും അത് പഠിച്ച് സഹകരണ വകുപ്പ് ബഹുമാനിയായ നമ്മുടെ സഹകരണ വകുപ്പ് സെക്രട്ടറി ഇപ്പോ അത് ഗസറ്റ് വിജ്ഞാപനത്തിലൂടെ ഈ മാസം ആദ്യം 4-ാം തീയതി ഗസറ്റിൽ വന്നു കഴിഞ്ഞിരിക്കുക. അപ്പൊ ആ നിർദ്ദേശങ്ങളിൽ നിന്ന് പോലും ഒരു പടി മുന്നോട്ട് പോയിട്ടാണ് ഇപ്പോൾ അതിന്റെ ഈ ഡ്രാഫ്റ്റ് വന്നിട്ടുള്ളത്. അതിൽ ശക്തമായ പ്രതിഷേധം നമുക്കുണ്ട്. നമ്മുടെ സംഘടനയ്ക്ക് മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ സഹകാരികൾക്കും അതിൽ പ്രതിഷേധമുണ്ട്. ഇത് കേവലം ഒരു ജീവനക്കാരെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമല്ല. സഹകരണ മേഖലയിൽ നമ്മളെ ഇതൊക്കെ ഏതിനും ഒരടിസ്ഥാനമായി കണക്കാക്കുന്ന നമ്മുടെ ക്ലാസിഫിക്കേഷനാണ്, സംഘത്തിന്റെ ക്ലാസ്. അപ്പൊ അതിലുള്ള പ്രതിഷേധം നമ്മൾ അറിയിച്ചിട്ടുണ്ട്. ഇവിടെ പലരും സൂചിപ്പിച്ചതിൽ പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിക്കുന്നില്ല. നിക്ഷേപം ഇന്ന് നമുക്ക് സമാഹരിക്കാനുള്ള ഇന്നത്തെ സാഹചര്യത്തിലെ പ്രയാസവും ബുദ്ധിമുട്ടും ഒക്കെ നമുക്കറിയാം. വർധനവുണ്ടായതിന്റെ ശതമാനക്കണക്കുകൾ സൂചിപ്പിച്ചതിലേക്ക് പോകുന്നത് അതെല്ലാവർക്കും അറിയാവുന്ന യാഥാർത്ഥ്യമാണ്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു വർധനവ് എന്തായാലും ഒരു പുനരാലോചന നടത്തേണ്ടതുണ്ട്. അതുപോലെ ഇതില് പ്രധാനമായിട്ടും ഇത് നടപ്പിലാക്കാനുള്ള സമയം നമുക്ക് ദീർഘിക്കേണ്ടത്. ഇപ്പോൾ തന്നെ ഇതിന്റെ ഡ്രാഫ്റ്റുള്ള ഇതിന്റെ പ്രഖ്യാപനം വരുന്നത് ഈ തെരഞ്ഞെടുപ്പും കാര്യങ്ങളും കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്ന് ഔദ്യോഗികമായി ഒരു വിവരം ലഭിച്ച കാര്യം സൂചനയായി ബഹുമാനപ്പെട്ട നമ്മുടെ പിള്ള സാറ് തന്നെ ഇവിടെ പറയുകയുണ്ടായി. ഇതിലും അതൊക്കെ സുഖകരമായ കാര്യമാണ്. അപ്പൊ അതില് പ്രധാനമായിട്ടും ഞങ്ങള് അന്ന് സൂചിപ്പിച്ചിരുന്നത്, നമ്മുടെ ഈ നിർദ്ദേശത്തിൽ പറഞ്ഞിരുന്നത്, ഇപ്പോഴും അത് നമ്മൾ പറയുന്നു. സാറ് പറഞ്ഞതുപോലെ 7 കണ്ടീഷൻസ്, നിബന്ധനകളാണ് മുൻകാലങ്ങളിൽ നമുക്കുണ്ടായിരുന്നത്. അതിൽ പുതുതായി ചേർക്കപ്പെട്ട 2 നിബന്ധനകളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഓഡിറ്റ് പൂർത്തീകരിച്ചിരിക്കണമെന്നുള്ളത്. ഇവിടെ സൂചിപ്പിച്ചു അതിന്റെ ഉത്തരവാദിത്വം സഹകരണ വകുപ്പിനാണ്. അപ്പൊ ഇപ്പൊ തന്നെ നിയമത്തിൽ പറഞ്ഞതും ഒക്കെ സാറ് തന്നെ ആമുഖമായി സൂചിപ്പിച്ചു അതിലുള്ള ആ പ്രയാസങ്ങൾ. അപ്പോ സെപ്റ്റംബറിൽ നമ്മൾക്ക് റിപ്പോർട്ട് കിട്ടിയിരിക്കണം. അത് കഴിഞ്ഞ് സെപ്റ്റംബറിൽ നമുക്കൊരു 15-ന് മുമ്പെങ്കിലും കിട്ടിയാലുള്ളൂ നമുക്ക് ജനറൽ ബോഡിയുടെ അകത്ത് നമുക്ക് കൊണ്ടുപോകാൻ കഴിയാം. അപ്പൊ അതിന്റെ പ്രയാസം. അപ്പൊ സഹകരണ വകുപ്പ് വിചാരിച്ചാൽ, അല്ലെങ്കിൽ ഓഡിറ്റർ വിചാരിച്ചാൽ, ഒരു സംഘത്തിന്റെ ക്ലാസിഫിക്കേഷൻ തന്നെ തടഞ്ഞു വെക്കാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള ഒരു കണ്ടീഷനാണ് ഈ ഓഡിറ്റ് റിപ്പോർട്ട് സമയബന്ധിതമായി പൂർത്തീകരിക്കണമെന്നുള്ളത്. നമ്മുടെ നിയമത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഓഡിറ്റ് പൂർത്തീകരിക്കുകയും നമ്മുടെ സെപ്റ്റംബർ 30-നകമുള്ള പൊതുയോഗത്തിൽ അത് ട്രാൻസാക്ട് ചെയ്യുകയും ഡിവിഡന്റ്, അതുപോലെ അതിലുള്ളൊരു കണ്ടീഷനാണ് ഡിവിഡന്റ് ഡിക്ലെയർ ചെയ്യണം 5 കൊല്ലത്തിനകം. 5 കൊല്ലത്തിൽ ഈ 3 കൊല്ലമെങ്കിലും തുടർച്ചയായിട്ട് ഡിവിഡന്റ് ബി ഡിക്ലെയർഡ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഓഡിറ്റ് സമയബന്ധിതമായി പൂർത്തീകരിക്കണം എന്നുള്ളത് സംഘത്തിന്റെ ഉത്തരവാദിത്തമല്ല, സഹകരണ വകുപ്പിന്റെ ഉത്തരവാദിത്തമാണ്. അതിൽ ഒരു സംഘത്തിനോട് പകപോക്കൽ വരെ നടത്താൻ ഉതകുന്ന, പലപ്പോഴും നമ്മുടെ പല ഫയലുകളും കാര്യങ്ങളൊക്കെ സഹകരണ വകുപ്പിൽ നിന്നും ഉണ്ടാകുന്ന യാഥാർത്ഥ്യം നമുക്കറിയാം. അങ്ങനെയുള്ളൊരു കാര്യത്തിൽ നമ്മളും ആശങ്കപ്പെട്ടു പോവുകയാണ്. അതെന്തായാലും തിരുത്തണം. അതുപോലെ ഈ സമയം നമുക്ക് ദീർഘിപ്പിച്ചു തരണം. മാറിയ സാഹചര്യത്തിൽ ഇത്രത്തോളം വർധനവ് ഈ ഒരു സാഹചര്യത്തെ അടിച്ചേൽപ്പിക്കുന്നത് ശരിയല്ല. മറ്റൊരു കാര്യം ഞങ്ങളുടെ സംഘടന സൂചിപ്പിച്ചില്ല എന്ന ഒന്നാണ് തന്നെയാണ് സ്പെഷ്യൽ സൂപ്പർ ഗ്രേഡ് എന്നുള്ള ഒരു നിർദ്ദേശം നമ്മുടെ പ്രൊപ്പോസലിൽ വെച്ചിട്ടുള്ളതാണ്. പക്ഷെ അതിൽ ഇത്രത്തോളം വർദ്ധിച്ച ഒരു തുകയല്ല നമ്മൾ പ്രൊപ്പോസൽ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഏതെങ്കിലും ആക്ഷേപം കൊടുക്കുമ്പോൾ ഞങ്ങൾ അന്ന് സമർപ്പിച്ച പ്രൊപ്പോസലിന്റെ കോപ്പി കാരണങ്ങൾ സഹിതം തന്നെ സമർപ്പിക്കാനാണ് ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. ഏതായാലും ഇതില് സഹകാരികൾക്കുള്ള സഹകരണ മേഖലയെ തികച്ചും പിറകോട്ട് കൊണ്ടുപോകുന്ന രൂപത്തിലുള്ള ഒരു ഡ്രാഫ്റ്റാണ്. അതുകൊണ്ട് ഇതിൽ തിരുത്തലുകൾ വേണം എന്നു തന്നെയാണ് ശക്തമായി സംഘടന ആവശ്യപ്പെടുന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ എംപ്ലോയീസ് കോൺഗ്രസിന്റെ പ്രതിനിധി സുരേഷ് സൂചിപ്പിച്ചതുപോലെ
കേരളത്തിലെ സഹകരണ ജീവനക്കാർ എല്ലാവരുടെയും മാനസിക പിന്തുണയുണ്ട്. അതിൽ ഞങ്ങൾ 3-4 സംഘടനകൾ ഒരാഴ്ചയായി അതുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തിയ ഒരു പ്രക്ഷോഭ പരിപാടിക്ക് ഏതായാലും രൂപം കൊടുത്തിട്ടുണ്ട്. കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് അതിന് നേതൃത്വം കൊടുക്കുന്നു. ഞാൻ പ്രതിനിധാന കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഓർഗനൈസേഷൻ ഉൾപ്പെടെ അതിനകത്തുണ്ട്. വരുന്ന നവംബർ 26-ന് ഞങ്ങളൊരു സമരം പ്രഖ്യാപിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സഹകരണ വകുപ്പ് മന്ത്രി, സഹകരണ വകുപ്പ് സെക്രട്ടറി, ബഹുമാനപ്പെട്ട സഹകരണ സംഘം രജിസ്ട്രാർ എന്നിവരുമായി ചർച്ച നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരുക്കത്തിലാണ് ഞങ്ങൾ. അതിലൊക്കെ ഉപകാരപ്രദമായ ഒരു കാര്യം ഈ ചർച്ചയെ ഞങ്ങൾ കാണുന്നു. ഞങ്ങളുടെ ഇവിടുന്ന് കിട്ടുന്ന നിർദ്ദേശങ്ങൾ കൂടി ഞങ്ങൾ കൊടുക്കുന്ന ആക്ഷേപത്തിലും ഞങ്ങൾ നടത്തുന്ന സമരത്തിന്റെ ഭാഗമായി നടത്തുന്ന നിവേദനങ്ങളിലും തീർച്ചയായും ഉൾപ്പെടുത്തുമെന്ന് സഹകരണ വീക്ഷണത്തിന്റെ ഇതിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരോടും, പ്രത്യേകിച്ച് സഹകരണ വീക്ഷണം എന്നതിന്റെ സംഘാടകരോടും അറിയിച്ചുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്ന യോജിച്ച പ്രവർത്തനങ്ങളിൽ കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഓർഗനൈസേഷന്റെ എല്ലാവിധ പിന്തുണയും ഉണ്ടാവും എന്ന് അറിയിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. സന്തോഷം. കോയക്കുട്ടി സാർ പറഞ്ഞത് സംഘത്തിന്റെ അടിസ്ഥാനം തന്നെയാണ് ക്ലാസിഫിക്കേഷൻ എന്നാണ്. സംഘത്തിന്റെ ക്ലാസിഫിക്കേഷൻ കുറയുന്നതോടുകൂടി സംഘത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്ന ബേസ് പോലും കുറയും എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ള. വർധന വളരെയധികം കൂടുതലാണെന്നുള്ള കാര്യം അദ്ദേഹം സൂചിപ്പിച്ചു. നേരത്തെ നമ്മുടെ സുരേഷ് അമ്പക്കാട്ട് പറഞ്ഞ പോലെ ഓഡിറ്ററുടെ റിസർവ് വയ്ക്കല് കാര്യങ്ങൾ സംഘങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്ന വിഷയമാണ് എന്നും സമയം വളരെ കുറച്ചും കൂടി ദീർഘിപ്പിക്കേണ്ടതുണ്ട്, ന്യായമായ വർധനവും എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ള CEO. അപ്പം നമ്മുടെ പങ്കെടുത്ത ആളുകളൊക്കെ അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു. ഇനി നമ്മുടെ പാർട്ടിസിപ്പൻസ് ആയ ആളുകൾക്ക് അവരുടേതായ പ്രതിനിധി ഉണ്ടായിരുന്നു. ഉണ്ടോ? അദ്ദേഹം അഡ്വക്കേറ്റ് അഭിലാഷ് സാറല്ലേ? അതെ അതെ അതെ. സാറിനെ വിളിക്കോ? അഭിലാഷ് സാർ ലൈനിലുണ്ടോ? ഉണ്ട്. നമസ്കാരം. അതെ, ഞാൻ കേൾക്കാവോ? സാർ കേൾക്കാം. ഞാൻ പാക്സിന്റെ പ്രതിനിധിയായിട്ടാണ് എന്നെ വിളിച്ചതെങ്കിലും ഇന്ന് വൈകുന്നേരം പ്രിയപ്പെട്ട അരുണ് വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഞാനിത് മീറ്റിങ്ങിനെ കുറിച്ച് അറിയുന്നത്. അപ്പൊ പാക്സുമായി ബന്ധപ്പെട്ട് പാക്സിന്റെ അഭിപ്രായം പറയുക എന്ന് പറഞ്ഞാൽ പാക്സ് അങ്ങനെ ഒരു വേറൊരു ടൈപ്പ് ബോഡിയാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉള്ളൊരു ബോഡിയാണ്. അപ്പോൾ പാക്സിൽ ഈ വിഷയം ചർച്ച ചെയ്യാതെ ഞാൻ അതിലൊരു അഭിപ്രായം പറയുന്നത് ശരിയല്ല. എങ്കിലും അരുണുമായിട്ടുള്ള ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു സൗഹാർദ്ദം വെച്ചിട്ടാണ് ഞാൻ ഈ മീറ്റിങ്ങിൽ നിന്ന് പങ്കെടുത്തത് തന്നെ. അതെ സാർ, നേരത്തെ ചർച്ചയിൽ എല്ലാവരും പറഞ്ഞത് സംഘത്തിന്റെ ക്ലാസിഫിക്കേഷൻ താഴുമ്പോൾ സംഘത്തിന്റെ നിലനിൽപ്പിനെയും കൂടി ബാധിക്കും എന്നുള്ളത്. അപ്പൊ ഓഫ്കോഴ്സ് തീർച്ചയായും സാറിന്റെ അഭിപ്രായം പറയേണ്ട ഒരു വിഷയം കൂടിയാണല്ലോ. അതെ, പക്ഷെ അതില് പാക്സിന്റെ അഭിപ്രായം എന്ന് പറയുമ്പോൾ അത് പാക്സ് ചർച്ച ചെയ്യുക എന്തെങ്കിലും വേണമല്ലോ. ഞാൻ മാത്രം പാക്സിന്റെ ഒരു പ്രതിനിധിയായിട്ട് വന്ന് പറയുന്നത് ശരിയല്ല. അതുകൊണ്ടാണ് പാക്സിന്റെ എൻ്റെ വ്യക്തിപരമായിട്ടും ഞാൻ സഹകരണ ജനാധിപത്യ വേദിയുടെ സംസ്ഥാന ട്രഷററാണ്. ആ നിലയ്ക്ക് വേണമെങ്കിൽ എൻ്റെ അഭിപ്രായം പറയാം. അല്ലാതെ പാക്സിന്റെ അഭിപ്രായം പറയുമ്പോൾ പാക്സിൽ എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻ ഉണ്ടാവണം. അതിൽ തിരിഞ്ഞു വരുന്ന വിഷയങ്ങൾ മാത്രം സംസാരിക്കുന്നതാണ് ഒരു സംഘടനാ മര്യാദ എന്നുള്ള നിലയ്ക്കാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ അതുകൊണ്ട് പാക്സിന്റെ അഭിപ്രായമായിട്ട് ആരും എടുക്കരുത് എന്നാണ് എൻ്റെ റിക്വസ്റ്റ്. ഇവിടെ യഥാർത്ഥത്തിൽ ഒരു തിരക്കിട്ട ഒരു വിഷയമായി ഒരു ക്ലാസിഫിക്കേഷൻ നടപടിയായിപ്പോയി ഈ സമയത്തുണ്ടായത് എന്ന് ഞാൻ ആദ്യമേ പറയാം. കാരണം വളരെയധികം ഒരു തിരക്കിട്ട ഒരു നീക്കമായി പോയി. ഈ പെട്ടെന്ന് സഹകരണ മേഖല ഇന്ന് പ്രതിസന്ധിയുടെ കാരണങ്ങളൊന്നും വിശദമായി പഠിക്കാതെ, അല്ലെങ്കിൽ ഇന്നത്തെ സഹകരണ മേഖലയിൽ എല്ലാ തീരുമാനങ്ങളും പെട്ടെന്ന് എടുക്കുവാണ്. അത് കേരള ബാങ്കിന്റെ രൂപീകരണം മുതൽ ഇങ്ങോട്ട് BP പിള്ള സാറൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹം കേരള ബാങ്കിന് എതിരായി പ്രസംഗിക്കാൻ വന്നിട്ടുള്ള ആളാണ്. അപ്പൊ കേരള ബാങ്കിന്റെ രൂപീകരണം മുതൽ ഇങ്ങോട്ട് വരികയാണെങ്കിൽ എല്ലാ വിഷയങ്ങളിലും എടുക്കുന്ന തീരുമാനങ്ങൾ, പിന്നെ അത് ആ കേരള ബാങ്കിന്റെ രൂപീകരണം നോക്കുകയാണെങ്കിൽ ഇന്ന് ടാക്സ് അസോസിയേഷന്റെ മീറ്റിങ്ങുകളിലൊക്കെ കേരള ബാങ്കിനെതിരെയുള്ള പ്രമേയങ്ങൾ വരെ പാസ്സാക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഗവൺമെന്റ് എടുക്കുന്ന തീരുമാനങ്ങളിൽ സഹകാരികളുമായി ഒരു ഡിസ്കഷൻ നടക്കുന്നില്ല. സഹകരണ മേഖല എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഒരു പാരലൽ സാമ്പത്തിക സംവിധാനമാണ്. അപ്പൊ ആ പാരലൽ സാമ്പത്തിക സംവിധാനത്തെ അവിടെ ഡിസ്കഷൻ, ജീവനക്കാരുണ്ട്, സഹകാരികളുണ്ട്,
പിന്നെ സഹകരണ മേഖലയിലെ ഉദ്യോഗസ്ഥരുണ്ട്. അപ്പം മൂന്ന് പേരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഒരു ഡിസ്കഷൻ നടത്തി ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് തീരുമാനിക്കുന്നതായിരിക്കും ഉചിതം. പക്ഷെ ഇതിലൊന്നും ജീവനക്കാരെ ഉൾപ്പെടുത്തുന്നില്ല, സഹകാരികളെ ഉൾപ്പെടുത്തുന്നില്ല എന്നുള്ളൊരു ആക്ഷേപം ഞാൻ ഉന്നയിക്കുകയാണിത്. ഇതും അങ്ങനെ തന്നെയാണ്, തിടുക്കത്തിലുള്ള തീരുമാനം. ഇവിടെ നിങ്ങളൊന്ന് ആലോചിക്കൂ, ഇവിടെ സഹകരണ മേഖലയിൽ ഇന്ന് ക്ലാസിഫിക്കേഷൻ പുനഃപരിശോധിക്കണം, ക്ലാസിഫിക്കേഷനിൽ മാറ്റം ഉണ്ടാകണം. അത് സംഘങ്ങളുടെ നിലനിൽപ്പ് കൂടെ നോക്കി വേണം ക്ലാസിഫിക്കേഷൻ നടത്തേണ്ടത്. ചുവറുണ്ടെങ്കിലേ നമുക്ക് ചിത്രം വരയ്ക്കാൻ സാധിക്കുകയുള്ളൂ. അതെല്ലാം ശരിയാണ്. പക്ഷെ പെട്ടെന്നൊരു തീരുമാനം, ഈ സാഹചര്യം മോശമാണ്. കാരണം ഈ പല ജില്ലകളിലും ഇന്ന് സംഘങ്ങളിൽ നിക്ഷേപം തിരിച്ചു കൊടുക്കാൻ പറ്റാതെ പല ജില്ലകളിലും പ്രതിസന്ധികളുണ്ട്. ഓരോ ജില്ലയും ഓരോ സഹകാരിക്കും അറിയാം, ജീവനക്കാർക്കറിയാം എവിടെയൊക്കെയാണ് വിഷയങ്ങളുള്ളത്. അതിലേക്ക് ഞാൻ കടന്നു പോകുന്നു. അപ്പൊ അതിനൊരു സോൾവിങ് ഉണ്ടാവാൻ നമുക്ക് റിസോൾവ് ചെയ്യാൻ എന്ത് സാധിക്കും? നിക്ഷേപ ഗ്യാരണ്ടി ഫണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ചിന്തയ്ക്ക് അതിലേക്ക് കടന്നു പോകാതെ നമുക്ക് മേഖലയെ പ്രൊട്ടക്ട് ചെയ്യുവാൻ എന്തൊരു സൊല്യൂഷൻ എടുക്കാം, ഗവൺമെന്റ് എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളിലും അതിൽ ഈ നിക്ഷേപം നമുക്ക് തിരിച്ചു കൊടുക്കുവാൻ വേണ്ടിയുള്ള, സഹകരണ മേഖലയെ എങ്ങനെ സംരക്ഷിക്കുവാൻ വേണ്ടിയുള്ള ഒരു തീരുമാനം എടുക്കുന്നത് ഉപരിയായി ഇത്തരത്തിലുള്ള ചില ഉദ്യോഗസ്ഥ തലങ്ങളിൽ മാത്രം ചർച്ച ചെയ്തുകൊണ്ട്, അത് ഏത് തന്നെ എടുത്താലും ശരി, അതെല്ലാം ചർച്ച എന്ന് പറഞ്ഞ് പുറത്തോട്ട് പോകുന്നുവെങ്കിലും സഹകാരികളുമായി ചർച്ച ചെയ്യുന്നില്ല, ജീവനക്കാരുമായി ചർച്ച ചെയ്യുന്നില്ല. അപ്പൊ അതിലൊക്കെ ഒരു കുറവുണ്ട്. അപ്പൊ എൻ്റെ അഭിപ്രായത്തിൽ ക്ലാസിഫിക്കേഷൻ നോംസ് താൽക്കാലികമായി ഒന്ന് മാറ്റിവെക്കണം. പക്ഷെ ഇത് നടപ്പിലാക്കണം, അതിന് ഏതൊരു സംശയമില്ല. പക്ഷേ താൽക്കാലികമായിട്ടെങ്കിലും കുറച്ച് നാളത്തേക്ക് ഇതൊന്ന് മാറ്റിവെക്കണം എന്നുള്ളതാണ് എൻ്റെ സഹകരണ ജനാധിപത്യ വേദിയുടെ അഭിപ്രായമായിട്ട് പറയാം. പാക്സിൻ്റെ അഭിപ്രായമല്ല, ഞാൻ നേരത്തെ പറയുകയാണത്. അപ്പോൾ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വരുമ്പോൾ അത് ഇപ്പൊ ജീവനക്കാരുമായി ഇത് ചർച്ച ചെയ്യണം, സഹകാരികളുമായിട്ട് ഇതൊരു ഡിസ്കഷൻ ഇല്ല. ഇത് കുറച്ചു പേർക്ക് ഇരുന്ന് ഇങ്ങനെ ഏകപക്ഷീയമായിട്ട് എടുക്കുന്ന ഒരു തീരുമാനം പോലെയാണ് സഹകരണ മേഖലയിലുള്ള എന്തെല്ലാം വിഷയങ്ങൾ എടുത്താൽ തന്നെ. ഇപ്പൊ ആഡിറ്റുമായി ബന്ധപ്പെട്ട് തന്നെ 4 സർക്കുലറുകൾ ഇറക്കേണ്ടി വന്നു ഗവൺമെന്റ്. എന്ത് ആക്ഷേപകരമാണ്. ആരാണ് തീരുമാനമെടുക്കുന്നതെന്ന് ഇതുവരെ വ്യക്തതയില്ല. അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒന്നുകൂടെ പുനഃപരിശോധിക്കണം. അതുകൊണ്ട് താൽക്കാലികമായി ഈ ക്ലാസിഫിക്കേഷൻ ഒന്ന് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വിഷയം സഹകരണ മേഖലയിൽ തീരുമെന്ന് വിശ്വസിക്കാൻ പറ്റില്ല. അത് താൽക്കാലികമായി ഈ ക്ലാസിഫിക്കേഷൻ ഒന്ന് മാറ്റിവെക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, അപ്പോൾ സഹകരണ വീക്ഷണം ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ ചർച്ചകൾ സംഘടിപ്പിക്കുന്നത് വളരെയധികം സ്വാഗതാർഹമാണ് എന്ന് മാത്രം ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട്, ഇനിയും ഇത്തരത്തിലുള്ള ചർച്ചകൾ നടക്കണം. സഹകരണ വീക്ഷണം വളരെ സജീവമായി മുന്നോട്ട് പോവുകയാണ്. കേരളത്തിലെ മുഴുവൻ സഹകാരികളും, അതിൽ പക്ഷഭേദമില്ലാതെ മുഴുവൻ സഹകാരികളും അതിൽ സഹകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. സഹകരണ വീക്ഷണത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. നമസ്കാരം. നമ്മുടെ അഡ്വക്കേറ്റ് അബ്ജേഷ് സാർ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറഞ്ഞെങ്കിൽ അദ്ദേഹത്തിന് ശ്രദ്ധയിലേക്ക് പെടുത്തുന്നത്, ഇപ്പം പല തീരുമാനങ്ങളും വരുമ്പോൾ നമുക്ക് സാവകാശം കിട്ടുന്നുണ്ട്. ഉദാഹരണത്തിന് അസിസ്റ്റന്റ് സെക്രട്ടറിയുടെ പ്രൊമോഷൻ, അതുപോലെ തന്നെ നമ്മുടെ സഹകരണത്തിൽ നിയമ ഭേദഗതി, ഇത് 14 ജില്ലകളിലെയും അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ചിട്ടാണ് വന്നത്. പക്ഷെ ഇതിലൊക്കെ അതുപോലെ തന്നെയാണ് ഈ ഡ്രാഫ്റ്റ്, ഈ പ്രപ്പോസൽ വന്നതും ഒക്കെ നമ്മുടെ ഒരുപാട് വർഷങ്ങളായിട്ടുള്ള പ്രോസസ്സാണ്. അതൊക്കെ കൃത്യമായി സമയം കിട്ടുന്നുണ്ട്. പക്ഷേ ഇതിലൊരു പ്രധാനമായ പ്രശ്നം, സഹകാരികൾ ആവശ്യപ്പെടുന്ന പോലെ സഹകാരികളുടെ ആവശ്യങ്ങൾ പലത് പറയുമ്പോഴും നമ്മൾ ഈ വിഷയം സംബന്ധിച്ച് നമ്മുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ നമ്മുടെ അഭിപ്രായങ്ങൾ പരിഗണിക്കാതെ ഏകപക്ഷീയമായ രീതിയിലാണ് സഹകരണ നിയമങ്ങളും ചട്ടങ്ങളും എല്ലാം പുറത്തു വരുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആയി കുറച്ചു കാലങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പങ്കെടുത്ത ആളുകളൊക്കെ, പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ നമ്മുടെ വിഷയങ്ങൾ പറഞ്ഞു. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് അവരുടേതായ 1-2 അഭിപ്രായങ്ങളും കൂടി അവതരിപ്പിക്കാവുന്നതാണ്. സർ, എംപ്ലോയീസ് ഫണ്ടിന്റെ സംസ്ഥാന പ്രസിഡന്റ് മീറ്റിംഗിൽ പങ്കെടുത്തിട്ടുണ്ടെന്ന് എന്ന് പറഞ്ഞാൽ ഇ.ടി. സാബു ഒന്നുമില്ലല്ലോ. അല്ല, ബിനു കാവുങ്കൽ ബിനു സാർ ഉണ്ടോ? നേരിട്ട് പങ്കെടുക്കുന്നുണ്ട്. ഓക്കെ, ബിനു സാർ ഞാൻ സാബുവിനെ കുറെ സെർച്ച് ചെയ്തു, കിട്ടിയില്ല. ബിനു സാർ പറഞ്ഞോളൂ. ബിനു സാർ, ഓക്കെ സാർ, അഭിപ്രായം പറയും. ഞാൻ ക്ഷമിക്കണം, അല്പം വൈകിയാണ് ഞാൻ ഇതിൽ കയറിയത്. അതോടൊപ്പം തന്നെ ഇത്തിരി തിരക്കിട്ടും കൂടിയാണ്. പക്ഷെ സാബുവിനെ കിട്ടിയില്ല. സാബു എന്തോ എൻഗേജാണ് എന്നാണ് അന്വേഷണത്തിൽ മനസ്സിലായത്. അതുകൊണ്ടാണ്. ഇനി കാര്യത്തിലേക്ക് വരാം. നമ്മുടെ
ഈ ക്ലാസിഫിക്കേഷൻ നോംസ് പരിഷ്കരണം ആവശ്യമാണ്. അതിനെ നമുക്ക് എതിർക്കേണ്ട കാര്യമില്ല. പക്ഷെ പരിഷ്കരണത്തിന് തയ്യാറെടുത്ത സമയം ആണ് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത്. കാരണം ഈ സഹകരണ മേഖലയിൽ ഇപ്പൊ കുറച്ചു കാലങ്ങളായിട്ട് ഒരു വിശ്വാസ്യതയുടെ വിഷയം ഉണ്ട്, ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആ വിശ്വാസ്യതയുടെ ആ വിഷയങ്ങൾ നിലനിൽക്കുമ്പോൾ അതിന്റെ അടിത്തറ നമുക്ക് ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ ക്ലാസിഫിക്കേഷൻ നോംസുകൾ പരിഹരിക്കുന്നത് ഉചിതമാവുകയുള്ളൂ. കാരണം നിക്ഷേപങ്ങൾ പിൻവലിഞ്ഞു പോകുന്നുണ്ട്. സർക്കാരിന്റെ ചില വാഗ്ദാനങ്ങൾ അല്ലെങ്കിൽ സർക്കാരിന്റെ ഔദ്യോഗികമല്ലാതെ അനൗദ്യോഗികമായ സഹകരണ മേഖലയ്ക്ക് കോട്ടം വരുന്ന രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. വായ്പ തിരിച്ചടക്കുന്ന കാര്യത്തിലുള്ള അലംഭാവം കാണിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള ഇതെല്ലാം സഹകരണ മേഖലയ്ക്ക് ക്ഷീണം പറ്റിയിട്ടുണ്ട്. അപ്പൊ ഇത് ഒന്നാമത് എനിക്ക് പറയാനുള്ളത്, ഇത് ഒരു 1.5-2 വർഷക്കാലത്തേക്ക് മാറ്റി വെക്കുക. അതിനുശേഷം നമ്മൾ അടിത്തറ ബലപ്പെടുത്തിയതിനു ശേഷം മാത്രം ഈ ക്ലാസിഫിക്കേഷൻ നോംസ് ആലോചിക്കുക. മറ്റൊന്ന്, നമ്മുടെ ഈ നോംസിന്റെ കരട് രേഖ പരിശോധിച്ചപ്പോൾ എല്ലാ സ്ഥലത്തും എല്ലാം തന്നെ സഹകരണ സംഘങ്ങൾക്ക് താങ്ങാവുന്നതിലും അപ്പുറം അച്ചീവ് ചെയ്യാവുന്നതിലും, ഈ പ്രത്യേക സാഹചര്യത്തിൽ അച്ചീവ് ചെയ്യാവുന്നതിലും അപ്പുറമാണ് ഈ നോംസ് എല്ലാം വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എനിക്ക് ഇതിൽ പറയാനുള്ളത് അത്ര പറയാനുള്ളൂ. കാരണം അതിന്റെ വിശകലനത്തിലേക്ക് കൂടുതൽ കടക്കാൻ ഈ വൈകിയ വേളയിൽ ഞാൻ തയ്യാറല്ല. മറ്റു പലരും പറഞ്ഞിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായിക്കോട്ടെ, ക്ലാസിഫിക്കേഷൻ നോംസിന്റെ കരട് രേഖയിൽ പറയുന്ന കാര്യങ്ങൾ നേരത്തെ ഒരു കരട് രേഖ ഇറക്കി അതിന് നമ്മൾ ആക്ഷേപങ്ങൾ കൊടുത്ത് ആ ആക്ഷേപം ചിലത് നമ്മൾ കൊടുത്ത ഇപ്പൊ കേരള എംപ്ലോയീസ് ഫ്രണ്ട് കൊടുത്ത ആക്ഷേപങ്ങൾ പരിഗണിക്കുക എന്നുള്ളതല്ല, അവർ വിട്ടുപോയ മേഖലകൾ നമ്മൾ സ്പർശിച്ചപ്പോൾ അതുകൂടി കയറ്റിയിട്ട് കൂടുതൽ ദുഷ്കരമാക്കുന്ന രീതിയിലാണ് വീണ്ടും ഇത് ചെയ്തിരിക്കുന്നത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, നോംസ് ക്ലാസിഫിക്കേഷൻ നോംസ് കൂടുതൽ പരിഷ്കരിക്കുക എന്നുള്ളത് ഏറ്റവും അഭികാമ്യം മാറ്റിവെക്കലാണ്. രണ്ടാമത് ഇപ്പൊ ഈ പറയുന്ന കാര്യങ്ങളിൽ അല്ലെങ്കിൽ വളരെ ലളിതമാക്കുക. ഒരു നമുക്കൊന്നും പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു കണ്ണ് പൂട്ടിയിട്ടുള്ള കണക്ക് കഴിഞ്ഞ 2013 ക്ലാസിഫിക്കേഷൻ നോംസ് പരിഷ്കരിച്ചു എന്ന് പറയുന്ന അതിനുശേഷം വന്ന വർധനവുകളെ കണക്കൂട്ടി ഓരോ വർഷവും ഉണ്ടാകുന്ന മാറ്റം എന്നുള്ള നിലയിൽ സഹകരണ മേഖലയ്ക്കും ജീവനക്കാർക്കും ഇത്രത്തോളം മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ള ഒരു കണക്കൂട്ടലുകളാണ് ഉണ്ടാക്കിയത്. പക്ഷെ ഇത് അത്രയ്ക്കുള്ള ഒരു വളർച്ച സഹകരണ മേഖലയ്ക്ക് ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഇത് അഭികാമ്യമല്ലാത്ത നോംസ് ആണ് എന്ന് ഞാൻ പറയാൻ കാരണം. തീർച്ചയായിട്ടും നിർബന്ധമാണെങ്കിൽ ചെയ്യുന്നത് വളരെ ലളിതമായ രീതിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താം എന്ന് മാത്രം. അല്ലെങ്കിൽ സഹകരണ മേഖല, കേരളത്തിലെ സഹകരണ മേഖല തകർന്നു പോവുകയും കോർപ്പറേറ്റുകളും പിന്നെ കേന്ദ്ര സഹകരണ നിയമം ഗംഭീരമായിട്ട് വരികയാണ്. അവരിടിച്ചു കയറി കേരളത്തില് സഹകരണ പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കും. അവരുണ്ടാക്കുന്നതിന് നമുക്ക് തടയാൻ പറ്റില്ല. കാരണം സഹകരണ മേഖല എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. കേന്ദ്രമെന്നോ സംസ്ഥാനമെന്നോ ഉള്ളതല്ല, നാടിന്റെ വികസനത്തിനാണ് ആവശ്യം. പക്ഷെ നമ്മളുടെ ഈ കൂട്ടിക്കെട്ടലുകൾ ഈ പ്രസ്ഥാനത്തെ തകർക്കും. ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു. ഓക്കെ ബിൽ സാർ, ഇനി പാർട്ടിസിപ്പൻസ് ആയ ആളുകൾക്ക് അവരുടേതായ അഭിപ്രായങ്ങൾ കൂടി രേഖപ്പെടുത്താം. ശ്രീജിത്ത് സാർ, പറയൂ ജയ്സൺ സാർ. 2 കാര്യങ്ങള്. ഒന്ന്, ഈ നിക്ഷേപങ്ങളെ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാന മാനദണ്ഡമാക്കി ക്ലാസിഫിക്കേഷൻ നടത്തുന്നത് ഇന്നത്തെ കാലഘട്ടത്തിന് യോജിച്ചതാണോ? അല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. 2, ഇത് കരട് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ കുറച്ചുകൂടി ചർച്ചയും പഠനവും വേണ്ടതായിരുന്നു എന്ന ഒരഭിപ്രായം കൂടി പങ്കുവെക്കുന്നു. തീർച്ചയായും. പ്രത്യേകിച്ച് ഹലോ സാർ, നമസ്കാരം. നമസ്കാരം സാജു പറയും. സാർ, യെസ്. അല്ല പിള്ള സാറേ, ഒരു ഡൗട്ട്. നമുക്ക് ഇതിനകത്ത് പാരഗ്രാഫ് 12 നമ്മുടെ എംപ്ലോയീസിന്റെ പ്രൊട്ടക്ഷനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ.
അപ്പൊ അതിൽ പാര 5 പ്രകാരം അഡീഷണൽ സ്റ്റാഫായിട്ട് വന്നിട്ടുള്ള ആളുകൾക്ക് പ്രൊട്ടക്ഷൻ ഇല്ല എന്നാണ് അതിനകത്ത് പറഞ്ഞു വെച്ചേക്കുന്നത്. പിള്ള സാർ ഹലോ, ലൈനിൽ ഇല്ല തോന്നുന്നു. ഇല്ലല്ലേ? ഓക്കെ, ലൈനിലുണ്ട്, ഉണ്ടോ? കേൾക്കാൻ പറ്റും. കേൾക്കാമല്ലേ അല്ലേ? പിള്ള സാർ ലൈനിൽ. പിള്ള സാർ കേൾക്കാം. ക്ലാസ് താഴുകയാണെങ്കിൽ ആ താഴ്ന്ന ക്ലാസ്സിലെ തസ്തിയേക്കാൾ കൂടുതൽ ജീവനക്കാർ വരികയാണെങ്കിൽ അവർക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട്. ആ പ്രൊട്ടക്ഷൻ ഉള്ള ജീവനക്കാർക്ക് ഭാവിയിൽ ഉണ്ടാകുന്ന തസ്തികകളിൽ സ്ഥിരം നിയമനം കൊടുക്കുമെന്നാണ് പറയുന്നത്. പക്ഷെ അതിന്റെ ഒന്നും ആവശ്യം വരികയില്ല. ഇപ്പം തൽക്കാലം നമുക്ക് 6 മാസത്തെ സംരക്ഷണ സമയം തന്നിട്ടുണ്ട്. അത് വേണമെങ്കിൽ 6 മാസം കൂടെ നീട്ടാം. 2010 പോസ്റ്റ് അതർ ദാൻ ദോസ് മെൻഷൻ ഇൻ പാരഗ്രാഫ് 5 ഓഫ് ദിസ് നോട്ട് എന്ന് പറയുന്നുണ്ട്. അവർക്കല്ലേ പ്രൊട്ടക്ഷൻ കിട്ടുള്ളൂ. ഈ അഡീഷണൽ അതായത് നോർമൽ ക്ലാസിഫിക്കേഷന് കൂടുതലായിട്ട് അഡീഷണൽ പോസ്റ്റ് ആർക്കില്ല, അതായത് ബ്രാഞ്ച് വൈസ് ഒക്കെ കിട്ടിയിട്ടുള്ള പോസ്റ്റുകൾക്ക് നമുക്ക് ഇത് കിട്ടാതെ വരുമോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അവർക്കുണ്ട്, പ്രൊട്ടക്ഷൻ ഉണ്ട്. തീർച്ചയായിട്ടും അവർക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട്. സാങ്ഷൻഡ് പോസ്റ്റിലെല്ലാം പ്രൊട്ടക്ഷൻ ഉണ്ട്. അങ്ങനെ അതർ ദാൻ പാര 5 എന്ന് പറയുന്നുണ്ട് അതിനകത്ത്. അല്ല, മറ്റേത് അഡീഷണൽ ആയിട്ട് തരുന്നതാണല്ലോ. ബ്രാഞ്ചുകൾക്ക് ബ്രാഞ്ച് തുടങ്ങി 1 വർഷം കഴിഞ്ഞാണല്ലോ പോസ്റ്റ് അനുവദിക്കുന്നത്. അവർക്കും പ്രൊട്ടക്ഷൻ ഉണ്ട്. പിന്നെ നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്യേണ്ട വേറൊരു പോയിന്റ് എനിക്ക് തോന്നുന്നത്, ഇപ്പൊ ഇതുവരെയും ഒരു ക്ലാസിഫിക്കേഷൻ നോംസിലും കൺസിഡർ ചെയ്യാത്ത ഒരു കാര്യമാണ് ഒരു ബ്രാഞ്ചിന്റെ പ്രോഫിറ്റബിലിറ്റിയും അതുപോലെ അവിടുത്തെ ബിസിനസ്സും. നമ്മൾ ഈ ഒരു ബ്രാഞ്ചിലേക്ക് ഒരു മാനേജർ, ഒരു ക്ലർക്ക്, ഒരു പ്യൂണ്, ഒരു പാർട്ട് ടൈം കൊടുക്കാമെന്ന് പറയുമ്പോഴും ബ്രാഞ്ച് ഒരു സ്പെഷ്യൽ ഗ്രേഡ് അല്ലെ ഒരു സൂപ്പർ ഗ്രേഡ് ലെവലിലുള്ള ആ ബിസിനസ് ചെയ്യുന്ന ബ്രാഞ്ചുകളുണ്ടാവും. അവിടേക്കൊക്കെ നമുക്ക് അഡീഷണൽ സ്റ്റാഫ് വേണമെന്നുണ്ട്. പിന്നെ നമ്മൾ സ്പെഷ്യൽ പെർമിഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ അത് ഭയങ്കര കോംപ്ലിക്കേഷൻ വരുന്നുണ്ട്. നമുക്ക് ഒരു അഡീഷണൽ പോസ്റ്റ് സാങ്ഷൻ ഒക്കെ എടുക്കുക എന്ന് പറയുന്നത്. അത് GMA, അത് ഒരു സഹകരണ വകുപ്പിന്റെ ഒരു വികലമായ കാഴ്ചപ്പാടാണ്. നമുക്ക് ഒരു ബ്രാഞ്ച് പ്രോഫിറ്റ് ആണോ അല്ലയോ എന്ന് അറിയണമെങ്കിൽ അവിടെ ഒരു ട്രാൻസ്ഫർ പ്രൈസ് മെക്കാനിസം വേണം. ആ ബ്രാഞ്ച് സർപ്ലസ് ഡെപ്പോസിറ്റ് ഉള്ള ഒരു ബ്രാഞ്ച് ആണെങ്കിൽ ആ ബ്രാഞ്ചിന്റെ സർപ്ലസ് ഡെപ്പോസിറ്റ് ഹെഡ് ഓഫീസിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ആ ട്രാൻസ്ഫർ ചെയ്യുന്ന തുകയ്ക്ക് ഒരു പലിശ ബ്രാഞ്ചിന് കൊടുക്കണം. ആ ബ്രാഞ്ചിന്റെ P&L അക്കൗണ്ടിൽ അത് ഇൻകം ആയിട്ട് കാണിക്കണം. നേരെ മറിച്ച് ഡെപ്പോസിറ്റ് കുറവാണ്, ലോൺ കൂടുതലാണ് എങ്കിൽ ആ അധിക വായ്പ കൊടുക്കുന്നതിന് ഹെഡ് ഓഫീസിൽ നിന്ന് ബോറോ ചെയ്ത തുകയ്ക്ക് ഹെഡ് ഓഫീസിന് ഒരു പലിശ ബ്രാഞ്ച് കൊടുക്കണം. ഇതിനെയാണ് ട്രാൻസ്ഫർ പ്രൈസ് മെക്കാനിസം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ട്രാൻസ്ഫർ പ്രൈസ് മെക്കാനിസത്തിന്റെ സർക്കുലറോ അതിന്റെ ഒരു മാനദണ്ഡമോ ഇതുവരെ രജിസ്ട്രാർ ഇഷ്യൂ ചെയ്തിട്ടില്ല. പിന്നെ എങ്ങനെ ഒരു ബ്രാഞ്ച് ലാഭമാണെന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് പോസ്റ്റ് സാങ്ഷൻ ചെയ്യുന്നതാണ് സർക്കുലർ പറയുന്നത്. എങ്ങനെ പിന്നെ സഹകരണ വകുപ്പ് ഉറപ്പുവരുത്തും? അല്ലെ സാർ, അതില് സാജി സാർ പറഞ്ഞതിൽ വളരെ ഒരു പോയിന്റ് ഉണ്ട്. ചില ബ്രാഞ്ചുകളൊക്കെ 100 കോടി ഉള്ള ബ്രാഞ്ചുകളുള്ള സംഘങ്ങളുണ്ട്. അപ്പൊ അവർ ആവശ്യത്തിലുള്ള ജീവനക്കാരെ 100 കോടി ഉള്ള 200 കോടിയുള്ള ബ്രാഞ്ച് ഉണ്ട് ഞങ്ങൾക്ക്. 3 ബ്രാഞ്ച് ഉണ്ട്. അപ്പൊ ആ ഒരു സാഹചര്യത്തില് അതൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ബ്രാഞ്ച് വൈസും കൂടി കൺസിഡർ ചെയ്യേണ്ടതുണ്ട് എന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു അത് തീർച്ചയായിട്ടും വേണം. പക്ഷെ അതിനൊരു മാനദണ്ഡം വേണം ശ്രീജിത്ത്. ബ്രാഞ്ചിന്റെ പ്രോഫിറ്റ് ആവാണോ അല്ലയോ എന്ന് അറിയണമെങ്കിൽ ഒരു മാനദണ്ഡം വേണം. അതാണ് ഞാൻ പറഞ്ഞ ട്രാൻസ്ഫർ പ്രൈസ് മെക്കാനിസം വേണം. അത് ഈ നിർദ്ദേശങ്ങളിൽ വരണം എന്നുള്ളതാണ്. അത് തന്നെ. വെരി ഗുഡ്. ഇനി മറ്റാർക്കെങ്കിലും അഭിപ്രായങ്ങളുണ്ടോ? പറഞ്ഞോട്ടെ. നമ്മൾ 2013 ലാസ്റ്റ് ക്ലാസിഫിക്കേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ എവരി 3 ഇയർ ആണ് അത് പിന്നെ ചേഞ്ച് ചെയ്യണം എന്നുള്ളൊരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം പറഞ്ഞത് ഇപ്പോൾ ഒരു വർഷം 10% വെച്ച് ഇൻക്രിമെന്റ് ഇടുകയാണെന്നുണ്ടെങ്കിൽ കൂടെ നമുക്ക് ഇപ്പോൾ വരുന്നത് 120% അപ്പോൾ ഒരിക്കലും ഒരു വർഷം 10% വെച്ച് കാൽക്കുലേറ്റ് ചെയ്യരുത്. 3 വർഷം കൂടുമ്പോൾ ഉള്ളത് 3 വർഷം വെച്ചിട്ട് തന്നെ കാൽക്കുലേറ്റ് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 12 വർഷത്തിന് ശേഷം ഇപ്പോൾ വരുന്നത് പരമാവധി 40% കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതല്ല, സാറ് പറഞ്ഞതിൽ, സജിത് സാർ പറഞ്ഞതിൽ ഒരു പോയിന്റ് എന്താ വെച്ചാല്, ഇതിനു മുന്നേ മനു ദിവാകരൻ സാറാണ് അത് പറഞ്ഞത്. 10% വർധനവാണക്ക് ന്യായമാണ് എന്ന് പറഞ്ഞത്. അതൊരു ഒരു കാര്യം അദ്ദേഹത്തിന് ഒരു സജഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. സാറിന്റെ നിർദ്ദേശങ്ങളിൽ എവിടെയും തന്നെ 10% ഒന്നും പഴയ 2013 സർക്കുലറിൽ പറഞ്ഞിട്ടില്ല. റിവിഷൻ ചെയ്യും. അല്ല, പരമാവധി വരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇപ്പോൾ കാലാനുസൃതമായിട്ട് മാറ്റങ്ങൾ വരണം എന്നുള്ള നിർബന്ധമാണ്. പക്ഷെ അതൊന്ന് മാറ്റം വരുന്ന സമയത്തും പിന്നെ അതുപോലെ തന്നെ ഒരു താൽക്കാലികമായി നീട്ടിവെക്കുക എന്നുള്ള ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ള ഒരു ഇതല്ല. അപ്പോൾ ഒരു വർഷത്തിന് ശേഷം ഇതേ നോംസ് തന്നെ എടുത്തിട്ട് അത് അപ്ലിക്കബിൾ ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ഇതുണ്ട്.
അപ്പൊ നീട്ടിവെക്കുക എന്നുള്ളതിന്റെ പുറമെ ഇതിന് വർധന വരുത്താൻ പറ്റുന്നതിന് ഒരു പെർസെന്റേജിന് ഒരു ലിമിറ്റ് വെക്കണം. അതുപോലെ തന്നെ ഇനി ഒരു ക്ലാസിഫിക്കേഷൻ നോംസ് വെക്കുന്ന സമയത്ത് സമയബന്ധിതമായിട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള ഉറപ്പും കൂടെ അതിൽ വരുത്തേണ്ടതുണ്ട്. പിന്നെ അതേപോലെ തന്നെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ക്ലാസിഫിക്കേഷൻ താഴ്ന്ന സംഘങ്ങളിൽ നിന്നുള്ള ഗവൺമെന്റിലേക്കുള്ള ഫീസുകളും കാര്യങ്ങളും കൂടെ ഒന്ന് ലിമിറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളും കൂടെ നിങ്ങൾ ഇത് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഒന്ന് പ്രസന്റ് ചെയ്യണം എന്നുള്ളതാണ്. കാര്യം എന്താ വെച്ചാൽ ലോസിലുള്ള സംഘങ്ങളിലൊക്കെ ഈ ഓട്ട് കോസ്റ്റിനോ അതുപോലെ സെയിൽ ഓഫീസർ കോസ്റ്റിനോ മറ്റ് യാതൊരുവിധ പേയ്മെന്റുകൾക്കും ഒരളവും അനുവദിക്കുന്നില്ല. അപ്പൊ ആ ഒരു കാര്യം കൂടെ ക്ലാസിഫിക്കേഷൻ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അതിലൊരു കരടിൽ കൊണ്ടുവരണം എന്നുള്ള ഒരു അഭിപ്രായം കൂടെ ഉണ്ട്. വളരെ പിള്ള സാറേ, വളരെ വാലിഡ് ആയിട്ട് പോയിന്റ് ആണ് സജിത്ത് പറഞ്ഞിട്ട്. ക്ലാസിഫിക്കേഷൻ കുറയുമ്പോൾ ഇപ്പൊ കൂട്ടിയ ഓഡിറ്റ് ഫീയും മറ്റുള്ള കോസ്റ്റും ഒക്കെ കുറയ്ക്കണം. കാരണം നമ്മളെ ശമ്പളമൊക്കെ കുറഞ്ഞല്ലോ. അപ്പൊ ആ സമയത്ത് തീർച്ചയായിട്ടും അതേപോലെ തന്നെ ഡൊണേഷൻസ് കാര്യങ്ങളും കൂടെ ലിമിറ്റേഷൻ വെക്കണം. അത് SCUവിന്റെ ആണെന്നുണ്ടെങ്കിലും CCUവിന്റെ ആണെന്നുണ്ടെങ്കിലും മറ്റു കാര്യങ്ങൾക്ക് എന്ത് കാര്യങ്ങൾക്കാണെന്നുണ്ടെങ്കിലും ലോസ് മറ്റു കാര്യങ്ങൾ പേയ്മെന്റ് കൊടുക്കുന്നതിൽ ഒന്നിലും ബാധകമല്ല. ജീവനക്കാരുടെ ശമ്പളത്തിൽ മാത്രമാണ് ഈ കാര്യങ്ങൾ പ്രാബല്യത്തിൽ വരുന്നത്. അതൊരു വളരെ ഇതായിട്ടുള്ള ഒരു കാര്യമാണ്. ആ കാര്യം കൂടെ ഒന്ന് ഇതിൽ വെക്കണം എന്നുള്ളൊരു അഭിപ്രായം കൂടെ ഉണ്ട്. സജിത്ത് വളരെ വാലിഡ് ആണ്. ജോസഫ് സാറേ പറഞ്ഞോട്ടെ പിള്ള സാർ പറഞ്ഞോട്ടെ സാറേ. പറയൂ. പിള്ള സാർ പറഞ്ഞ പോലെ തന്നെ ശരിക്കും പറഞ്ഞാല് വരുമാനം ഒരു ഭാഗമാണ്. വരുമാനവും ചെലവും തമ്മിലുള്ള വ്യത്യാസം വേണ്ടതാണ്. മറിച്ച് നമ്മുടെ ഒരു വർഷത്തിലുണ്ടാകുന്ന പ്രവർത്തന ലാഭം, അത് ആ പ്രൊവിഷൻ ഒഴിവാക്കിയുള്ള ഒരു പ്രവർത്തന ലാഭം ഉണ്ടാകുന്നുണ്ട്. ആ പ്രവർത്തന ലാഭത്തെ മിച്ച ഫണ്ടെന്ന് വിളിക്കണം. ആ മിച്ച ഫണ്ട് രൂപീകരിക്കുന്ന സ്ഥാപനങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് പ്രത്യേകമായ പരിഗണന കൊടുക്കണം. അല്ലാതെ ലോസ് എന്ന് പറയുന്ന ഒരു സംഗതി, നെറ്റ് ലോസ് എന്ന് പറയുന്ന ഒരു സാധനം എടുക്കരുത്. മറിച്ച് അതുപോലെ തന്നെ ഈ ഒരു വർഷം ലോസ് പ്രോഫിറ്റ് ഉണ്ടാകുകയും അതേ വർഷം തന്നെ ഫണ്ട് റോഷൻ സംഭവിക്കുകയും ചെയ്യും. നിക്ഷേപത്തിൽ ഫണ്ട് എടുത്ത് കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാവും. അപ്പോൾ ആ ആക്ച്വൽ ഫണ്ട് റോഷൻ എന്താണോ ആ ഫണ്ട് റോഷനും കണക്കാക്കുകയും ആ ഫണ്ട് റോഷനും അതുപോലെ തന്നെ മിച്ച ഫണ്ട് ഉണ്ടെങ്കിൽ ആ മിച്ച ഫണ്ടും ഒരു പ്രധാന ഘടകമാക്കേണ്ടതാണ്. കേരളത്തിലെ ഏതാണ്ട് 60% സഹകരണ സംഘങ്ങളിൽ മിച്ച ഫണ്ട് ഉണ്ടാകുന്നുണ്ട് ഓരോ വർഷങ്ങളിലും. ആ മിച്ച ഫണ്ട് എന്ന് പറയുന്നത് ഈ ഒരിടത്തും ക്ലാസിഫിക്കേഷൻ ഒരിടത്തും കാണിക്കുന്നേയില്ല. അതിന് പകരം ലോസ് ആണ് കാണിക്കുന്നത്. ലോസ് എന്ന് പറയുന്നത് പ്രൊവിഷന്റെ അടിസ്ഥാനത്തിലുള്ള ലോസാണ്. പ്രത്യേകിച്ച് ഇൻട്രസ്റ്റിന്റെ പ്രൊവിഷൻ കൊടുക്കുന്നത്. അപ്പൊ അതൊരു സർ ജോസഫ് സാർ, ഇത് ഇന്ത്യയിലെ അക്കൗണ്ടൻസി നിയമപ്രകാരം ധനകാര്യ സ്ഥാപനങ്ങൾ തീർച്ചയായും പ്രൊവിഷൻ വെക്കണം. കാരണം നമ്മൾ ഒരു ഭാഗത്ത് കിട്ടാനുള്ള പലിശ കാണിക്കുമ്പോൾ നമ്മൾ മറ്റു ഭാഗത്ത് കൊടുക്കാനുള്ള പലിശയും കാണിക്കണം. ഒബ്വിയസ്ലി കൊടുക്കുന്ന സമയത്ത് നമുക്ക് ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഇതിനുള്ള റിസർവ് വെക്കണമെന്ന് IREC നോംസും RBI നോംസും എല്ലാം അങ്ങനെ തന്നെയാണ്. അപ്പോൾ മാത്രമേ ഒരു സംഘത്തിന്റെ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ പറയൂ സാറേ ആ പ്രൊവിഷൻ വെക്കുന്നതെന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞാൽ 100% NPA ആണ് ഈ പറയുന്ന കിട്ടാക്കടം എന്ന് പറയുന്ന സാധനം. ആ കിട്ടാക്കടത്തിന് പ്രൊവിഷൻ വെക്കണം. മറിച്ച് ഒരു സംഘത്തിന്റെ ഇൻട്രസ്റ്റിന് പ്രൊവിഷൻ വെക്കുക എന്ന് പറയുന്നത് ശരിയല്ല. അതെങ്ങും പറയുന്നില്ല. എങ്ങും കേരളത്തിൽ സഹകരണ മേഖലയിൽ മാത്രമാണ് പ്രൊവിഷൻ വെക്കുന്നത്. കിട്ടാക്കടത്തിന് ഈ കിട്ടാനുള്ള പലിശയ്ക്ക് പ്രൊവിഷൻ വെക്കുന്നത്. കിട്ടാക്കടത്തിന്റെ പലിശയ്ക്കുമാണ് പ്രൊവിഷൻ വെക്കേണ്ടത്. ജോസഫ് സാർ പറഞ്ഞ സാർ പിള്ള സാർക്ക് തന്നെ ഒരു മറുപടി പറയാൻ പറ്റുമോ? ഞാൻ പറയാം. നമ്മള് P&L അക്കൗണ്ടില് വായ്പ എന്നുള്ള പലിശ വരവ് ഒരു ഫോർമുല വെച്ചുകൊണ്ടാണ് കാണുന്നത്. ആ ഫോർമുല എന്ന് പറയുന്നത് 2025 മാർച്ച് 31 അവസാനിച്ച സാമ്പത്തിക വർഷത്തെ വായ്പ എന്നുള്ള പലിശ വരവെന്ന് പറയുന്നത് 24-25 സാമ്പത്തിക വർഷത്തെ R&D സ്റ്റേറ്റ്മെന്റിലെ യഥാർത്ഥത്തിൽ കിട്ടിയ പലിശ, R&D സ്റ്റേറ്റ്മെന്റിൽ വായ്പ എന്ന യഥാർത്ഥത്തിൽ കിട്ടിയ പലിശ പ്ലസ് ഇൻട്രസ്റ്റ് റിസീവബിൾ ആസ് ഓൺ 31 മാർച്ച് 2005. അത് നമ്മുടെ ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ അംഗതലത്തിലെ മൊത്തം നിൽപ്പ് വായ്പ എന്ന ഹെഡിന് താഴെ വായ്പയിൽ കിട്ടാനുള്ള പലിശ ആകെ, അതിൽ കുടിശ്ശിയാകാത്ത പലിശ, അതിൽ കുടിശ്ശിയായ പലിശ, ഈ രണ്ട് പലിശയും കൂടെ കൂടുന്നതാണ് കിട്ടാനുള്ള പലിശ. R&D സ്റ്റേറ്റ്മെന്റിലെ കിട്ടിയ പലിശയോടൊപ്പം ഈ കിട്ടാനുള്ള രണ്ട് വിഭാഗത്തിൽപ്പെടുന്ന പലിശയും കൂടെ കൂട്ടി അതിൽ നിന്നും തൊട്ടു മുൻവർഷത്തെ ബാലൻസ് ഷീറ്റിൽ കാണിച്ചിരുന്ന ആ കിട്ടാനുണ്ടായിരുന്ന പലിശ കുറച്ച് കിട്ടുന്ന തുകയാണ് ലാഭനഷ്ട കണക്കിൽ വായ്പ എന്നുള്ള പലിശ വരവെന്ന് പറയുന്നു. അന്നേരം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കിട്ടാനുള്ള പലിശ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്ന കിട്ടാനുള്ള പലിശയുടെ ബൈഫർക്കേഷനിൽ എത്രമാത്രമാണോ അതിൽ കുടിശ്ശിയ പലിശയായിട്ടുള്ളത് അത് മുഴുവനും നമ്മൾ കിട്ടിയ പലിശയോടൊപ്പം കൂട്ടുന്നു. ആ കുടിശ്ശിയായ പലിശ എത്രമാത്രമുണ്ടോ തത്തുല്യമായ തുകയ്ക്കാണ് എക്സ്പെൻഡിച്ചർ സൈഡിൽ പ്രൊവിഷൻ ഫോർ ഓവർഡ്യൂ ഇൻട്രസ്റ്റ് എന്ന ഹെഡിൽ കാണിക്കുന്നത്. നമ്മൾ കുടിശ്ശിയ പലിശ എടുക്കുന്നില്ല.
നേരെ മറിച്ച് അക്രൂഡ് ബട്ട് നോട്ട് ഡ്യൂ, നിൽപ്പ് വായ്പയിൽ ജനിച്ചതും അടയ്ക്കാൻ സമയമാകാത്തതുമായ പലിശ മാത്രമേ എടുക്കുന്നുള്ളെങ്കിൽ യു നീഡ് നോട്ട് മേക്ക് ഈവൺ എ സിംഗിൾ പൈ ആസ് പ്രൊവിഷൻ. അത് നമുക്ക് ഇൻകമായിട്ട് എടുക്കാം, അതിന് പ്രൊവിഷൻ വെക്കണ്ട. അന്നേരം കുടിശ്ശിക പലിശ ഇൻകമായിട്ട് എടുക്കുന്നതിന്റെ ഒരു പ്രായശ്ചിത്തമാണ് പ്രൊവിഷൻ ഫോർ ഓൾറെഡി ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. സാറേ ഞാനത് അക്സെപ്റ്റ് ചെയ്തു. സാറേ ഞാൻ പറഞ്ഞത്, സാർ പറഞ്ഞത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു. സാറേ ഒരു മാർച്ച് 31 തീയതി കണക്ക് കൂട്ടുമ്പോഴത്തേക്ക് ആ 3 മാസത്തെ ഒഴിച്ച് ബാക്കി മുഴുവൻ മാസത്തെയും കുടിശ്ശിയായിട്ടാണ് നടക്കുന്നത്, പലിശ കണക്കാക്കുന്നത്. 3 മാസത്തെ പലിശ മാത്രമേ ഉള്ളൂ കുടിശ്ശിയാകാത്തത്, ബാക്കി മുഴുവൻ കുടിശ്ശിയാവുകയാണ്. ആ പ്രൊവിഷനാണ് ഞാൻ പറഞ്ഞത്, റിസർവ് വെക്കുന്ന പ്രൊവിഷനാണ് ഞാൻ പറഞ്ഞത്. അല്ല, അത് മനസ്സിലാകുന്നില്ല എനിക്ക്. ആ അവസാനം 3 മാസത്തെ കുടിശ്ശിയാന്നുള്ളൂ, ബാക്കി ഒന്നും കുടിശ്ശിയാകുന്നില്ല എന്ന് പറഞ്ഞ. ഇല്ല സാറേ, എന്ന് പറഞ്ഞാല് നമ്മളിപ്പം 1 കോടി രൂപ നമുക്ക് കിട്ടാനുള്ള വായ്പ പലിശ ഉണ്ട്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ആ 3 മാസത്തെ ഒഴികെയുള്ള എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തൊരു 10 ലക്ഷം രൂപ, ആ 1 കോടിക്കകത്ത് 10 ലക്ഷം രൂപയാണ് ആ 3 മാസത്തെ പലിശയെങ്കിൽ ബാക്കി 90, ഈ 90 ലക്ഷം രൂപ എന്ന് പറയുന്നതാണ് ഈ പ്രൊവിഷൻ വെക്കുന്നത്. ഇല്ല, നമ്മള് അങ്ങനെയല്ല. നമ്മള് വായ്പ എന്നുള്ള പലിശ വരവ് കാണുന്നത് ഗഡുക്കളുടെ പ്രിൻസിപ്പൽ എമൗണ്ടിനല്ല. വായ്പയിൽ ഗഡുത്തുക കാണുന്ന ഇക്വേറ്റഡ് പ്രിൻസിപ്പൽ, എത്ര രൂപ നമ്മൾ വായ്പ കൊടുത്തോ അത് എത്ര തവണകളായി അടയ്ക്കണോ ആ വായ്പ തുകയെ തവണ കൊണ്ടായിരിക്കുമ്പോൾ കിട്ടുന്നതാണ് ഇക്വേറ്റഡ് പ്രിൻസിപ്പൽ. പ്ലസ് ഇൻട്രസ്റ്റ് ഓൺ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. ഇൻട്രസ്റ്റ് ഓൺ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. ഇൻട്രസ്റ്റ് ഗഡുവിലെ പ്രിൻസിപ്പൽ പോർഷൻ അല്ല നമ്മൾ പലിശ ഡിമാൻഡ് ചെയ്യുന്നത്. ആ വായ്പ അക്കൗണ്ടിലെ നിൽപ്പ് മുതലിന് തൊട്ട് മുൻപ് എന്ന് ഗഡു അടച്ചോ ആ ദിവസം മുതൽ ഈ ഗഡു അടയ്ക്കുന്നത് വരെയുള്ള ദിവസത്തേക്ക് നിൽപ്പ് മുതലിന് മുഴുവനാണ് നമ്മൾ ഇൻട്രസ്റ്റ് ഡിമാൻഡ് ചെയ്യുന്നത്. അത് കിട്ടുന്നില്ലെങ്കിൽ അതിന് മുഴുവൻ നമ്മൾ പ്രൊവിഷൻ വെക്കണം. അതാണ് ഇൻട്രസ്റ്റ് റിസീവബിൾ കാണിക്കുന്ന തുക മുഴുവൻ അങ്ങനത്തെ പലിശയാണ്. അതെ അതെ, തീർച്ചയായിട്ടും പിള്ള സാർ പറഞ്ഞതാണ് അതിന്റെ ഒരു. സാറേ കേട്ടോ സാറേ, ഞങ്ങളുടെ ബാങ്കിൽ, എൻ്റെ ബാങ്കില് 9 കോടി 50 ലക്ഷം രൂപയാണ് ഞങ്ങളുടെ ബാങ്കിന്റെ പ്രൊവിഷൻ ഫോർ റിസർവ് വെച്ചിരിക്കുന്നത് ഇൻട്രസ്റ്റിന്. അതിന്റെ ആപാടെ ഉള്ളത് 9 കോടി 80 ലക്ഷം രൂപയാണ്. അതിൻ്റെ അത് 30 ലക്ഷം രൂപ ഒഴികെ 9 കോടി 50 ലക്ഷം രൂപയും റിസർവ് വെക്കുകയാണ്. ഇപ്പൊ ഈ അത് ശരിയാണോ ഇല്ലെന്ന് അറിയണമെങ്കിൽ 2025 പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ് പറയുന്നതെങ്കിൽ 2025 മാർച്ച് 31 അവസാനിച്ച വർഷത്തെ നിങ്ങളുടെ ബാലൻസ് ഷീറ്റിൽ നിൽപ്പ് വായ്പകൾ, അംഗതലത്തിലെ മൊത്തം നിൽപ്പ് വായ്പകൾ, അതിൽ ഹ്രസ്വകാല കാർഷിക വായ്പ, ഹ്രസ്വകാല കാർഷിക വായ്പ, കാർഷികേതര വായ്പ, അങ്ങനെ 7 വിഭാഗങ്ങളുണ്ട്. അതിന് തൊട്ട് താഴെ വായ്പയിൽ കിട്ടാനുള്ള പലിശ, കുടിശ്ശിക ആകാത്തത്, കുടിശ്ശിക ആയത്, ആ കുടിശ്ശിക ആയ പലിശ എത്രയാണോ ബാലൻസ് ഷീറ്റിൽ കാണിച്ചിരിക്കുന്ന ആ തുക മാത്രമാണ് പ്രൊവിഷൻ ഫോർ ഓവർഡ്യൂ ഇൻട്രസ്റ്റ് ആയി എക്സ്പെൻഡിച്ചർ സൈഡിൽ P&L അക്കൗണ്ടിൽ കാണിക്കുക. 1 പൈസ പോലും അതിൽ വ്യത്യാസമില്ല. പിന്നെ അതുപോലെ സാറേ ഒരു കാര്യം കൂടെ, സാറേ ഒരു സ്ഥാപനത്തിൽ മിച്ച ഫണ്ട് ഉണ്ടാകാറുണ്ടോ? മിച്ച ഫണ്ടോ? രൂപീകൃതമാകാറുണ്ടോ? മിച്ച ഫണ്ട് ഉണ്ടാകുമല്ലോ. നമുക്ക് നിക്ഷേപത്തിന്റെ 50% വായ്പ കൊടുക്കാന്നിരിക്കെ നമുക്ക് 60% വായ്പ ഉള്ളെങ്കിൽ ലെൻഡബിൾ പോർഷൻ വായ്പ കൊടുക്കാൻ കഴിയാതെ സർപ്ലസ് ഫണ്ട് ഉണ്ട് നമുക്ക്. അത് ഇൻവെസ്റ്റ് ചെയ്യാണ്. ആ ഇൻവെസ്റ്റ്മെന്റിൽ കിട്ടുന്ന ഈൽഡ് എന്ന് പറയുന്ന വായ്പയിൽ നിന്ന് കിട്ടുന്ന ഈൽഡിനേക്കാൾ ഒരു 3% കുറവാണ്. അതാണ് മിച്ച ഫണ്ട്. സാർ ഞാനതല്ല ചോദിച്ചത്. ഞാൻ ചോദിച്ചത് നമ്മൾ 1 ലക്ഷം രൂപ ബിസിനസ് ചെയ്യുന്നു. ആ 1 ലക്ഷം രൂപ ബിസിനസ് ചെയ്യുമ്പോഴത്തേക്ക് ആ 1 ലക്ഷം രൂപയ്ക്കകത്തുനിന്ന് ഒരു വരുമാനം ഉണ്ടാകുന്നു. നമ്മുടെ സർവ്വ ചെലവും കഴിഞ്ഞ് ഒരു 1 ലക്ഷം രൂപയ്ക്കകത്ത് 50,000 ലാഭം ഉണ്ടാകുന്നെങ്കിൽ ആ സ്ഥാപനത്തിന് മിച്ച ഫണ്ടല്ലേ 50,000 രൂപ? അത് ഫണ്ട് അല്ലല്ലോ, അത് ഇൻകം അല്ലേ. ഫണ്ട് ഇൻകം അല്ലേ? ഇൻകം ആണോ? അതെ. ആ ഇൻകം അല്ലേ ശരിക്കും ആക്ച്വലി ഓൺ ഫണ്ടായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്? അതിന്റെ ഒരു ഭാഗം ഓൺ ഫണ്ട് ആയിട്ട് വരുള്ളൂ. ഔട്ട്ഫ്ലോ ഉണ്ടല്ലോ. ഞാൻ ചോദിച്ചത് അങ്ങനെ ഓൺ ഫണ്ടായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ഫണ്ടുള്ള സ്ഥാപനങ്ങൾ ഒരുപാടുണ്ടല്ലോ. ജോസഫ് സാറേ, അത് ആ കണക്കിലെ ചെറിയൊരു വ്യത്യാസമുണ്ട്. നമുക്ക് ഇപ്പൊ ഈ ക്ലാസിഫിക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് സാറിന്റെ പോയിന്റ്സ്. അല്ല, ഞാൻ പറഞ്ഞത് മിച്ച ഫണ്ട് ഉണ്ടാകുന്ന സ്ഥാപനങ്ങളെ ക്ലാസിഫിക്കേഷനകത്തൊരു ഐറ്റമായി ചേർക്കണമെന്നും മിച്ച ഫണ്ട് ഉണ്ടാകാതെ തൻവർഷം ആ സ്ഥാപനത്തിന്റെ നിക്ഷേപത്തിൽ നിന്ന് ചെലവഴിക്കുന്നുണ്ടെങ്കിൽ അതിന് ആ സ്ഥാപനങ്ങൾക്കും ഒരു ക്ലാസിഫിക്കേഷൻ ഒരു വ്യത്യാസം വരുത്തണമെന്നുമാണ് പറഞ്ഞത്. അല്ലാതെ നിക്ഷേപത്തിൽ നിന്ന് ചെലവ് വരുന്നത് നെറ്റ് വർത്ത് നെഗറ്റീവ് ആകുമ്പോഴാണ്. നെറ്റ് വർത്ത് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഓൺ ഫണ്ടിൽ അധികരിച്ച് അക്യൂമുലേറ്റഡ് ലോസ് ഉണ്ടാകുക. ഓൺ ഫണ്ട് എന്ന് പറഞ്ഞാൽ പിരിഞ്ഞു കിട്ടിയ ഓഹരി മൂലധനം, കരുതൽ ധനം,
ഫ്രീ റിസർവുകള്, ക്യാപിറ്റൽ റിസർവ്, ലാഭത്തിലെ മിച്ച ഭാഗം, ഗ്രാൻഡും സബ്സിഡിയും, ഇത്ര എലിമെന്റ്സ് കൂടുന്നതാണ് ഓൺ ഫണ്ട്. അതിൽ കൂടുതൽ സഞ്ചിത നഷ്ടം ഉണ്ടെങ്കിൽ ഫണ്ട് ഇറോഷൻ ഉണ്ട്, ഡെപ്പോസിറ്റ് ഇറോഷൻ ഉണ്ട്. സാറേ, ഇനിയും കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങളിലെ ഫണ്ട് റോഷൻ കണക്കാക്കുന്നതിന് ക്യാപിറ്റൽ റിസർവ് കൂട്ടാറില്ല. ജോസഫ് സാർ, നമ്മളെ വിഷയം അല്ല സാറേ, ഞാൻ പറഞ്ഞത് കേട്ടോ. അതായത് ഫണ്ട് ഡെഫിനിഷൻ കണക്കൂട്ടാൻ അറിയാൻ പാടില്ലാത്ത ആളുകളെ ക്യാപിറ്റൽ റിസർവ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എക്സസ് അറൈസിംഗ് ഔട്ട് ഓഫ് ദ സെയിൽ ഓഫ് നോൺ ബാങ്കിങ് ഫിക്സ്ഡ് അസറ്റ്സ്. അത് ലാഭമാണ്, അത് നമ്മുടെ ഓൺ ഫണ്ടിന്റെ ഒരു ഭാഗമാണ്. ഞാൻ ഈ കാര്യം നമ്മുടെ ഓഡിറ്റ് ഡയറക്ടറോട് പറഞ്ഞു, അവർക്ക് ഇത് മനസ്സിലായില്ല. അവരും പറയുന്നത് അങ്ങനല്ല, ഈ ക്യാപിറ്റൽ റിസർവ് കൂട്ടാൻ പറ്റില്ലെന്നാണ് പറഞ്ഞേക്കുന്നത്. ജോസഫ് സാറേ, നമ്മൾ ക്ലാസിഫിക്കേഷനുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് നടക്കുന്നത്. അതിൽ ഞാൻ പറഞ്ഞത് സാറേ, ഞാൻ പറഞ്ഞ ക്ലാസിഫിക്കേഷനകത്ത് മിച്ച ഫണ്ട് എന്ന് പറയുന്ന ഒരു പോയിന്റ് ആക്കി എടുക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഒരു സ്ഥാപനത്തിൽ മിച്ച ഫണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എല്ലാ വർഷങ്ങളിലും, അല്ലെങ്കിൽ ഒരു പുതിയ ഒരു ഓൺ ഫണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് ലാഭം ഉണ്ടാകുമ്പോൾ. അല്ല, ഈ മിച്ച ഫണ്ട് ഇതിനൊക്കെ നമ്മൾ മാത്രമല്ലോ, ഇതിന് ഓൾ ഇന്ത്യയിലെ ഒരു ഡെഫിനിഷനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അല്ല സാറേ, ജോസഫ് സാറിന്റെ വ്യൂ പോയിന്റ് ഒന്ന് നമുക്ക് എഴുതി വാങ്ങാൻ പഠിക്കാം. ഇതിപ്പം ഇതിന്മേൽ ചർച്ച കൊണ്ടുപോയിട്ട് കാര്യമില്ല. ഇതുവരെ പറഞ്ഞതല്ലാത്ത പോയിന്റ് പറയൂ വിനോദ് കുമാർ പറയൂ. സാറേ, ഞാൻ ഈ നോംസിൽ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ, നമ്മൾ OD പെർസെൻറ്റേജിലത് നേരത്തെ നമുക്ക് പഴയ പിന്നെ സൂപ്പർ ഗ്രേഡ് ബാങ്കിനുണ്ടായത് ഡിമാൻഡിന്റെ 15%. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ക്ലാസ് 1 സ്പെഷ്യൽ ഗ്രേഡിൽ വന്നിട്ടുണ്ടായത് 25%. പക്ഷെ ഇപ്പോഴെല്ലാം മാറിയിട്ട് 15% പുതിയതായി വന്ന ഗ്രേഡ്, സ്പെഷ്യൽ ഗ്രേഡിന് സൂപ്പർ ഗ്രേഡിന് 50%, ബാക്കിയെല്ലാം 20 വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പിന്നെ ഡിമാൻഡ് ഓവർഡ്യൂവിന്റെ പെർസെൻറ്റേജിൽ ഭയങ്കരമായിട്ട് നമുക്ക് എഫക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ഓവർഡ്യൂ പെർസെൻറ്റേജ് കുറക്കുമ്പോൾ സംഘത്തിനെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് പൊതുവായിട്ട്. മറ്റു കാര്യങ്ങളിലും എല്ലാവരും സൂചിപ്പിച്ചിട്ടുണ്ട്. ഇത് മാത്രം ഞാൻ പറയുന്നു, സൂചിപ്പിക്കുന്നു. 20% 15% എന്നുള്ളതല്ലേ പറയണത്? അതെ, 25% ഉണ്ടായല്ലോ സ്പെഷ്യൽ ഗ്രേഡ്, അത് 20 ഓക്കെ, മനസ്സിലായി. ഞാൻ പറയട്ടെ ശ്രീജിത്തെ, സൂപ്പർ ഗ്രേഡിന് 15% ആയിരുന്നു, ഇപ്പോൾ 15% തന്നെ. ക്ലാസ് 1 സ്പെഷ്യൽ ഗ്രേഡിന് 25% ഓവർഡ്യൂ, മുതൽ കുടിശ്ശികയുടെ കാര്യമാണ്, പലിശയല്ല. 25% ആയിരുന്നു 20% ആയിട്ട് സ്ട്രിഞ്ചൻ ചെയ്തു. ക്ലാസ് 1ന് 25 ആയിരുന്നു 20 ആക്കി. ക്ലാസ് 2നും 25 ആയിരുന്നു 20 ആക്കി. ക്ലാസ് 3നും 25 ആയിരുന്നു 20 ആക്കി. ക്ലാസ് 4ന് 30 ആയിരുന്നു 25 ആക്കി. ക്ലാസ് 5ന് 35 ആയിരുന്നു 25 ആക്കി. ഇത്രയും ഭേദഗതികൾ വരുത്തിയിട്ടുണ്ട്. അല്ല, അത് സാറേ, അതില് മനസ്സിലായി. പക്ഷെ അതില് ഇപ്പൊ സഹകാരികളായ ഞങ്ങളുടെ ആശങ്ക എന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ ARC EP നടപടികളൊന്നും പ്രത്യേകിച്ച് അപ്പം ARC നടപടികളും EP നടപടികളും ഒന്നും നടക്കുന്നില്ല. സർക്കാരിന് ജപ്തി ചെയ്യാനുള്ള പോളിസി ഇല്ല. ഏക കിടപ്പാട നിയമം വരുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളെയാണ് ബാധിക്കുന്നത്. അപ്പം അത്തരം വരുമ്പോൾ വീണ്ടും ക്ലാസിഫിക്കേഷൻ വീണ്ടും മോശമാണ്, ഓവർഡ്യൂ കൂടുകയാണ്. ആ ഒരു മേഖലയും കൂടി അവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ശരിയാണ്, തീർച്ചയായും. ഇനി മറ്റുള്ളവർക്ക് എന്തെങ്കിലും മറുപടി പറയാനുണ്ടോ? ഇനി അതേപോലെ തന്നെ 8ാമത്തെ ക്ലാസ് ഉണ്ടല്ലോ, കേട്ടില്ല. 8ാമത്തെ ക്ലാസ് ഉണ്ട്. ഓഡിറ്റ് ഷാൾ ബി കംപ്ലീറ്റഡ് വിത്തിൻ ദ ടൈം സ്റ്റിപ്പുലേറ്റഡ് ബൈ ദ ആക്ട് ആൻഡ് ഷാൾ ബി സബ്മിറ്റ് അലോങ് വിത്ത് ദ ഡിഫക്റ്റ് റെക്ടിഫിക്കേഷൻ റിപ്പോർട്ട്. അതെ, ഇത് നമ്മൾ ചെയ്യേണ്ടുള്ള പിന്നെ AD ഓഫീസിൽ നിന്ന് അല്ലെങ്കിൽ JD ഓഫീസിൽ നിന്നാ. ഇത് നമ്മളുമായിട്ട് ബാധിക്കുന്നില്ല. പിന്നെ രണ്ടാമതൊരു വിഷയം, ഈ ഡിഫക്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത് പല സംഘങ്ങളെയും കൊടുക്കാതിരിക്കാൻ വേണ്ടി ചില സംഘങ്ങളുടെ ടാർഗറ്റ് ചെയ്യാൻ ഈ ഡിഫക്റ്റ് ശരിയായില്ല, എടുക്കത്തില്ല. ആ ഡിഫക്റ്റ് ഇതിനകത്ത് കൊണ്ടുവന്ന് സംഘങ്ങളെ, നോട്ടപ്പുള്ളികളായ സംഘങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘങ്ങളെ ടാർഗറ്റ് ചെയ്യോ എന്നുള്ളൊരു സംശയമുണ്ട് ഈ ഒരു പോയിന്റ്. അതൊരു വളരെ വാലിഡ് ആയ പോയിന്റ് ആണ് പിള്ള സാറേ. ഈ ഡിഫക്റ്റ് റെക്ടിഫിക്കേഷൻ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം എന്നാ പറഞ്ഞത്. സബ്മിറ്റ് ചെയ്യാൻ സംഘങ്ങൾക്ക് പറ്റും, പക്ഷെ അത് ഇവർക്ക് തൃപ്തിയാവുന്നില്ല എന്നുള്ളതാണ് പലപ്പോഴും കാണാറുള്ളത്. കാരണം ഡിഫക്റ്റ് റെക്ടിഫിക്കേഷൻ പൊതുയോഗത്തിന്റെയും കൂടി അനുമതിയോടുകൂടിയാണ് സാധാരണ ഡിഫക്റ്റ് റെക്ടിഫിക്കേഷൻ ചെയ്യാറുള്ളത്. അപ്പൊ ആ ഡിഫക്റ്റ് റെക്ടിഫിക്കേഷൻ അതിൽ സമയബന്ധിതമായി ചെയ്യണം എന്ന് പറയുന്നു. ഇപ്പൊ ഡിഫക്റ്റ് ഓഡിറ്റ് 6 മാസത്തിനുള്ളിൽ കഴിയുന്നു. നമ്മുടെ ജനറൽ ബോഡി നടക്കുമ്പോഴേക്ക് ഡിസംബർ മാസം ആവുന്നു. അപ്പോഴാണ് ജനറൽ ബോഡി നടക്കുക. അപ്പോൾ ആ സമയബന്ധിതമായിട്ട് ഒരു ഓഡിറ്റ്
റെക്ടിഫിക്കേഷൻ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്താലും തൃപ്തികരമല്ലാത്തതുകൊണ്ട് പലപ്പോഴും ഫയലുകൾ മടക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ട്. അതൊരു പോയിന്റ് ആണ് അദ്ദേഹം പറഞ്ഞത്. ഉദാഹരണത്തിന് അപ്പൊ നമ്മള് അതൊരു ഫണ്ട് കൊടുക്കുന്നില്ല, ഗവൺമെന്റ് ഫണ്ട് കൊടുക്കുന്നില്ല. അവര് കാര്യം ചെയ്യുമല്ലോ, അതിന് ക്ലാസിഫിക്കേഷൻ അത് ചെയ്യണ്ട. അവര് ഫണ്ട് കൊടുക്കാത്ത സംഘമല്ലേ, അവനെ പതുക്കെ അങ്ങ് മാറ്റി നിർത്താം. അതെ തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞൊരു വാലിഡ് പോയിന്റ് തന്നെയാണ് മനോജ് പറഞ്ഞത്. ഇനി മറ്റുള്ളവർക്ക് എന്തെങ്കിലും പോയിന്റ്? ക്ലാസിഫിക്കേഷൻ നോംസ് മിസ്ലേനിയസ് അംഗങ്ങളെ എങ്ങനെ എഫക്ട് ചെയ്തിട്ടുണ്ടാവും? അത് മിസ്ലേനിയസ് സൊസൈറ്റി, അപ്പൊ പിള്ളസാറിന്റെ അതും കൂടി ഒരു പോയിന്റ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്, പിള്ളസാർ നമ്മളെ ഈ മിസ്ലേനിയസ് സൊസൈറ്റികളിൽ 10 കോടി ഉള്ള സംഘങ്ങൾക്ക് 10 പോസ്റ്റ് അനുവദിച്ചു. അപ്പൊ 10 കോടി വർക്കിംഗ് ക്യാപിറ്റലുള്ള സംഘങ്ങൾക്ക് 10 കോടി വർക്കിംഗ് ക്യാപിറ്റലുള്ള സംഘങ്ങൾക്ക് 10 സ്റ്റാഫിനെ അനുവദിച്ചിട്ടുണ്ട്. അത്രമാത്രം സ്റ്റാഫുകൾ ആവശ്യമില്ല. അപ്പൊ അത് തോന്നുന്നു ഒരു അത്ര അധികമായിട്ട് സ്റ്റാഫിന് ഉണ്ടായി കഴിഞ്ഞാൽ ചിലപ്പോൾ ചില ഭരണസമിതികളൊക്കെ ആളെ വെക്കും, അത് പിന്നീട് ബുദ്ധിമുട്ടായി തീരും. ഒരു 4 ആവശ്യമുള്ള സ്ഥലത്ത് ഇത്രയും വലിയൊരു മാറ്റം വന്നിട്ടുണ്ട്. മിസലേനിയസ് സംഘങ്ങളുടെ ഞാൻ നോക്കിയില്ല ക്ലാസിഫിക്കേഷൻ നോംസ്, അതിലോട്ട് ഞാൻ പോയില്ല. സാറേ എല്ലാരും പാക്സിന്റെ കാര്യങ്ങൾ മാത്രമേ നോക്കുന്നുള്ളൂ എന്നൊരു പരാതി ഞങ്ങൾക്ക് ഉണ്ട്. ശരി, ഞാൻ ഇനി നോക്കാം. മിസ്ലേനിയസ് സംഘങ്ങളുടെ എംപ്ലോയീസ് ക്രെഡിറ്റ് സൊസൈറ്റികളുടെയും ഒന്നും ആരും ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ്. സാറേ എംപ്ലോയീസ് ക്രെഡിറ്റിന്റെ പിള്ളേ സാറേ നമ്മളെ ഗസറ്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്ന 11ാമത്തെ പേജിലെ ഇൻ കേസ് ഓഫ് ഏറ്റവും ആദ്യത്തെ പാരഗ്രാഫ് 11ാമത്തെ പേജിൽ ഇൻ കേസ് ഓഫ് എംപ്ലോയീസ് ക്രെഡിറ്റ് സൊസൈറ്റി, അതിനകത്ത് ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ് മുതൽ ക്ലാസ് 4 വരെ സംഘങ്ങൾ നിർബന്ധമായും പാലിക്കേണ്ട നോംസിനകത്ത് 1, 2, 3, 4, 7, 8, 9 ഇത്രയും നോംസ് നിർബന്ധമായി, അതായത് ആ 7 നോം നിർബന്ധമായും പാലിക്കണമെന്നും ബാക്കി നോമിൽ 2 എണ്ണം നിർബന്ധമായും പാലിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബാക്കി 2 നോമേ ആകെ ഉള്ളൂ, 5ഉം 6ഉം. അപ്പൊ പിന്നെ 9 നോമും നിർബന്ധമായും പാലിക്കണമെന്ന് തന്നെയാണോ? അത് തന്നെ. പക്ഷെ അതില് ഈ കുടിശ്ശികയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ലിബറേ തന്നിട്ടുണ്ട്. ഇല്ല സാർ, ആകെ 9 നോമുണ്ട്. PSCSന്റെ ഉൾപ്പെടെ പറയണത് ബാക്കി ആദ്യത്തെ 4 നോമും 8, 9 നോമും നിർബന്ധമായും പാലിക്കണം. ബാക്കി 3 നോമിൽ ഏതെങ്കിലും 2 എണ്ണം. അതെ, അല്ല പക്ഷേ 10 പറയും, 10 പറയുന്നുണ്ട്. വാക്സിന്റെ കാര്യത്തിൽ 1, 2, 3, 4, 8, 9, 10 ഇത് നിർബന്ധമായി, ബാക്കി ഏതെങ്കിലും 2 എണ്ണം. ആ പടം മൊത്തം 9 നോംസേ ഉള്ളൂ. 9 നോംസേ ഉള്ളൂ. 5, 6 രണ്ടും പറയാ ഒറ്റൊന്നേ വിടാൻ പറ്റുള്ളൂ എന്നർത്ഥം. അതെ, അത് തന്നെ. പക്ഷെ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ബാക്കി നോമില് 2 എണ്ണം നിർബന്ധമായും പാലിക്കണം. ബാക്കി 2 നോമേ ഉള്ളൂ, 5, 6. അതെ അദ്ദേഹം ബിജു പറഞ്ഞതില് 10 ഇല്ലല്ലോ. 10 ഇല്ല, 9 ഉള്ളൂ സാർ. അപ്പൊ അതിന്റെ അർത്ഥം എല്ലാം പാലിക്കേണ്ടതല്ലേ എന്നാണ് ബിജു പറഞ്ഞത്. അത് ശരിയാ, എല്ലാം പാലിക്കണം എന്നാണ് കൊടുത്തത്. അത് എന്താണ് ക്ലറിക്കൽ മിസ്റ്റേക്കോ പ്രിന്റിംഗ് മിസ്റ്റേക്കോ എല്ലാം ആയിരിക്കാം. അത് നമുക്ക് ന്യൂനതയായിട്ട് ചൂണ്ടിക്കാട്ടാം. സാറേ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടെ ചൂണ്ടിക്കാണിക്കുള്ളത്, മറ്റേ അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് സൊസൈറ്റീസ് ഉണ്ടല്ലോ, അവിടുത്തെ ജീവനക്കാരുടെ സ്റ്റാഫ് പാറ്റേൺ വളരെ കുറവാണെന്നുള്ള ഒരു ആക്ഷേപം അവരിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നേതാക്കന്മാരും അതായത് ടാക്സ് 17 കോടിക്ക് മുകളിൽ നിക്ഷേപം ഉണ്ടെങ്കിൽ PTS ഉൾപ്പെടെ 15 പേരോളം വരുമ്പം അവർ ക്ലാസ് 1ന് മുകളിൽ വരുന്ന നിക്ഷേപം ഉണ്ടെങ്കിൽ 4 ജീവനക്കാരാണ് ഈ അഗ്രികൾച്ചർ ഇംപ്രൂവ്മെന്റ് സൊസൈറ്റീസിൽ അനുവദിച്ച് നൽകിയിട്ടുള്ളത്. അതും കൂടെ ഒന്ന് അവരെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്ന് സംഘടനാ നേതാക്കന്മാരോട് പറഞ്ഞിട്ടുണ്ട്, ആവശ്യപ്പെട്ടിട്ടുണ്ട്. 15 കോടിക്ക് 4 സ്റ്റാഫ് മതിയോ എന്നുള്ള ചോദ്യം. അതെ, ആകെ അവർക്ക് അഗ്രികൾച്ചർ ഇംപ്രൂവ്മെന്റിലാണ് 4 ജീവനക്കാരെ വരുന്നുള്ളൂ, ക്ലാസ് 1 സംഘമാണെങ്കിൽ പോലും. അതുപോലെ 4 പോരെ അരുണേ? അല്ല, ആ സ്ഥാനത്ത് പാക്സിൽ 15 പേരോളം വരുന്നുണ്ട് സ്റ്റാഫ് പാറ്റേണിനകത്ത്. 15 കോടിയുള്ള സംഘങ്ങൾക്ക് പാക്സിൽ 17 കോടിക്ക് മുകളിൽ നിക്ഷേപം മറ്റു ദിവസം പാലിച്ച ക്ലാസ് 2 വിഭാഗത്തിൽപ്പെടുന്ന PTS ഉൾപ്പെടെ 15 തസ്തികകൾ അനുവദനീയമാണ് പാക്സിനകത്ത്. അരുണെ, പാർട്ട് ടൈം സ്വീപ്പർ ഉൾപ്പെടെ 17 പേരായിരുന്നു നേരത്തെ. ഇപ്പോൾ പാർട്ട് ടൈം സ്വീപ്പർ ഉൾപ്പെടെ 20 പേര് വരുന്നുണ്ട്. ആ സ്ഥാനത്ത് മിസ്ലേനിയസ് സംഘങ്ങളിൽ 4 പിയൂൺ ഉൾപ്പെടെ 4 പേരെയാണ് അതിനകത്ത് പറയുന്നത്. ആ 4 പേര് വെച്ചുകൊണ്ട് 20-25 കോടി അവർക്ക് അതിന് വേണ്ടി വേറെ ക്ലാസിഫിക്കേഷൻ ഇല്ല. മിസ്ലേനിയസ് സംഘങ്ങൾക്ക് 10 കോടിയുള്ള സംഘങ്ങൾക്ക് 10 സ്റ്റാഫ് ഉണ്ടല്ലോ. അഗ്രികൾച്ചർ ഇംപ്രൂവ്മെന്റ് സാർ, അഗ്രികൾച്ചറിന് ഇംപ്രൂവ്മെന്റ്. അപ്പൊ അത് സാറേ ഒരു പോയിന്റ് ആണ്. അതായത്
ടാക്സുകൾക്ക് 15 കോടി അനുവദിച്ചപ്പം 20 സ്റ്റാഫിന് അനുവദിക്കുന്ന സമയത്ത് അഗ്രികൾച്ചർ സൊസൈറ്റികൾ 4 സ്റ്റാഫേ ഉള്ളൂ എന്നുള്ളതാണ് ഒരു പരാതി. പക്ഷെ 10 കോടിയുള്ള മിസ്ലേനിയസ് സംഘത്തിന് 10 സ്റ്റാഫിന് കിട്ടും ചെയ്യും. അല്ല ശ്രീത്തെ, നമ്മളവിടെ ഡെപ്പോസിറ്റ് എല്ലാം നോക്കണ്ട, ലോണാണെന്ന് നോക്കണ്ട. നമുക്ക് ഇൻകം കിട്ടുന്ന ലോണിൽ നിന്നാണല്ലോ. അതിന്റെ മാനദണ്ഡത്തിൽ വേണം സ്റ്റാഫിന്റെ എണ്ണം നിർണ്ണയിക്കാൻ. ഒരു സംഘത്തിന്റെ പരാതിയാണ് 23 കോടി രൂപ പ്രവർത്തന മൂലധനവും 22 കോടി രൂപ നിക്ഷേപവും ഉൾപ്പെടെയാണ്. അതായത് ഉള്ള സംഘത്തിന്റെ ഒരു സെക്രട്ടറി എനിക്ക് അയച്ചു തന്ന മെസ്സേജാണ്. വായ്പ എത്രയാ അവരുടെ വായ്പ? 20 കോടി രൂപ. 20 കോടി രൂപയാണെങ്കിൽ 4 പേരെ കൊണ്ടൊന്നും നടത്താൻ പറ്റില്ല. ഇത് പ്രധാനമായിട്ടും അത് അഗ്രികൾച്ചർ ഇംപ്രൂവ്മെന്റ് സൊസൈറ്റിന്റെ കാര്യമാണ്. അത് നമുക്ക് തീർച്ചയായും ടേക്കപ്പ് ചെയ്യേണ്ട കാര്യം. ഓക്കെ, ഇനി മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഉണ്ടോ? സാർ ഒരു സംശയം. പറയും. ഗിരീഷാണ്, പനങ്ങാട് സാറിന്റെ ബാങ്ക് സെക്രട്ടറിയാണ്. നമ്മുടെ ക്ലാസിഫിക്കേഷൻ വ്യവസ്ഥയിലെ കാലോചിതമായിട്ടുള്ള വ്യവസ്ഥ മുന്നേറ്റങ്ങൾ നമുക്ക് ആവശ്യം തന്നെയാണ്. അപ്പൊ നമ്മളിതില് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്തപ്പോ ഡെപ്പോസിറ്റിലുള്ള വർധനവ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു സംശയം തോന്നി. കാരണം പ്രധാനമായിട്ടും നമ്മൾ ഓൾ ഇന്ത്യ ലെവലിൽ 9.6%, സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൽ 8%, 10 വർഷത്തിലെ ആവറേജ് ഗ്രോത്ത് നമുക്ക് ലഭ്യമാകുന്നത്. അപ്പൊ ഇതില് ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ് ആയാലും ക്ലാസ് 2 ആയാലും മറ്റതെല്ലാം 12% ഒരു ആവറേജ് ഗ്രോത്ത് 10 വർഷത്തിൽ എടുത്തിട്ടുള്ളത്. പക്ഷെ അതിൽ ക്ലാസ് 1 സ്പെഷ്യൽ ഗ്രേഡിന്റെ ആവറേജ് ഗ്രോത്ത് 16.23%. അപ്പോൾ ഒരു കാറ്റഗറിക്ക് മാത്രം ഇത്രയധികം വർധനവ് എന്തിനാണ് കൊണ്ടുവന്നതെന്നാണ് പ്രധാനമായിട്ട് സംശയം. അത് ഇത്രയും സമയത്തിനുള്ളിൽ അക്വയർ ചെയ്യാന്നുള്ളത് പല ബാങ്കുകൾക്കും ഒരു പ്രശ്നമായിട്ട് വരും. വളരെയധികം ക്ലാസിഫിക്കേഷൻ താഴെ പോകാൻ സാധ്യത ഉണ്ടായിരിക്കും. അതാണ് ഒന്നാമത്തെ സംശയം, എന്താണ് ഇതിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത്. പിന്നീട് ഇപ്രകാരം നമ്മളൊരു ക്ലാസിഫിക്കേഷൻ വന്ന നോംസ് കരട് മാറ്റുന്നതിന് വേണ്ടിയിട്ട് അഭിപ്രായങ്ങൾ എങ്ങനെയാണ് രേഖപ്പെടുത്തേണ്ടത് പലപ്പോഴും സംഘങ്ങൾക്ക് ഒരു സംശയമുണ്ട്. ഇൻഡിവിജ്വൽ ആണോ നമ്മൾ അയക്കേണ്ടത്, സംഘമായിട്ടാണോ അയക്കേണ്ടത്, എല്ലാവരും കൂടിയിട്ടാണ് അയക്കേണ്ടത്, ഒരു സംശയം കൂടി ഇവിടെ രേഖപ്പെടുത്തണം. അതെല്ലാവരും നമ്മുടെ പരാതി എല്ലാവരും എത്രത്തോളം പരാതികളുണ്ട് അത്രത്തോളം കൊടുക്കാം. പിന്നെ പിള്ള സാറോടും അതുപോലെ തന്നെ പിള്ള സാറും നമ്മുടെ കൂട്ടത്തിലുള്ള ആളാണ്. പക്ഷെ എന്നാലും ഈ വർധനവിന്റെ പെർസെന്റേജ് 450% എന്നൊക്കെ പറയുന്നത് എന്തിന്റെ ബേസിലാണെന്നുള്ളത് ആർക്കും അറിയില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഞാനൊന്ന് ഇടപെട്ടോട്ടെ? ഓ, തീർച്ചയായിട്ടും. നമ്മളിപ്പം ക്ലാസ് 1 സൂപ്പർ ഗ്രേഡിന് 80 കോടി വർക്കിംഗ് ക്യാപിറ്റലായിരുന്നു 160 കോടിയായിട്ട് വർദ്ധിപ്പിക്കുക. അതായത് 100% ഹൈക്ക്. ക്ലാസ് 1 സൂപ്പർ ഗ്രേഡിന്റെ ഡെപ്പോസിറ്റ് 60 കോടിയായിരുന്നു 125 കോടിയാക്കി. അതായത് 108% വർധനവ്. ക്ലാസ് 1 സൂപ്പർ ഗ്രേഡിന്റെ ലോൺ 50 കോടിയായിരുന്നു 100 കോടിയായി വർദ്ധിപ്പിച്ചു. അതായത് 100% വർധനവ്. നമ്മള് നിക്ഷേപത്തിന് കഴിഞ്ഞ 11 കൊല്ലം അല്ലെങ്കിൽ 15 കൊല്ലം കൊണ്ടോ നമുക്ക് എന്ത് വർധനവ് ശരാശരി ഉണ്ടായി എന്നത് ഇവിടെ ഒരു മാനദണ്ഡമായിട്ട് എടുക്കരുത്. നമ്മുടെ മാനദണ്ഡം എന്ന് പറയുന്നത് നമ്മുടെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ്, നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ഓവർഹെഡ് കോസ്റ്റ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് മാനേജ്മെന്റ് അത് എത്രമാത്രം ഉണ്ട്. 100% നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. നമ്മുടെ വർക്കിംഗ് പ്രോഫിറ്റ് നോക്കിയാൽ, വർക്കിംഗ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഇൻട്രസ്റ്റ് ഇൻകം ഫ്രം ലോൺസ് ആൻഡ് അഡ്വാൻസസ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് പ്ലസ് മിസലേനിയസ് ഇൻകം മൈനസ് ഇൻട്രസ്റ്റ് എക്സ്പെൻസ്. ഇതാണ് നമ്മുടെ വർക്കിംഗ് പ്രോഫിറ്റ്. ആ വർക്കിംഗ് പ്രോഫിറ്റ് നമ്മുടെ ശമ്പള ചെലവിന് പര്യാപ്തമാണ്. പക്ഷേ ആ ശമ്പള ചെലവിനേക്കാൾ കൂടുതലാണ് ഈ കാലഘട്ടത്തിൽ നമ്മുടെ കണ്ടിജൻസി എക്സ്പെൻസസ്, തൻചെലവുകൾ. നിങ്ങളുടെ ഒക്കെ P&L അക്കൗണ്ട് എടുത്ത് നോക്ക്. കേരള ബാങ്കിന്റെ P&L അക്കൗണ്ടിൽ ഞാൻ കണ്ടു ശമ്പള ചെലവിന്റെ 200 ഇരട്ടിയാണ് കണ്ടിജൻസി എക്സ്പെൻസ്. അതിൽ ഈ ചെലവുകളൊക്കെ നമ്മൾ വഹിക്കേണ്ടത് നമ്മളുടെ ഇൻകത്തിൽ നിന്നാണ്. അന്നേരം ചെലവില് ശമ്പള ചെലവിൽ മാത്രം പോരാ, ശമ്പള ചെലവിൽ നിങ്ങൾ പറഞ്ഞ പോലെ കാര്യമായ വർധന, തൻ ചെലവിൽ ഭീമമായ വർധന ഉണ്ടായിട്ടുണ്ട്. ആ വർധനവിന് പര്യാപ്തമായ വർധനവ് നമ്മുടെ ബിസിനസ്, പ്രത്യേകിച്ച് വായ്പയിൽ നമ്മുടെ ഇൻകത്തിൽ ഉണ്ടാകുന്നുണ്ടോ? അതാണ് നമ്മൾ മാനദണ്ഡമായിട്ട് എടുക്കേണ്ടത്. അല്ലാണ്ട് കഴിഞ്ഞ 10 കൊല്ലങ്ങളിൽ ശരാശരി എന്ത് വർധനവും നിക്ഷേപത്തിൽ വന്നത് എന്ന് ഇവിടെ ഒരു മാനദണ്ഡമാക്കരുത്. നമുക്കൊരു ബ്രേക്ക് ലെവലിൽ എത്തണമെങ്കിൽ സാറേ, നിക്ഷേപം കൂടുന്നത് മാത്രം സംഘത്തിന്റെ പ്രോഫിറ്റ് എന്ന രീതിയിൽ വ്യാഖ്യാനിക്കുന്നത് ശരിയല്ല. നിക്ഷേപം കൂടിയാൽ മാത്രമേ നമുക്ക് വരുമാനം കൂടുള്ളൂ എന്നത് ഒരു ശരിയായ കൺസെപ്റ്റ് അല്ല. അതർ സോഴ്സും കൂടെ ഉണ്ടല്ലോ. ഇപ്പൊ ആ കണ്ടീഷനിൽ പ്രധാനമായിട്ടും നമുക്ക് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞ കണ്ടീഷൻ വരുന്നുണ്ടല്ലോ. അപ്പൊ നെറ്റ് പ്രോഫിറ്റ് നെഗറ്റീവ് ആകാനുള്ള കാരണം സാലറി എക്സ്പെൻസ് ആയിരിക്കില്ല, കണ്ടിജൻസി എക്സ്പെൻസ് ആയിരിക്കും. നിങ്ങളുടെ ശമ്പള ചെലവിൽ വർഷാവർഷം ഉണ്ടാകുന്ന വർധനവിനേക്കാൾ കൂടുതലാണ് കണ്ടിജൻസി എക്സ്പെൻസിൽ ഉണ്ടാകുന്ന വർധനവ്. നമ്മളത് നിയന്ത്രിക്കാൻ ഒരു നടപടി ഇല്ലല്ലോ. ഇങ്ങനെ ഒരു പ്രതികൂല സാഹചര്യത്തിൽ നഷ്ടത്തിലാകുമ്പോൾ അതിന്റെ ഉത്തരവാദിത്തം മുഴുവൻ ജീവനക്കാരുടെ തലയിൽ വെച്ച് കിട്ടുകയാണ്. അല്ല ഗിരീഷ്,
ഗിരീഷ് അതിലൊരു ഒരു അമെന്റ് ഉള്ളതെന്ന് വെച്ചാല് ഈ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയാൻ കാരണം പഴയ 2013 സർക്കുലറില് പ്രോഫിറ്റ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ പല അപ്പൊ അങ്ങനെയുള്ള സമയത്ത് പലപ്പോഴും സംഘങ്ങൾക്ക് അനുകൂലമായിട്ട് ഉദ്യോഗസ്ഥർ എന്ത് ചെയ്യും, ആ തൻവർഷ അനുവദിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു പ്രവണത ഇല്ലാതാക്കാനാണ് ഈ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നെറ്റ് പ്രോഫിറ്റ് വരുമ്പോൾ സംഘം തീർച്ചയായിട്ടും ക്ലാസിഫിക്കേഷൻ കിട്ടാതെ പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുമ്പോൾ. അതെ, നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ബാലൻസ് ഷീറ്റിൽ സഞ്ചിത നഷ്ടം എന്നൊരു അപ്രിയ ആസ്തി ഉണ്ടാകാൻ പാടില്ല. നഷ്ടമില്ലാത്ത, അക്യുമുലേറ്റഡ് ലോസ് ഇല്ലാത്ത പ്രവർത്തന ലാഭം, അറ്റ ലാഭം, അതാണ് നെറ്റ് പ്രോഫിറ്റ്. ഓക്കെ, നമുക്ക് കഴിഞ്ഞില്ലേ, നമുക്ക് നമ്മൾ ചർച്ച ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പം പിള്ള സാറ് ഒരു 3 ചെലവിന്റെ 70% പറഞ്ഞു. ഇനി എന്ത് പറയാനുണ്ട്? 70% ഞാൻ കുറെ അനാലിസിസ് നടത്തിയതിന്റെ വെളിച്ചത്തിൽ ഞാൻ പറഞ്ഞ. രണ്ടാമത്തത്, നമ്മളുടെ ഈ മുതൽ കുടിശ്ശിക 25% അധികരിക്കാൻ പാടില്ല, പലിശ കുടിശ്ശിക എത്ര, അതൊന്നും വേണ്ട. നമ്മുടെ പ്രൊവിഷൻ ചെലവ് ഓരോ വർഷത്തെയും കുടിശ്ശിക പലിശയ്ക്കും കിട്ടാക്കടങ്ങൾക്കുള്ള പ്രൊവിഷൻ ചെലവ്, അധിക പ്രൊവിഷൻ, ടോട്ടൽ പ്രൊവിഷൻ അല്ല, മുൻ വർഷത്തേക്കാൾ തൻവർഷം വരുന്ന അധിക പ്രൊവിഷൻ ടോട്ടൽ ഇൻട്രസ്റ്റ് ഇൻകത്തിന്റെ 5% കൂടാൻ പാടില്ല. നല്ലൊരു ഫണ്ട് മാനേജ്മെന്റ്, റിക്കവറി മാനേജ്മെന്റ് ഉള്ള ഒരു സ്ഥാപനത്തിൽ ഒരു 2-3% ഒക്കെ കാണാറുള്ളൂ. അതാണ് ഇപ്പം പല സ്ഥാപനങ്ങളെയും നഷ്ടത്തിലെത്തിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ പ്രൊവിഷനാണ്. കുടിശ്ശിക പലിശയ്ക്കൊക്കെ 30% ഒക്കെയാണ് കുടിശ്ശിക പലിശയ്ക്ക് പ്രൊവിഷൻ വെക്കുന്നത്. അതെ സാർ, അധിക പ്രൊവിഷനിലാണ് സാർ പറഞ്ഞ 5% എന്ന് പറയുന്നത്. വലിയൊരു ഇൻക്രിമെന്റൽ പ്രൊവിഷൻ. പിന്നെ മൂന്ന് നമ്മുടെ ഇൻട്രസ്റ്റ് ഫ്രം ലോൺസ് പ്ലസ് ഇൻട്രസ്റ്റ് ഫ്രം ഇൻവെസ്റ്റ്മെന്റ് പ്ലസ് നോൺ ഇൻട്രസ്റ്റ് മിസലേനിയസ് ഇൻകം, അതാണ് P&L അക്കൗണ്ടിലെ ടോട്ടൽ ഇൻകം. ആ ടോട്ടൽ ഇൻകത്തിന്റെ 20% വരെ സാലറി പ്ലസ് കണ്ടിജൻസി എക്സ്പെൻസ് ആകാം. ഇത് മൂന്നും കംപ്ലൈ ചെയ്താൽ ഒരു സ്ഥാപനം ഒരിക്കലും നഷ്ടത്തിൽ വരികയില്ല. അവിടെ പിന്നെ ഇത്ര വർക്കിംഗ് ക്യാപിറ്റൽ വേണം, ഇത്ര ലോൺ വേണം, ഇത്ര ശതമാനത്തിൽ കൂടുതൽ കുടിശ്ശിക ഉണ്ടാകാൻ പാടില്ല, അതൊന്നും വേണ്ട. അതൊക്കെ പിന്നെ ക്ലാസ് കയറ്റത്തിന് മാത്രം നോക്കിയാൽ മതി. സ്റ്റാഫിന്റെ അഡീഷണൽ അപ്പോയിന്റ്മെന്റിന് മാത്രം അത് നോക്കിയാൽ മതി. 20% സഫീഷ്യന്റ് ആണോ സാർ? നമ്മുടെ ശമ്പളവും 100% നോക്കിയോ, നിങ്ങളുടെ ബാങ്കിൽ തന്നെ നോക്കിയോ, 20% തൊട്ട് 15% വരെ നിങ്ങൾക്ക് വരികയില്ല. ഷുവറാ. കേരള ബാങ്കിന് അതിൽ കൂടുതൽ വരുന്നുണ്ടല്ലോ സാർ? ഇല്ല, കേരള ബാങ്കിന് കണ്ടിജൻസി എക്സ്പെൻസ് വന്നത് കാരണമാണ്. കേരള ബാങ്കിന് 7.8% സാലറി ഉള്ളൂ. 13% മുകളിൽ തൻചെലവുകളുണ്ട്. തൻചെലവുകൾ ഏതൊരു സംഘത്തിലും വരില്ലേ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ? പ്രത്യേകിച്ചും നമുക്ക് ഡാറ്റാ സെന്ററും മറ്റുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ. അല്ല, അതല്ല തൻചെലവ്. തൻചെലവ് എന്ന് പറയുന്ന കൂടുതലും ഈ സംഭാവന, പരസ്യം, ഇങ്ങനെയുള്ള ഹെഡിൽ പോകുന്ന. കേരള ബാങ്കിന് ഞാൻ പറയുന്നില്ല അതൊക്കെയാണ് തൻചെലവുകൾ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തീർച്ചയായും സാർ പറയണ്ട. ആയിക്കോട്ടെ, നമുക്ക് സാറേ ഒരു കാര്യം, ഈ സാറേ തൻചെലവില് നമ്മൾ ഗവൺമെന്റ് പോളിസികളുടെ ഭാഗമായിട്ട് വൺ ടൈം സെറ്റിൽമെന്റിൽ കൊടുക്കുന്ന ചെലവുകളെല്ലാം തന്നെ തൻചെലവിലാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പെർസെന്റേജ് കൂടി വരുന്നത്. അത് കാണിക്കരുതെന്ന് നമ്മൾ ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ ഓഡിറ്റർമാർ സമ്മതിക്കുന്നുമില്ല. അത് തൻചെലവിൽ കാണിക്കണ്ട, നമ്മൾ പലിശ വേവ് ചെയ്തായിട്ട് പ്രത്യേക ഹെഡില് എക്സ്പെൻഡിച്ചർ സൈഡിൽ കാണിക്കാം. കേരള ബാങ്ക് അങ്ങനെയാണ് കാണിക്കുന്നത്. അല്ല സാറേ, ഞങ്ങളുടെ ഓഡിറ്റിൽ അത് അങ്ങനെ അംഗീകരിച്ചു തരുന്നില്ല. അത് തൻചെലവിൽ തന്നെയാണ്, അത് കണ്ടിജൻസി എക്സ്പെൻസിൽ തന്നെയാണ് എടുത്തു പോകുന്നത്. ആണോ? എല്ലാ സംഘത്തിലും അതുപോലെ തന്നെയാണ് എടുക്കുന്നത്, മിക്ക നിങ്ങൾ പരിശോധിക്കുന്നത്. അപ്പൊ പിള്ള സാർ അതിലൊരു വ്യക്തത വരണം എന്നുള്ളതേ നമുക്ക്. ഓഡിറ്റ് മാനുവൽ ഒന്ന് പരിഷ്കരിക്കാൻ വേണ്ടി എന്തെങ്കിലും നടപടി ഉണ്ടാണ് സാറേ? ഓഡിറ്റ് മാനുവൽ പരിഷ്കരിക്കാനാണ് IRAC നോംസ് കൊടുത്തത്. വാക്സിന്റെ ഓഡിറ്റ് മാനുവൽ അതേ രീതി പരിഷ്കരിച്ചു. ഞാൻ രജിസ്ട്രാർ അവിടെ വന്നപ്പം പറഞ്ഞു ഉടനെ IRAC നോംസ് NBA കൺസെപ്റ്റ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു പറഞ്ഞു. അതിനേക്കാൾ വിചിത്രമായ ഒരു കാര്യം, നമ്മളിവിടെ 19 ബാങ്കിങ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് ആക്ടിന്റെ സെക്ഷൻ 19 മുതൽ 28 വരെ വായ്പാ സംഘങ്ങൾക്ക് ബാധകമാണ് എന്ന് സഹകരണ നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഈ മിഞ്ഞാന്ന് ഇറങ്ങിയ സർക്കുലറിൽ പറയുന്നത് കാർഷിക ഗ്രാമവികസന ബാങ്കുകളിൽ ചില ARമാര് ആർബിട്രേഷൻ ഫയൽ ചെയ്യുന്നു. ബാങ്ക് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് ആക്ടിന്റെ വകുപ്പ് 19 പ്രകാരം ആർബിട്രേഷൻ ഫയൽ ചെയ്യേണ്ട കാര്യമില്ല, നേരിട്ട് എക്സിക്യൂഷന് പോകാം. അവരുടെ കാര്യം മാത്രമേ അതിൽ പറയുന്നുള്ളൂ. 19 മുതൽ 28 വരെ എല്ലാ വായ്പാ സംഘങ്ങൾക്കും ബാധകമാക്കിയിട്ടുണ്ട്. അത് നമുക്കും ബാധകമാക്കാമെന്ന് രജിസ്ട്രാർ വാഗ്ദാനമൊക്കെ തന്നു. പക്ഷെ ആ സർക്കുലറിൽ അത് ഉൾപ്പെടുത്തിയിട്ടില്ല.
റിക്കവറിയുമായി ബന്ധപ്പെട്ട കാര്യമാണ് സാർ പറഞ്ഞത്. നമ്മുടെ ദീർഘകാല അതെ. ഞാൻ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. കഴിഞ്ഞ ഒരു 10 വർഷക്കാലം, ഒരു 15 വർഷക്കാലമായി നമ്മുടെ കുടിശ്ശിക വായ്പകളിൽ എത്ര വായ്പാ അക്കൗണ്ടുകളിലാണ് എക്സിക്യൂഷൻ നടപടിയിലൂടെ നമുക്ക് വസൂലാക്കാൻ സാധിച്ചിരിക്കുന്നത്? ഇനി അത്ര പോലും പ്രതീക്ഷിക്കേണ്ട. അല്ല, അത് സാർ എനിക്ക് അതിൽ ഒരു അഭിപ്രായം പറയാനുണ്ട്. കഴിഞ്ഞ മാസം സഹകരണ സംഘങ്ങളിൽ EP ഡ്രൈവ്, സ്പെഷ്യൽ EP ഡ്രൈവ് സഹകരണ സംഘങ്ങളിൽ രജിസ്ട്രാർ നേരിട്ട് നടത്തിയിരുന്നു. രജിസ്ട്രാറുടെ അവകാശവാദം പ്രകാരം ഏകദേശം 4000 കോടിയിലധികം രൂപ EP-യിൽ പണം പിരിച്ചു കിട്ടിയത്. പക്ഷെ അതിന്റെ ഒരു അതിശേഷം നമ്മൾ മനസ്സിലാക്കിയപ്പോ രജിസ്ട്രാർ പരിഗണിച്ചിട്ടുള്ളത് ഫയൽ ഡിസ്പേഴ്സ്മെന്റിന്റെ കാര്യം മാത്രമാണ്. തിരിച്ചു തന്ന ഫയലും ഉണ്ട് കൂട്ടത്തിൽ. അപ്പം എത്രത്തോളം അവാർഡ് കൊടുത്തു? EP-യിൽ ഏറ്റവും കൂടുതൽ ഫയൽ ഡിസ്പോസ് ചെയ്ത കേസുകൾക്ക് സെയിൽ ഓഫീസർമാർക്ക് അവാർഡ് കൊടുത്തു. ആ അവാർഡ് കൊടുത്ത ഏറ്റവും കൂടുതൽ അവാർഡ് കിട്ടിയ ആളുകൾ, ഏറ്റവും കൂടുതൽ ഫയൽ മടക്കിയ ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ അവാർഡ് കിട്ടിയത്, കളക്ഷൻ എടുത്ത ആളുകൾക്കല്ല എന്നുള്ളതാണ്. അതെ. അപ്പൊ അതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അതാണ്. ഓക്കെ, എനിവേ നമുക്ക് ഈ ചർച്ച ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക. ഏതായാലും നമുക്ക് 2-3 വളരെ വാലിഡ് ആയിട്ടുള്ള പോയിന്റുകൾ നമ്മുടെ കാണികളും പങ്കെടുത്തവരൊക്കെ തന്നിട്ടുണ്ട്. അപ്പൊ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളും ഒരു ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കും. തീർച്ചയായും നിങ്ങളുടെ സഹകരണ പ്രസ്ഥാനങ്ങൾ വഴി ഈ ഡ്രാഫ്റ്റിന് പരമാവധി നിങ്ങൾക്ക് പറ്റാവുന്ന ഒരു പോയിന്റ് ആണെങ്കിൽ ഒരു പോയിന്റിനെങ്കിലും പരാതി തൽക്കാലം കൊടുക്കുക. ബാക്കിയുള്ള ചർച്ചകളൊക്കെ പിന്നീടും നടക്കുന്നതാണ്. എല്ലാവർക്കും സഹകരണ വീക്ഷണം സംഘടിപ്പിച്ച 40ാമത്തെ ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ ആളുകൾക്കും സഹകരണ വീക്ഷണത്തെ പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അരുൺ, ഇനി ആരെങ്കിലും നന്ദി പറയാനുണ്ടോ? ഇല്ല, ആർക്കെങ്കിലും ഒരാൾക്ക് നമ്മുടെ ഗ്രൂപ്പിൽ ഒരാള് കയറിയിട്ട് നന്ദി പറഞ്ഞാൽ വളരെ സന്തോഷം. സാജു സാർ, നന്ദി പറയൂ. അന്നെ പറയണമെന്ന് ഓർമ്മിട്ടായിരുന്നു. എന്തായാലും സഹകരണ വീക്ഷണത്തിന്റെ 40ാമത്തെ പ്രോഗ്രാമാണ് ഇന്ന് നടന്നത് അല്ലേ? അപ്പോ ശരിക്കും ഇന്ന് ഈ പറയുന്ന ക്ലാസിഫിക്കേഷൻ വിഷയങ്ങൾ കേരളം മുഴുവൻ സഹകാരികളെ വലിയ ആശങ്കയോടെ കണ്ടിരുന്ന ഈ ഒരു വിഷയം, അത് പിള്ള സാറിനെ തന്നെ നമുക്ക് ക്ലാസ് ചർച്ച ചെയ്യാനായിട്ട്, നമുക്ക് ലീഡ് ചെയ്യാനായിട്ട് കിട്ടി. വളരെ നല്ലൊരു അദ്ദേഹം ആ ഒരു മേഖലയിൽ നമുക്ക് നമ്മുടെ ഗുരുവായിട്ട് നമ്മുടെ കൂടെയുള്ള പിള്ള സാറിനെ ഞാൻ സഹകരണ വീക്ഷണത്തിന്റെ പേരിൽ നന്ദി പറയുകയാണ്. ഒപ്പം ഈ ചർച്ച ഇത്ര മനോഹരമായിട്ട് മോഡറേറ്റ് ചെയ്ത ശ്രീത്തിനും ഔപചാരികമായിട്ട് ഞാൻ നന്ദി അറിയിക്കുന്നു. ഇന്ന് എനിക്കൊരു ചെറിയൊരു ഇതുള്ളത്, നമ്മൾ ഇന്ന് ഇത്രയും ആളുകൾ ഇതിനകത്ത് കയറിയെങ്കിലും എനിക്ക് മിസ്ലേനിയസ് സംഘങ്ങളുടെ അവരെ പരിഗണിക്കുന്നില്ല എന്ന് പൊതുവെ ഒരു പരാതി പറഞ്ഞു കേൾക്കുന്നുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള ചർച്ച യോഗങ്ങളിൽ എത്ര പേര് ആ വിഭാഗത്തിൽ പങ്കെടുക്കുന്നുണ്ടെന്നുള്ളതും കൂടെ നമ്മൾ പരിഗണിക്കും. കാരണം അവരുടെ സ്വരം നമുക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് അവർക്ക് വേണ്ടി പറയുമ്പം അതിൻ്റെ ലിമിറ്റേഷൻ ഉണ്ട്. അത് വിഷയങ്ങൾ പഠിച്ച് അവതരിപ്പിക്കുന്ന ആളുകൾ ഇങ്ങനെയുള്ള മീറ്റിങ്ങിൽ കയറിയാൽ അവർക്ക് അതിന്റെ പരിഗണന കിട്ടുമെന്നാണ് എനിക്കൊരു അഭിപ്രായം പറയാനുള്ളത്. എന്നായാലും ഈ മീറ്റിങ്ങിൽ കയറിയ 200 അടുത്ത ഒരു കാര്യം കൂടി ആഡ് ചെയ്ത്, ഈ ചർച്ചകളൊക്കെ നടന്ന ഒരു കണ്ടന്റ് വൈസ് അത്രത്തോളം ഒരു മികച്ചതായ ഒരു കണ്ടന്റ് കിട്ടിയെന്ന് എനിക്ക് വലിയൊരു അഭിപ്രായമില്ല. നമുക്കൊക്കെ, അതായത് ഇത്രയും ആളുകൾ പങ്കെടുത്തെങ്കിൽ ഒരു പോയിന്റ് വൈസ് നമുക്ക് അത്രത്തോളം ഒരു ഗുണകരമായ കോമൺ ആയിട്ട് ഉള്ള കാര്യങ്ങളാണ് പറയുന്നത്, അല്ലാതെ ഒരു പോയിന്റ് വൈസ് ആയിട്ട് ഒരു ചർച്ച ഈവൻ നമ്മുടെ സംഘടനാ നേതാക്കളുടെ അടുത്തുനിന്ന് പോലും കാര്യമായിട്ടൊരു വന്നില്ല എന്ന് തുറന്നു പറയേണ്ട ഒരു അവസ്ഥയിലുള്ളത്. പേഴ്സണൽ കണ്ടന്റ് വൈസ് അവരുടെ പലരും സംഘടനാ നേതാക്കന്മാരുടെ ഒരു കണ്ടന്റ് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. കാരണം പലരും ഒരു ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ വിശദമായിട്ട് സംഘടനാ നേതാക്കൾ പഠിക്കുന്നില്ല എന്നുള്ളൊരു വിമർശനം കൂടി ഞാൻ ഇവിടെ ഈ ഒരു ഇതില് ഉന്നയിക്കുകയാണ്. അപ്പോ എന്തായാലും നമുക്ക് ചെയ്യാനുള്ളത് നമുക്ക് ചെയ്യാം. സഹകരണ വീക്ഷണത്തിന്റെ ചെയ്യാനുള്ള അതിന്റെ വർക്കുകൾ നമ്മൾ അരുണിന്റെ നേതൃത്വത്തിൽ അത് നല്ല ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. അരുണിനും പ്രത്യേകിച്ച് ഞാൻ ഈ അവസരത്തിൽ നന്ദി അറിയിക്കുകയാണ്. പങ്കെടുത്ത എല്ലാവർക്കും 200ഓളം ആളുകൾ ഇതിനകത്ത് പാർട്ടിസിപ്പൻസ് ആയിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും സഹകരണ വീക്ഷണത്തിന്റെ നന്ദി അറിയിക്കുന്നു. താങ്ക് യു. ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.